ಕರ್ತನಿಗೆ ಸ್ತೋತ್ರ ಮಾಡೋಣ. ഹല്ലേലൂയ. കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ಹಲ್ಲೆಲೂಯಾ. ദൈവകരങ്ങളിൽ ഇന്ന് പകൽ നമുക്ക് വിട്ടുകൊടുക്കാം. ಈ ಹಗಲು ವೇಳೆಯಲ್ಲಿ ನಮ್ಮನ್ನು ನಾವು ದೇವರ ಕರಗಳಲ್ಲಿ ಬಿಟ್ಟುಕೊಡೋಣ. ഹല്ലേലൂയ. ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ കണ്ണൂരൻ ദൈവം നമുക്ക് ഒരുക്കിയ വലിയ കൃപയ്ക്കായി ಉಪವಾಸದಿಂದಲೂ ಪ್ರಾರ್ಥನೆಯೊಂದಿಗೂ ಈ ಸ್ಥಳದಲ್ಲಿ ಬಂದು ಸೇರುವುದಕ್ಕೆ ದೇವರು ಸಿದ್ಧ ಮಾಡಿದಂತ ಈ ಒಳ್ಳೆ ಸಮಯಕ್ಕಾಗಿ ದೇವರಿಗೆ ಸ್ತೋತ್ರ ಮಾಡೋಣ. ഹല്ലേലൂയ. ആമേൻ. ചിന്തകളും എല്ലാം മാറി നിൽക്കട്ടെ. ನಮ್ಮ ಚಿಂತೆಗಳೆಲ್ಲ ಬದಿಗೆ ಹೋಗಲಿ. ഹല്ലേലൂയ. ಆಮೆನ್. ഒരു പുതിയ തലത്തിലേക്ക് നമുക്ക് കയറി വരാം. ಒಂದು ಹೊಸ ಹಂತಕ್ಕೆ ನಾವು ಏರಿ ಬರೋಣ. ഹല്ലേലൂയ. ಆಮೆನ್. കഴിഞ്ഞ കാര്യങ്ങളൊന്നും ഓർക്കാതെ ಕಳೆದ ದಿನದ ವಿಷಯಗಳನ್ನೇನು ನೆನೆಸದೆ ഹല്ലേലൂയ അവിടെ എല്ലാം ദൈവം ക്ഷമിക്കുന്ന തക്കവണ്ണം നമ്മൾ തന്നെ വിട്ടുകൊടുത്തിട്ട് ಆ ವಿಷಯಗಳಲ್ಲೆಲ್ಲ ದೇವರು ಕ್ಷಮಿಸುವಂತೆ ನಮ್ಮನ್ನೇ ನಾವು ಸಂಪೂರ್ಣವಾಗಿ ಬಿಟ್ಟುಕೊಟ್ಟು ഹല്ലേലൂയ ദൈവത്തോട് അടുക്കാം. ದೇವರ ಹತ್ತಿರಕ್ಕೆ ಬರೋಣ. കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ಕರ್ತನಿಗೆ ಸ್ತೋತ್ರವಾಗಲಿ. ഹല്ലേലൂയ. ഉപവാസ പ്രാരംഭ സമയത്തിലേക്ക് കടന്നിരുന്ന ദൈവം നമുക്ക് കൃപ നൽകി. ಈ ಉಪವಾಸ ಪ್ರಾರ್ಥನೆ ಪ್ರಾರಂಭದ ಸಮಯದಲ್ಲಿ ಸೇರಿ ಬರುವುದಕ್ಕೆ ದೇವರು ನಮಗೆ ಕೃಪೆಯನ್ನು ದಯಪಾಲಿಸಿದ್ರು. ഹല്ലേലൂയ. പലർക്കും വരാൻ പറ്റാത്ത പല തടസ്സങ്ങൾ ഹല്ലേലൂയ അവരെ ആഗ്രഹിച്ച കുറേ പേരുണ്ടായിരുന്നു. ഹല്ലേലൂയ. ಬರುವುದಕ್ಕಾಗಿ ಆಸೆ ಪಟ್ಟಂತ ಅನೇಕ ಜನಗಳಿದ್ರು, ಆದ್ರೆ ಅವರ ಜೀವಿತದಲ್ಲಿ ಬಂದಂತ ತಡೆಗಳು തടസ്സങ്ങൾ മാറാൻ പോകുന്നു. ತಡೆಗಳು ನೀಗಲ್ಪಡ್ಲಿಕ್ಕೆ ಹೋಗ್ತಾ ಇಲ್ಲ. കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ಕರ್ತನಿಗೆ ಸ್ತೋತ್ರವಾಗಲಿ. വചനം എങ്ങനെ വരുമോ ഹല്ലേലൂയ ವಾಕ್ಯ ಹೇಗೆ ಬರುತ್ತೋ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി അങ്ങനെ തടസ്സങ്ങൾ മാറി. ನಂಬುವವರ ಜೀವಿತದಲ್ಲಿ ಅದೇ ರೀತಿಯ ತಡೆಗಳು ನೀಗಲ್ಪಡುತ್ತದೆ. അങ്ങനത്തെ വചന ഏത് സാഹചര്യത്തിൽ എന്ത് വേണോ അതേ കർത്താവ് തരത്തുള്ളൂ. ಯಾವ ಪರಿಸ್ಥಿತಿಯಲ್ಲಿ ಏನ್ ಬೇಕೋ ಅದನ್ನೇ ಆಗಿದೆ ಕರ್ತನ ಕೊಡುವಂತದ್ದು. ഹല്ലേലൂയ. ಆಮೆನ್. കർത്താവിനെ സ്തോത്രം. കർത്താവിനെ നമ്മൾ സ്തോത്രം. ചിന്തിക്കുന്നത് പോലെയല്ല കർത്താവ് നമ്മളോട് സംസാരിക്കുന്നത്. ನಾವು ಚಿಂತೆ ಮಾಡೋ ರೀತಿಯಲ್ಲ ಕರ್ತನ ನಮ್ಮ ಜೊತೆಯಲ್ಲಿ ಮಾತನಾಡುವಂತದ್ದು. നാം ചിന്തിക്കുന്നത് പോലെയല്ല കർത്താവ് നമ്മളെ കുറിച്ച് ചിന്തിക്കുന്നത്. ನಾವು ಚಿಂತೆ ಮಾಡೋ ರೀತಿಯಲ್ಲ ಕರ್ತನು ನಮ್ಮ ಕುರಿತಾಗಿ ಚಿಂತೆ ಮಾಡ್ತಾ ಇರುವಂತದ್ದು. നാം മടുത്തു പോകും. ನಾವು ಬೇಸತ್ತೋಗ್ತೇವೆ. കർത്താവിന്റെ ഇഷ്ടം നമ്മളിൽ മടുക്കത്തില്ല. ಕರ್ತನ ಆಲೋಚನೆ ನಮ್ಮ ಜೀವಿತದಲ್ಲಿ ಬೇಸತ್ತೋಗುವುದಿಲ್ಲ. ഹല്ലേലൂയ. ಆಮೆನ್. നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയത്തില്ല. ನಮಗೆ ಅನೇಕ ಸಲ ಮುಂದೆ ಹೋಗ್ಲಿಕ್ಕೆ ಆಗಲ್ಲ. ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ നിർബന്ധിക്കും. ಆದ್ರೆ ದೇವರ ಆತ್ಮ ನಮ್ಮನ್ನ ಮುಂದೆ ಹೋಗ್ಲಿಕ್ಕೆ ಒತ್ತಾಯಪಡಿಸ್ತಾರೆ. ഹല്ലേലൂയ. എന്തിനാ നിർബന്ധിക്കുന്നത്? ಯಾಕೆ ಒತ್ತಾಯಪಡಿಸ್ತಾರೆ? നാം സുഖമായിരിക്കാം, ನಾವು ಸುಖವಾಗಿರ್ಲಿಕ್ಕೆ, സന്തോഷമായിരിക്കാം, ಸಂತೋಷವಾಗಿರ್ಲಿಕ್ಕೆ, കർത്താവിന്റെ ഇഷ്ടം ചെയ്യാം. ಕರ್ತನ ಇಷ್ಟವನ್ನ ಮಾಡ್ಲಿಕ್ಕೆ ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ പ്രാർത്ഥിക്കുന്നവരെ നിർബന്ധിക്കും. ದೇವರ ಆತ್ಮವನ್ನು ಪ್ರಾರ್ಥನೆ ಮಾಡುವವರನ್ನ ನಿರ್ಬಂಧಪಡಿಸ್ತಾರೆ. ഏത് സാഹചര്യത്തിലും ಯಾವುದೇ ಪರಿಸ್ಥಿತಿಯಲ್ಲೂ പ്രാർത്ഥിക്കാൻ താല്പര്യം തോന്നുന്നെങ്കിൽ ಪ್ರಾರ್ಥನೆ ಮಾಡ್ಲಿಕ್ಕೆ ಆಗ್ರಹ ನಿಮಗೆ ಅನಿಸ್ತಿರುವುದಾದ್ರೆ പരിശുദ്ധാത്മാവ് നിങ്ങളെ നിർബന്ധിക്കുന്നു. ಪರಿಶುದ್ಧಾತ್ಮನು ನಿಮ್ಮನ್ನು ಒತ್ತಾಯಪಡಿಸ್ತಿರೋದಾಗಿದೆ. ഏത് സാഹചര്യത്തിലും ಯಾವುದೇ ಸನ್ನಿವೇಶದಲ್ಲೂ ഉപവാസ പ്രാർത്ഥനയ്ക്ക് വന്നിരിക്കാൻ ಉಪವಾಸ ಪ್ರಾರ್ಥನೆ ಮತ್ತು ಕೂತ್ಕೊಳ್ಳಿಕ್ಕೆ താല്പര്യം തോന്നിക്കുന്നെങ്കിൽ ಆಗ್ರಹ ನಿಮ್ಮ ಒಳಗಡೆ ಹೆಚ್ಚುತ್ತಿರುವುದಾದ್ರೆ പരിശുദ്ധാത്മാവ് നിർബന്ധിച്ചുകൊണ്ട് ಪವಿತ್ರಾತ್ಮನು ನಿಮ್ಮನ್ನು ಒತ್ತಾಯಪಡಿಸ್ತಿರೋದಾಗಿದೆ. ഏത് സമയത്തും സാഹചര്യത്തിലും ಯಾವುದೇ ಸಮಯದಲ್ಲೂ ಸನ್ನಿವೇಶದಲ್ಲೂ ദൈവം ഇഷ്ടം ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ದೇವರ ಇಷ್ಟವನ್ನ ಮಾಡುವುದಕ್ಕೆ ನೀವು ಬಯಸುತ್ತಾ ಇದ್ರೆ പരിശുദ്ധാത്മാവ് നിർബന്ധിക്കും. ಪವಿತ್ರಾತ್ಮನು ನಿಮ್ಮನ್ನು ಒತ್ತಾಯಪಡಿಸಿದ್ದಾರೆ. നിർബന്ധിക്കുക. ನಿಮ್ಮನ್ನು ಒತ್ತಾಯಪಡಿಸಿದ್ದಾರೆ. ഹല്ലേലൂയ. എന്താ നിർബന്ധിക്കാന്ന് പറയുന്നത്? ಏನಾಗಿದೆ ಒತ್ತಾಯಪಡಿಸೋದು ಅಂದ್ರೆ? എനിക്ക് എന്റെ പിള്ളേരെ നിർബന്ധിക്കാൻ പറ്റും. ನಾನು ನನ್ನ ಮಕ್ಕಳಿಗೆ ಒತ್ತಾಯಪಡಿಸಬಹುದು. നിർബന്ധിക്കാൻ കാരണം ಒತ್ತಾಯಪಡಿಸಕ್ಕೆ ಕಾರಣ എനിക്ക് അവരെ കുറിച്ച് ചില പദ്ധതിയുണ്ട്. ನನಗೆ ಅವರ ಕುರಿತಾಗಿ ಕೆಲವು ಉದ್ದೇಶಗಳಿದೆ. അവിടെ എത്താൻ വേണ്ടി ഞാൻ ಆ നിർബന്ധിക്കും. ಉದ್ದೇಶಕ್ಕೆ ತಲುಪುವುದಕ್ಕಾಗಿದೆ ನಾನು ಅವರಿಗೆ ಒತ್ತಾಯ ಮಾಡೋದು. എവിടെ ഞാൻ മടുക്കുമോ ನಾನು ಎಲ್ಲಿ ನಾನ್ ಬೇಸತ್ತು അവിടെ ಹೋಗುತ್ತೇನೋ ദൈവത്തിന്റെ ആത്മാവ് ಅಲ್ಲಿ ದೇವರ ಆತ್ಮನು ನಾವು ಬೇಸತ್ತು ಹೋಗುವಾಗ ನಮ್ಮನ್ನ ನಿರ್ಬಂಧಪಡಿಸ್ತಾರೆ. ഹല്ലേലൂയ. അവിടെയാണ് നമ്മൾ ഫ്രീ ആവുന്നത്. ಅಲ್ಲಾಗಿದೆ ನಾವು ಸ್ವತಂತ್ರವಾಗುವಂತದ್ದು. ഹല്ലേലൂയ. അത് പല രീതിയിലായിരിക്കും നിർബന്ധിക്കുന്നത്. ದೇವರ ಆತ್ಮನು ನಮ್ಮನ್ನು ಒತ್ತಾಯಪಡಿಸೋದು ಅನೇಕ ರೀತಿಯಲ್ಲಾಗಿರ್ತದೆ. ഇത് നമുക്ക് സ്വന്തം മനസ്സിലാകണം. ಇದು ನಮಗೆ ಸ್ವಂತವಾಗಿ ನಮಗೆ ಅರ್ಥವಾಗಬೇಕು. ഓരോരുത്തർക്ക് സ്വന്തം മനസ്സിലാകുമ്പോഴാണ് ಒಬ್ಬೊಬ್ಬರಿಗೂ ಇದು ಸ್ವಂತವಾಗಿ ಅರ್ಥವಾಗುವಾಗಿದೆ ആത്മീയ വളർച്ച ഉണ്ടാകും. ಆತ್ಮಿಕ ಬೆಳವಣಿಗೆ ಉಂಟಾಗುವಂತದ್ದು. ആത്മീയ വളർച്ച വരുന്നില്ല. ಅದಕ್ಕಿಂತ ಮುಂಚೆ ಆತ್ಮಿಕ ಬೆಳವಣಿಗೆ ಬರಲ್ಲ. കാരണം ഒരു കുഞ്ഞിനെ കാര്യ ഗൗരവം അറിയില്ലെങ്കിൽ ಯಾಕಂದ್ರೆ ಒಂದು ಮಗುವಿಗೆ ವಿಷಯದ ಗೌರವ ಅರ್ಥ ಆಗಿಲ್ಲ ಅಂದ್ರೆ അത് വളരുന്നില്ല. ಅದು ಬೆಳೀತಾ ಇಲ್ಲ. അതിന്റെ ബുദ്ധി വളർന്നിട്ടില്ല. ಅದರ ಬುದ್ಧಿ ಬೆಳೀತಾ ಇಲ್ಲ. അറിവ് വളർന്നിട്ടില്ല. ಅದರ ಅರಿವು ಬೆಳೀತಾ ಇಲ್ಲ. ഇതേപോലെ ಇದೇ ರೀತಿ പരിശുദ്ധാത്മാവ് നമ്മളെ നിർബന്ധിക്കുന്നത് ಪವಿತ್ರಾತ್ಮನು ನಮ್ಮನ್ನು ಒತ್ತಾಯಪಡಿಸೋದು നമ്മൾ അറിയുന്നില്ലെങ്കിൽ ನಮಗೆ ಗೊತ್ತಾಗ್ತಿಲ್ಲ ಅಂದ್ರೆ നമ്മുടെ ആത്മീയ തലത്തിൽ വളർന്നിട്ടില്ല. ನಾವು ಆತ್ಮಿಕ ಹಂತದಲ್ಲಿ ಬೆಳೆದಿಲ್ಲ. അങ്ങനെ വളരാതിരുന്നാൽ ಹಾಗೆ ನಾವು ಬೆಳೆಯದೇ ಇದ್ರೆ കുഞ്ഞിനെ സംബന്ധിച്ച് ಒಂದು ಮಗುವಿಗೆ ಸಂಬಂಧಿಸಿದಂತೆ എന്ത് ചെയ്യുന്നു എന്ന് അതിനറിയത്തില്ല. ಏನ್ ಮಾಡ್ಬೇಕು ಎಂಬುದಾಗಿ ಆ ಮಗು ಗೊತ್ತಾಗಲ್ಲ. എന്ത് സംഭവിക്കാൻ സാധ്യതയുണ്ട്. ಆ ಮಗುವಿನ ಜೀವಿತದಲ್ಲಿ ಏನ್ ಬೇಕಾದ್ರೂ ಸಂಭವಿಸಬಹುದು. മുമ്പിൽ അപകടം പതിഞ്ഞിരിക്കുന്നു. ಮುಂದೆ ಆಪತ್ತಿದೆಯೋ അല്ലല്ല എന്തിനാ പോയി ഇത് ചാടുന്നത്? ಯಾವ್ದ್ರಲ್ಲಿ ಹೋಗಿ ಈ ಮಗು ಜಿಗಿಬಹುದು. ഈ കുഞ്ഞിനെ അറിയാൻ കഴിയാത്ത വിധത്തിൽ ಈ ಮಗುವಿಗೆ ತಿಳಿಯದೇ ಇರತಕ್ಕ ರೀತಿಯಲ್ಲಿ അതിന്റെ അറിവ് വന്നിട്ടില്ല. ಅದರ ತಿಳುವಳಿಕೆ ಬಂದಿಲ್ಲ. ഇതേപോലെ ಇದೇ ರೀತಿ ദൈവമക്കൾക്ക് പലപ്പോഴും ದೇವರ ಮಕ್ಕಳಿಗೆ ಅನೇಕ ಸಲ പല രീതിയിലും അവര് പ്രശ്നങ്ങളിൽ പോയി ചാടുന്നത് ಅನೇಕ ವಿಧದಲ್ಲಿ ಅವರು ಈ ಸಮಸ್ಯೆಗಳಲ್ಲಿ ಹೋಗಿ ಬೀಳೋದು അല്ല പരിശുദ്ധാത്മാവിന്റെ നിർബന്ധമായ ജ്ഞാനം അവരകത്ത് വരുന്നില്ല. ಪರಿಶುದ್ಧಾತ್ಮನು ಒತ್ತಾಯ ಪಡಿಸುವಂತ ಜ್ಞಾನ ಅವರೊಳಗಡೆ ಬಂದಿಲ್ಲ. പേര് ദൈവമക്കളെന്ന് നമ്മൾ ಹೆಸರು ದೇವರ ಮಕ್ಕಳು ಅಂತ ನಾವು ಹೇಳೋದು. ഹല്ലേലൂയ. ಆಮೆನ್. ഹല്ലേലൂയ. അല്ലെങ്കിൽ നമ്മൾ സ്നാനപ്പെട്ടെന്നൊക്കെ അവകാശപ്പെടുന്നു. ಅಲ್ಲದೆ ಇದ್ರೆ ನಾವು ದೀಕ್ಷಾ ಸ್ನಾನ ತಗೊಂಡಿದ್ದೀವಿ ಅಂತ ಎಲ್ಲ ನಾವು ಹೇಳ್ಕೊಳ್ತೀವಿ. പക്ഷേ ആരോട് ചേരാൻ സ്നാനപ്പെട്ടു? ಆದ್ರೆ ಯಾರೊಂದಿಗೆ ಸೇರುವುದಕ್ಕಾಗಿ ದೀಕ್ಷಾ
ದೀಕ್ಷಾಸ್ನಾನ ആ ತಗೊಂಡ್ವಿ. യേശു നമ്മളെ ചിലതിലൊക്കെ നിർബന്ധിക്കുന്നുണ്ട്. ಆ ಯೇಸು ನಮ್ಮನ್ನ ಕೆಲವು ವಿಷಯಗಳಿಗಾಗಿ ಒತ್ತಾಯ ಮಾಡ್ತಿದ್ದಾರ. ആരുടെ ആത്മാവ് നമ്മളെ പ്രാപിച്ചത്? ಯಾರ ಆತ್ಮವನ್ನಾಗಿದೆ ನಾವು ಹೊಂದ್ಕೊಂಡಿದ್ದು? യേശുവിന്റെ ആത്മാവ് അല്ലേ? ಯೇಸುವಿನ ಆತ್ಮ ಅಲ್ವಾ? ആ യേശുവിന്റെ ആത്മാവ് നമ്മളെ മേലെ വന്നാൽ നമ്മളിൽ എന്താണ് സംഭവിക്കുന്നത്? ಯೇಸುವಿನ ಆತ್ಮ ನಮ್ಮಲ್ಲಿ ಬಂದ್ರೆ ನಮ್ಮಲ್ಲಿ ಏನ್ ಸಂಭವಿಸುತ್ತೆ? പല കാര്യങ്ങൾ സംഭവിക്കുന്ന ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ಅನೇಕ ವಿಷಯಗಳು ಸಂಭವಿಸುವಂತದ್ದು ನಾನು ಇಲ್ಲಿ ಹೇಳಿದ್ದೇನೆ. പരിശുദ്ധാത്മാവ് നിർബന്ധിക്കും. ಆದ್ರೆ ಪವಿತ್ರಾತ್ಮ ನಮ್ಮನ್ನ ಒತ್ತಾಯ ಮಾಡ್ತಾರೆ. പൗലോസിനെ ആത്മാവ് നിർബന്ധിച്ചു. ಪೌಲನನ್ನ ಪವಿತ್ರಾತ್ಮನು ಒತ್ತಾಯ ಮಾಡಿದನು. യേശുവിനെ ആത്മാവ് നിർബന്ധിച്ചു. ಯೇಸುವನ್ನ ಪವಿತ್ರಾತ್ಮನು ಒತ್ತಾಯ ಮಾಡಿದನು. എവിടേക്ക് നിർബന്ധിച്ചു? ಎಲ್ಲಿಗೆ? ലൂക്കോസ് 4 ಲೂಕನ ಸುವಾರ್ತೆ 4ನೇ യേശുവിനെ ആത്മാവ് ഉപവസിപ്പാൻ മരുഭൂമിയിലേക്ക് നിർബന്ധിച്ചു. ಯೇಸುವನ್ನ ಉಪವಾಸ ಮಾಡುವುದಕ್ಕಾಗಿ ಪವಿತ್ರಾತ್ಮನು ಮರುಭೂಮಿಗೆ ಒಯ್ಯಲ್ಪಡುವುದಕ್ಕಾಗಿ ಒತ್ತಾಯ ಮಾಡಿದನು. ഉപവസിക്കാൻ ആത്മാവ് നിർബന്ധിക്കുന്നില്ലെങ്കിൽ അത് ദൈവാത്മാവല്ല. ಇವತ್ತು ಉಪವಾಸ ಮಾಡ್ಲಿಕ್ಕೆ ಒತ್ತಾಯ ಮಾಡ್ತಾ ಇಲ್ಲ ಅಂತ ಹೇಳಿದ್ರೆ ಅದು ದೇವರಾತ್ಮ ಅಲ್ಲ. ദൈവത്തിന്റെ ആത്മാവ് എന്തിലേക്കാണ് നിർബന്ധിക്കുന്നത്? ದೇವರ ಆತ್ಮ ನಮ್ಮನ್ನ ಯಾವ ಕಡೆಗೆ ಒತ್ತಾಯ ಮಾಡ್ತಾನೆ? ഉപവസിച്ച് പ്രാർത്ഥിക്കാൻ നിർബന്ധിക്കും. ಉಪವಾಸ ಮಾಡಿ ಪ್ರಾರ್ಥನೆ ಮಾಡುವುದಕ್ಕಾಗಿ ದೇವರ ಆತ್ಮ ಒತ್ತಾಯ ಮಾಡ್ತಾನೆ. നിർബന്ധിക്കും. ಪ್ರಾರ್ಥನೆ ಮಾಡುವುದಕ್ಕಾಗಿ ಒತ್ತಾಯ ಮಾಡ್ತಾನೆ. ആരാധിക്കാൻ നിർബന്ധിക്കും. ಆರಾಧನೆ ಮಾಡುವುದಕ್ಕಾಗಿ ಒತ್ತಾಯ ಮಾಡ್ತಾರೆ. ഹല്ലേലൂയ. ഈ ആരാധിക്കുമ്പോൾ ಈ ಆರಾಧನೆ ಮಾಡುವಾಗ ദൈവത്തെ നമ്മൾ പ്രസാദിപ്പിക്കുക. ದೇವರನ್ನ ನಾವು ಮೆಚ್ಚಿಸುತ್ತಿದ್ದೇವೆ. ദൈവത്തെ പ്രസാദിപ്പിക്കുമ്പോൾ ದೇವರನ್ನ ನಾವು ಮೆಚ್ಚಿಸುವಾಗ തല നമ്മുടെ മേൽ വെളിപ്പെടും. ಬೇರೊಂದು ಹಂತ ನಮ್ಮಲ್ಲಿ ಪ್ರಕಟವಾಗುತ್ತೆ. ആത്മശക്തി നമ്മൾ പലതിലും പിടിപ്പിക്കപ്പെടും. ಆತ್ಮಶಕ್ತಿ ನಮ್ಮಲ್ಲಿ ಇಳಿದು ಅನೇಕ ವಿಷಯದಲ್ಲಿ ಬಿಡುಗಡೆಯೂ ನಡೀತದೆ. പ്രസാദിക്കുകയും ചെയ്യും. ದೇವರು ಮೆಚ್ಚುತ್ತಲೂ ಇರ್ತಾನೆ. ನಾವು ಬಿಡುಗಡೆಯಾಗುತ್ತಲೂ ಇರ್ತೇವೆ. ആരാധനയിൽ രണ്ട് കാര്യം ഒരുപോലെ. ಆರಾಧನೆಯಲ್ಲಿ ಒಂದೇ ಸಮಯದಲ್ಲಿ ಎರಡು ವಿಷಯ ನಡೆಯುತ್ತದೆ. ഇതേപോലെ പ്രാർത്ഥിക്കുമ്പോൾ ಇದೇ ರೀತಿಯಲ್ಲಿ ಪ್ರಾರ್ಥನೆ ಮಾಡುವಾಗ ദൈവത്തോട് നമ്മൾ സംസാരിക്കുകയും ചെയ്യും. ದೇವರೊಂದಿಗೆ ನಾವು ಮಾತಾಡ್ತಲೂ ಇರ್ತೇವೆ. ನಾವು ಬಿಡುಗಡೆಯಾಗುತ್ತಲೂ ಇರ್ತೇವೆ. ഉപവസിക്കുമ്പോൾ ಉಪವಾಸ ಮಾಡುವಾಗ ദൈവത്തോടുകൂടി നമ്മൾ വസിക്കുകയും ದೇವರೊಂದಿಗೆ ನಾವು ವಾಸ ಮಾಡ್ತಲೂ ಇರ್ತೇವೆ. ശക്തി നമ്മൾ നിറയുകയും ചെയ്യും. ದೇವರ ಶಕ್ತಿಯಿಂದ ನಾವು ತುಂಬಲ್ಪಡುತ್ತಲೂ ಇರ್ತೇವೆ. അതുകൊണ്ടാണ് ദൈവാത്മാവ് നമ്മളെ നിർബന്ധിക്കുന്നത്. ಆದ ಕಾರಣವೇ ಈ ವಿಷಯಗಳಿಗಾಗಿ ದೇವರ ಆತ್ಮನು ನಮ್ಮನ್ನು ಒತ್ತಾಯ ಮಾಡುವಂತದ್ದು. അങ്ങനെ ഒരു സ്ഥലം കിട്ടുമോ? ಆ ರೀತಿಯಾದ ಒಂದು ಸ್ಥಳ ಸಿಗುತ್ತಾ? എന്നോട് കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ, ನನ್ನ ಜೊತೆಯಲ್ಲಿ ಕೂತು ಪ್ರಾರ್ಥನೆ ಮಾಡ್ಲಿಕ್ಕೆ, എന്നോട് കൂടെ ആരാധിക്കാൻ, ನನ್ನ ಜೊತೆಯಲ್ಲಿ ಆರಾಧನೆ ಮಾಡ್ಲಿಕ್ಕೆ എന്നെ ആത്മാവ് നിർബന്ധിക്കുന്നത് കൊണ്ട് ನನ್ನನ್ನ ದೇವರಾತ್ಮ ಒತ್ತಾಯ ಮಾಡ್ತಿರೋದ್ರಿಂದ അങ്ങനെ ഒരു സ്ഥലം ഉണ്ടോ? ಆ ರೀತಿಯಾದ ಒಂದು ಸ್ಥಳ ಇದೆಯಾ? അങ്ങനെ ഒരു സ്ഥലം തന്നെ ഇത്. ಆ ರೀತಿಯಾದ ಒಂದು ಸ್ಥಳವೇ ಇದು. ഹല്ലേലൂയ. ಆಮೆನ್. അങ്ങനെ നിർബന്ധിക്കുന്നില്ലെങ്കിൽ ಹಾಗೆ ದೇವರಾತ್ಮ ನಿಮ್ಮನ್ನ ಒತ್ತಾಯ ಮಾಡ್ತಾ ಇಲ್ಲ ಅಂದ್ರೆ ചിലപ്പോൾ മറ്റു കാര്യങ്ങളെല്ലാം ശരിയായിരിക്കാം. ಕೆಲವೊಮ್ಮೆ ನಿಮ್ಮ ಜೀವಿತದ ಬೇರೆಲ್ಲ ವಿಷಯಗಳು ಸರಿಯಾಗಿರ್ಬೋದು, തിരക്കായിരിക്കാം, ಬಿಸಿ ಇರ್ಬೋದು. ആമ എന്ത് നല്ല കാര്യം ചെയ്താലും ಯಾವುದೇ ಒಳ್ಳೆ ವಿಷಯ ಮಾಡಿದ್ರು അതിനെല്ലാം പ്രതിഫലങ്ങളുണ്ട്. ಅದೆಲ್ಲದಕ್ಕೂ ಪ್ರತಿಫಲಗಳಿದೆ. പരിശുദ്ധാത്മാവ് നിർബന്ധിക്കുന്നില്ലെങ്കിൽ, ಆದ್ರೆ ಪವಿತ್ರಾತ್ಮ ನಿಮ್ಮನ್ನ ಒತ್ತಾಯ ಮಾಡ್ತಾ ಇಲ್ಲ ಅಂದ್ರೆ ദൈവപ്രവൃത്തി അനുഭവിക്കാൻ കഴിയത്തില്ല. ದೇವರ ಕಾರ್ಯವನ್ನು ನೀವು ಅನುಭವಿಸಕ್ಕಾಗಲ್ಲ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯ. ഏറ്റവും നല്ലത് ಬಹಳ ಒಳ್ಳೆಯದು എന്നിൽ ദൈവപ്രവൃത്തി വെളിപ്പെടുന്നത്. ನಮ್ಮಲ್ಲಿ ದೇವರ ಕಾರ್ಯ ಪ್ರಕಟವಾಗುವಂತದ್ದಾಗಿದೆ. ലോകത്തിൽ ഞാൻ ആരായി മാറുക? ಈ ಲೋಕದಲ್ಲಿ ನಾನು ಯಾರಾಗಿ ಮಾರ್ಪಟ್ಟರು ഞാൻ വെറും സീറോയാണ്. ನಾನು ಕೇವಲ ಶೂನ್ಯವಾಗಿದೆ. എന്നിൽ ദൈവപ്രവൃത്തി വെളിപ്പെട്ട ಅದು ನನ್ನಲ್ಲಿ ದೇವರ ಕಾರ್ಯ ಪ್ರಕಟವಾದ್ರೆ അത് നിത്യത്തിലേക്ക് ചെന്നെത്തും. ಅದು ನಿತ್ಯ ಜೀವಕ್ಕೆ ತಲುಪುವಂತದ್ದಾಗಿದೆ. ദൈവപ്രവൃത്തി എന്നിൽ വെളിപ്പെടാനാണ് ആത്മാവ് നിർബന്ധിക്കുന്നത്. ದೇವರ ಕಾರ್ಯ ನನ್ನಲ್ಲಿ ಪ್ರಕಟವಾಗುವುದಕ್ಕೋಸ್ಕರನೇ ದೇವರ ಆತ್ಮನ ನಮ್ಮನ್ನು ಒತ್ತಾಯ ಮಾಡೋದು. എവിടെ പറയപ്പെടുന്നത് പോലെ ಇಲ್ಲಿ ಹೇಳಲ್ಪಡುವ ಹಾಗೆ ബുദ്ധിപരമായിട്ടോ ಬುದ್ಧಿಗೆ ಸಂಬಂಧಪಟ್ಟಂತೆಯೋ തയ്യാറാക്കിയിട്ട് ഒന്നും ಸಿದ್ಧಪಡಿಸಿಯೋ മെസ്സേജ് ഇവിടെ പറയേണ്ട കാര്യമില്ല. ಯಾವ ಪ್ರಸಂಗವನ್ನು ಹೇಳಬೇಕಾಗಿಲ್ಲ. കർത്താവ് ആഗ്രഹിക്കുന്ന കാര്യങ്ങളോട് പറയപ്പെടും. ಕರ್ತನ ಆಸೆ ಪಡುವಂತ ವಿಷಯ ಇಲ್ಲಿ ಹೇಳಲ್ಪಡುತ್ತೆ. ആത്മാവ് പറയുന്ന ചെവിയുള്ളവൻ കേൾക്കട്ടെ. ದೇವರ ಆತ್ಮ ಹೇಳುವುದನ್ನ ಕಿವಿಯುಳ್ಳವನು ಕೇಳಲಿ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯ. വേറെ ഒന്നും ഞങ്ങൾ ചിന്തിക്കേണ്ട കാര്യമില്ല. ಬೇರೆ ಯಾವುದನ್ನ ನಾವು ಯೋಚನೆ ಮಾಡಬೇಕಾಗಿಲ್ಲ. ഹല്ലേലൂയ. അത് ഭംഗിയായിട്ട് ചെയ്താൽ, ಅದು ಸುಂದರವಾಗಿ ಮಾಡಿದ್ರೆ ಯೇಸು സ്നാനപ്പെടാൻ ದೀಕ್ಷಾಸ್ನಾನ ತಗೊಳ್ಳಿಕ್ಕೆ മത്തായിയുടെ 3-ാം അധ്യായത്തിൽ ಮತ್ತಾಯನ ಬರೆಸುವ 3ನೇ ಅಧ್ಯಾಯದಲ್ಲಿ യോഹന്നാന്റെ അടുക്കലേക്ക് വന്നു. ಯೋಹಾನನ ಬಳಿಗೆ ಬಂದನು. യോഹന്നാൻ പറഞ്ഞു, ಯೋಹಾನನ ಹೇಳ್ದ, അയ്യോ ഞാൻ പലരെയും സ്നാനപ്പെടുത്തി, ನಾನು ಅನೇಕರಿಗೆ ದೀಕ್ಷಾಸ್ನಾನ ಕೊಟ್ಟಿದ್ದೆ, പക്ഷെ ನಿನ್ನೆಯಲ್ಲ ഞാൻ ಸ್ನಾനപ്പെടുത്തി. ಆದ್ರೆ ನಿನ್ನನ್ನು ನಾನೆಲ್ಲ ದೀಕ್ಷಾಸ್ನಾನ ಮಾಡಬೇಕಾണ്, സ്നാനപ്പെടുത്തുന്നത് ನೀನು ನನ್ನನ್ನ ದೀಕ್ಷಾಸ್ನಾನ ಪಡಿಸಬೇಕು. യേശു പറഞ്ഞു, ಯೇಸು ಹೇಳಿದ್ರು, സകല നീതിയും ಈಗ ನಾವು ಎಲ್ಲಾ ಧರ್ಮವನ್ನು ചെയ്യുന്നത് ഉചിതമാണ്. ನಾವು ನೆರವೇರಿಸಬೇಕಲ್ಲ. നീ നിന്നെ ദൈവമേൽപ്പിച്ചത് നീ ചെയ്യുക. ನಿನಗೆ ಒಪ್ಪಿಸಿದ್ದನ್ನ ನೀನು ಮಾಡು. നിന്നെ ഞാൻ സ്നാനപ്പെടുത്താം. ನಿನ್ನನ್ನ ದೀಕ್ಷಾಸ್ನಾನ ಕೊಡ್ತೇನೆ. അല്ല, മുഴുവൻ പേരെ ഞാൻ സ്നാനപ്പെടുത്തും. ನಿನ್ನನ್ನು ಮಾತ್ರ ಅಲ್ಲ, ನಾನು ಎಲ್ಲರಿಗೂ ದೀಕ್ಷಾಸ್ನಾನ ಕೊಡ್ತೇನೆ. തീയാനുള്ള, ಅದು ಬೆಂಕಿಯಿಂದಿರುವ, ആത്മാവിലുള്ള, ಆತ್ಮದಿಂದಿರುವ സ്നാനത്തെ ದೀಕ್ಷಾಸ್ನಾನವನ್ನ ഞാൻ ചെയ്യും. ನಾನು ಮಾಡ್ತೇನೆ. ഇപ്പോൾ നീ ഇത് ചെയ്യുക. ಈಗ ನೀನು ಇದನ್ನು ಮಾಡು എന്ന് പറഞ്ഞതുപോലെ ಎಂಬುದಾಗಿ ಹೇಳಿದ ಹಾಗೆ ഹല്ലേലൂയ. ദൈവം ഏൽപ്പിക്കുന്ന കാര്യം ചെയ്യുന്നതാണ് ದೇವರು ಒಪ್ಪಿಸಿದ
ಕಾರ್ಯವನ್ನ ಮಾಡುವುದಾಗಿದೆ വിശ്വസ്തത. ನಂಬಿಗಸ್ತಿಕೆ. ഓ ദൈവം പറയുന്ന കാര്യം പറയാൻ പറഞ്ഞത് പറയാൻ വിശ്വസ്തതയാണ്. ದೇವರು ನಮ್ಗೆ ಹೇಳಲಿಕ್ಕೆ ಕೇಳಿದ್ದಾನೆ, ನಾವು ಹೇಳಿದ್ರೆ ಅದು ನಂಬಿಗಸ್ತಿಕೆ, അത് ദൈവ വേലയാണ്. ಅದು ದೇವರ ಸೇವೆ. ഹല്ലേലൂയ. ಆಮೆನ್. കർത്താവിന് സ്തോത്രം ചെയ്യാം. ಕರ್ತನಿಗೆ ಸ್ತೋತ್ರ ಮಾಡೋಣ. ആ ദൈവ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. ದೇವರ ಕರಗಳಲ್ಲಿ ನಮ್ಮನ್ನು ಒಪ್ಪಿಸೋಣ. ഹല്ലേലൂയ. യേശുവിന്റെ നല്ല ആഗ്രഹത്തിന് ദൈവത്തെ നമുക്ക് ಯೇಸುವಿನ ಒಳ್ಳೆ ಆಸೆಗಾಗಿ ನಾವು ದೇವರಿಗೆ ಸ್ತೋತ್ರ ಮಾಡೋಣ. പലരുടെ ആഗ്രഹത്തിന് ಅನೇಕರ ಆಸೆಗೆ നമ്മൾ കുറെ നാൾ ജീവിച്ചതല്ലേ. ನಾವು ಅನೇಕರ ಆಸೆಗೆ ಸಂಬಂಧಪಟ್ಟಂತೆ ಜೀವನ ಮಾಡಿದವರಲ್ವಾ ಅನೇಕ ದಿನ. അവരെല്ലാം അവരെ കാര്യം വിട്ട് അവരങ്ങ് പോയില്ലേ. ಅವರೆಲ್ಲ ಅವರವರ ವಿಷಯ ಆದ್ಮೇಲೆ ಅವ್ರು ಹೋಗ್ಲಿಲ್ವಾ. പക്ഷെ യേശുവിന്റെ ಆഗ്രಹത്തെ നമ്മൾ നിന്നാൽ, ಆದ್ರೆ ಯೇಸುವಿನ ಆಸೆಗೆ ತಕ್ಕಂತೆ ನಾವು ನಿಂತ್ರೆ യേശു ഒരിക്കലും നമ്മളെ വിട്ടു പോകും. ಯೇಸು ಎಂದಿಗೂ ನಮ್ಮನ್ನು ಬಿಟ್ಟು ಹೋಗಲ್ಲ. അല്ലല്ല, പലപ്പോഴും നമ്മുടെ ആഗ്രഹത്തെ നമ്മൾ ജീവിച്ചത്. ಅನೇಕ ಬಾರಿ ನಮ್ಮ ಆಸೆಗೆ ತಕ್ಕಂತೆ ನಾವು ಜೀವಿಸಿದವರಲ್ವಾ. ദുഃഖവും വിഷയവും മാത്രമല്ലേ ഉള്ളൂ. ಆ ರೀತಿಯಲ್ಲಿ ಜೀವಿಸಿ ದುಃಖ ಸಮಸ್ಯೆಗಳು ಅಷ್ಟೇ ಇರುವುದಲ್ವಾ. പക്ഷെ യേശുവിന്റെ ആഗ്രഹത്തിന് ജീവിച്ച, ಆದ್ರೆ ಯೇಸುವಿನ ಆಸೆಗೆ ತಕ್ಕಂತೆ ಜೀವಿಸಿದ್ರೆ ദുഃഖത്തെ അവൻ സന്തോഷമാക്കി, ದುಃಖವನ್ನು ಅವನು ಸಂತೋಷವಾಗಿ ಮಾಡ್ತಾನೆ. ഹല്ലേലൂയ. ಆಮೆನ್. എനിക്ക് ഏത് കാര്യം ചെയ്യാനും ನಮಗೆ ಯಾವುದೇ ವಿಷಯಗಳನ್ನು ಮಾಡ್ಲಿಕ್ಕೂ അപ്പന്റെ അനുവാദം വേണം, ತಂದೆಯ ಅನುಮತಿ ಬೇಕು, അമ്മയുടെ അനുവാദം വേണം, ತಾಯಿಯ ಅನುಮತಿ ಬೇಕು, ഭർത്താവിന്റെ അനുവാദം, ಗಂಡನ ಅನುಮತಿ ಬೇಕು, ഭാര്യയുടെ അനുവാദം വേണം, ಹೆಂಡತಿಯ ಅನುಮತಿ ಬೇಕು, മക്കളോട് ആലോചിക്കണം. ಮಕ್ಕಳೊಂದಿಗೆ ಯೋಚನೆ ಮಾಡಬೇಕು. പക്ഷെ ഞാൻ സുഖമായിരിക്കാം, ಆದ್ರೆ ನಾನು ಸುಖವಾಗಿರಲಿಕ್ಕೆ എല്ലായിടത്തും ಎಲ್ಲಾ ಸ್ಥಳದಲ್ಲೂ എല്ലായ്പ്പോഴും ಎಲ್ಲಾ ಸಮಯದಲ್ಲೂ കുടുംബവും സുഖമായിരിക്കാം, ನನ್ನ ಕುಟುಂಬ ಸುಖವಾಗಿರಲಿಕ್ಕೆ ഞാൻ യേശുവിന്റെ ആഗ്രഹത്തിലേക്ക് ആകണം. ನಾನು ಯೇಸುವಿನ ಆಸೆಗೆ ತಕ್ಕಂತೆ ಆಗಬೇಕು. അതിന് ആത്മാവ് നിർബന്ധിക്കാൻ നമ്മളെ വിട്ടുകൊടുക്കും. ಅದಕ್ಕಾಗಿ ದೇವರ ಆತ್ಮನನ್ನು ನಿರ್ಬಂಧಪಡಿಸಲಿಕ್ಕಾಗಿ ನಮ್ಮನ್ನು ಬಿಟ್ಟುಕೊಡೋಣ. ഹല്ലേലൂയ. ಆಮೆನ್. ഹല്ലേലൂയ. എനിക്കൊരു കാര്യം അറിയാം. ನನಗೊಂದು ವಿಷಯ ಗೊತ್ತು. ദൈവത്തിന്റെ ആത്മാവ് ഹൃദയങ്ങളെ വിവേചിച്ച് സംസാരിക്കും. ದೇವರ ಆತ್ಮನು ಹೃದಯಗಳನ್ನ ವಿವೇಚಿಸಿ ಮಾತಾಡೋನಾಗಿದ್ದಾನೆ. അവസ്ഥ കർത്താവ് സംസാരിക്കും. ಒಬ್ಬೊಬ್ಬರ ಪರಿಸ್ಥಿತಿಯನ್ನು ದೇವರ ಆತ್ಮನ ಮಾತನಾಡ್ತಾನೆ. നിങ്ങൾ എന്തായി മാറണം, ನೀವು ಏನ್ ಆಗಬೇಕು അതും ദൈവം സംസാരിക്കും. ಅದನ್ನು ದೇವರು ಮಾತಾಡ್ತಾನೆ ಇರ್ತಾನೆ. വിട്ടുകൊടുക്കുന്ന പടക് നിറയും, ಬಿಟ್ಟುಕೊಡುವಂತ ದೋಣಿ ತುಂಬಲ್ಪಡುತ್ತೆ, വിട്ടുകൊടുക്കുന്ന വീട്ടിൽ അത്ഭുതം നടക്കും, ಬಿಟ್ಟುಕೊಡುವಂತ ಮನೆಯಲ್ಲಿ ಅದ್ಭುತ ನಡೀತದೆ, വിട്ടുകൊടുക്കുന്ന വ്യക്തി വിടുവിക്കപ്പെടും, ಬಿಟ್ಟುಕೊಡುವಂತ ವ್ಯಕ್ತಿ ಅದ್ಭುತವನ್ನ ಕಾಣ್ತಾನೆ. ഹല്ലേലൂയ. വിട്ടുകൊടുക്കുന്ന വിട്ടുകൊടുക്കുന്ന എന്തും, ഹല്ലേലൂയ, ಬಿಟ್ಟುಕೊಡುವಂತ ಯಾವರಾಗಿದ್ದು ദൈവശക്തി വ്യാപരിക്കും. ಅಲ್ಲಿ ದೈವಶಕ್ತಿ ವ್ಯಾಪರಿಸುತ್ತದೆ. നമുക്ക് വിട്ടുകൊടുക്കാം ദൈവകരങ്ങൾ. ನಮ್ಮನ್ನು ನಾವು ಸಮರ್ಪಿಸೋಣ ದೇವರ ಕರಗಳಲ್ಲಿ. അത്ഭുതം ദൈവം തന്നെ. ಕರ್ತನ ಅದ್ಭುತದ ದೇವರೇ ಆಗಿದ್ದಾನೆ. ഹല്ലേലൂയ. ബുദ്ധിക്ക് കുഴപ്പമൊന്നുമില്ല, ഹല്ലേലൂയ. ಬುದ್ಧಿಗೆ ಸಮಸ್ಯೆ ಇಲ್ಲ, നല്ല പഠനവുണ്ട്, ಒಳ್ಳೆ ವಿದ್ಯಾಭ್ಯಾಸ ಇದೆ, ഹല്ലേലൂയ. നല്ല മാറ്റങ്ങൾ ലോകത്തെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ದೊಡ್ಡ ದೊಡ್ಡ ಬದಲಾವಣೆಗಳು ಲೋಕದಲ್ಲಿ ನಡೀತಾ ಇದೆ. പക്ഷേ എന്നെ മുമ്പോട്ട് വിടാത്ത, ಆದ್ರೆ ನನ್ನನ್ನು ಮುಂದಕ್ಕೆ ಬಿಡದೇ ಇರುವ, എന്റെ വിഷയത്തിന് പരിഹാരമില്ല, ನನ್ನ ವಿಷಯಕ್ಕೆ ಪರಿಹಾರ ಇಲ್ಲದೆ ಇರುವ, ഇത്രയും വികസനങ്ങൾ സംഭവിക്കുമ്പോഴും ಇಷ್ಟೊಂದು ಅಭಿವೃದ್ಧಿ ಲೋಕದಲ್ಲಿ ಸಂಭವಿಸುವಾಗಲೂ എന്റെ വിഷയത്തിനൊരു മാറ്റം വരുന്നില്ലെങ്കിൽ, ನನ್ನ ವಿಷಯದಲ್ಲಿ ಒಂದು ಅಭಿವೃದ್ಧಿ ಆಗ್ತಾ ಇಲ್ಲ ആ ಅಂದ್ರೆ ദൈവത്തിന്റെ വാക്ക് കേൾക്കുക, ದೇವರ ಮಾತನ್ನ ಕೇಳಿರಿ, ആത്മാവ് നിർബന്ധിക്കുന്ന തെറ്റിപ്പോ, ದೇವರ ಆತ್ಮನ ಒತ್ತಾಯಪಡಿಸುವ ಸ್ಥಳಗಳಿಗೆ ಹೋಗಿರಿ. അങ്ങനെ യേശുവിനെ ആത്മാവ് നിർബന്ധിക്കും. ಹೀಗೆ ಯೇಸುವನ್ನ ದೇವರ ಆತ್ಮನ ಒತ್ತಾಯಪಡಿಸಿದನು. ഹല്ലേലൂയ. ಆಮೆನ್. ഞാനൊരു ദൈവ പൈതലായിരിക്കുമ്പോൾ ನಾನೊಂದು ದೇವರ ಮಗನಾಗಿರುವಾಗ ആത്മാവ് നിർബന്ധിക്കേണ്ടത് ആവശ്യമാണ്. ನನ್ನನ್ನು ದೇವರ ಆತ್ಮನ ಒತ್ತಾಯಪಡಿಸಬೇಕಾಗಿರುವುದು ಪ್ರಾಮುಖ್ಯವಾದ ವಿಷಯ. നിർബന്ധിക്കുന്നില്ലെങ്കിൽ ನನ್ನ ದೇವರ ಆತ್ಮ ಒತ್ತಾಯ ಮಾಡ್ತಿಲ್ಲ ಅಂದ್ರೆ നിർബന്ധിക്കേണ്ടവൻ കൂടെ ഇല്ലെന്നാണ് അതിന്റെ അർത്ഥം. ಒತ್ತಾಯಪಡಿಸಬೇಕಾದವನ್ ಜೊತೆಯಲ್ಲಿ ಇಲ್ಲ ಎಂಬುದಾಗಿ ಅದರ ಅರ್ಥ. ആമേ. എന്റെ ആത്മാവില്ലാത്തവ എനിക്കുള്ളവനല്ലെന്ന് കർത്താവ് പറയും. ಯೇಸು ಹೇಳ್ತಾರೆ, ನನ್ನ ಆತ್ಮವಿಲ್ಲದವನು ನನಗಿರುವವನಲ್ಲ. ഹല്ലേലൂയ. ಆಮೆನ್. ഇത് നമ്മൾ ഉപവാസ പ്രാർത്ഥനയ്ക്ക് വരാതിരുന്നാൽ ಇವತ್ತು ನಾವು ಉಪವಾಸ ಪ್ರಾರ್ಥನೆ ಬರ್ದೇ ಇದ್ರೆ ഇത് നമുക്ക് കേൾക്കാൻ കഴിയത്തില്ല. ಇದನ್ನ നമുക്ക് ಕೇಳಲಿಕ್ಕೆ ಆಗೋದಿಲ್ಲ. ഈ ഉപവാസ പ്രാർത്ഥന ಈ നടക്കാതിരുന്നാൽ ಉಪವಾಸ ಪ್ರಾರ್ಥನೆಯಲ್ಲಿ ನಡೆಯದೆ ಇದ್ರೆ അതിനെ നമുക്ക് കേൾക്കാൻ ಈ പറ്റുന്നില്ല. ವಾಕ್ಯ ನಮಗೆ ಕೇಳಲಿಕ್ಕೆ ಆಗೋದಿಲ್ಲ. എത്ര നല്ലവനാ കർത്താവ്. ಎಷ್ಟು ಒಳ್ಳೆಯವನಾಗಿದ್ದಾನೆ ಕರ್ತನು. ಆಮೆನ್. ഹല്ലേലൂയ. എണീറ്റ് നിൽക്കുമ്പോൾ, ഇവിടെ നിൽക്കുമ്പോൾ തന്നെ ನಾವಿಲ್ಲಿ ನಿಲ್ಲುವಾಗಲೇ കർത്താവ് തന്നത് പറയുവാൻ ಕರ್ತನು ಕೊಡುವುದನ್ನು ಹೇಳುವುದಕ್ಕೆ എന്തുകൊണ്ട് ജനത്തിന് വരാൻ കഴിയുന്നില്ല? ಈ ರೀತಿಯಲ್ಲಿ ಹೇಳುವಾಗಲೂ ಜನಗಳಿಗೆ ಯಾಕೆ ಬರ್ಲಿಕ್ಕೆ ಆಗುತ್ತಾ ಇಲ್ಲ? ഹല്ലേലൂയ. കാരണങ്ങളുണ്ട് പറയാം. ಅದಕ್ಕೆ ಅನೇಕ ಕಾರಣಗಳಿದೆ ಹೇಳಲಿಕ್ಕೆ. പരിശുദ്ധാത്മാവ് നിർബന്ധിക്കാത്ത നിലവാരത്തിൽ, ಆದರೆ ಅದಕ್ಕೆ ಕಾರಣವೇನೆಂದ್ರೆ ಪವಿತ್ರಾತ್ಮನು ನಿಮ್ಮನ್ನ ಒತ್ತಾಯ ಪಡಿಸದೇ ಇರತಕ್ಕ ರೀತಿಯಲ್ಲಿ ദൈവാത്മാവിനോട് ഇങ്ങനെ പറയുന്നു, ದೇವರಾತ್ಮ ನನಗೆ ಈ ರೀತಿಯಲ್ಲಿ ಹೇಳ್ತಿದ್ದಾರೆ. വർഷങ്ങളായി വിശ്വാസത്തിൽ വന്നിട്ട് ಅನೇಕ ವರ್ಷವಾಯ್ತು ನಂಬಿಕೆ ಜೀವಿತ ಬಂದು പരിശുദ്ധാത്മാവിന്റെ ബന്ധത്തിൽ നടന്നിട്ട് ಪವಿತ್ರಾತ್ಮನ ಸಂಬಂಧದಿಂದ ಆಗಲೇ ಹೋಗಿ പ്രാർത്ഥിക്കാൻ താല്പര്യമില്ലാതെ, ಪ್ರಾರ್ಥನೆ ಮಾಡ್ಲಿಕ್ಕೆ ಆಸೆ ಇಲ್ಲದೆ, ദൈവ ബന്ധത്തിൽ വ്യക്തിപരമായി ജീവിക്കാൻ താല്പര്യമില്ല ದೇವರೊಂದಿಗಿನ ಸಂಬಂಧದಲ್ಲಿ ವೈಯಕ್ತಿಕವಾಗಿ ಜೀವಿಸಲಿಕ್ಕೆ ಆಸೆ ಇಲ್ಲದೆ പല വ്യക്തികളോ ಅನೇಕ ವ್ಯಕ್ತಿಗಳು ആത്മീയ തലം വിട്ട് ಆತ್ಮಿಕ ಹಂತಗಳನ್ನು ಬಿಟ್ಟು അവർ അകന്നുപോയി. ಎಲ್ಲೆಲ್ಲೋ ಅವರಾಗಲಿ ಹೋದರು. അതുകൊണ്ട് ആത്മാവ് നിർബന്ധിക്കുന്നില്ല. ಆದ ಕಾರಣ ಅವರನ್ನ ದೇವರಾತ್ಮ ಒತ್ತಾಯ ಮಾಡ್ತಾ ಇಲ್ಲ. ആത്മാവ് നിർബന്ധിക്കാത്തതുകൊണ്ട് ದೇವರಾತ್ಮ ಅವರನ್ನು ಒತ್ತಾಯ ಮಾಡದೇ ಇರೋದ್ರಿಂದ കഴിയാത്ത പല വിധമായിരിക്കുന്ന ആ കാര്യങ്ങൾ തിരക്കിടുന്നു. ಅವರಿಗೆ ಬರ್ಲಿಕ್ಕೇನೆ ಪ್ರಾರ್ಥನೆಗೆ ಕೂರ್ಲಿಕ್ಕೇನೆ ಆಗದೇ ಇರತಕ್ಕ ರೀತಿಯಾದ ಅನೇಕ ಬಿಜಿಗಳ ಅವರ ಜೀವಿತದಲ್ಲಿ ಬರ್ತಿದೆ. ചിലർക്ക് ഇത് അത്ര വലുതായിട്ട് കാണാൻ കഴിയുന്നില്ല. ಕೆಲವರಿಗೆ ಈ ಪ್ರಾರ್ಥನೆ ಅಷ್ಟು ದೊಡ್ಡದು ಅಂತ ಅನಿಸ್ತಾ ಇಲ್ಲ. കാരണം ദൈവാത്മാവ് നിർബന്ധിക്കുന്നില്ല. ಕಾರಣ ಏನಂದ್ರೆ ದೇವರಾತ್ಮನವರನ್ನು ಒತ್ತಾಯ ಮಾಡದೇ ಇರೋದ್ರಿಂದ. ഓ, ആത്മാവ് നിർബന്ധിച്ച ഒരുവൻ ದೇವರಾತ್ಮನ ಒತ್ತಾಯ ಮಾಡದಂತ ಒಬ್ಬನು
പേര് എലീഷ എന്നാണ്. ಅವನ ಹೆಸರು ಎಲೀಷ ಎಂಬುದಾಗಿ. പുതപ്പ് അവന്റെ മേൽ വീണ ഉടനെ ಅವನ ಮೇಲೆ ಕಂಬಳಿ ಬಿದ್ದ ತಕ್ಷಣ അവൻ ചെയ്യുന്ന ജോലി, ಅವನು ಮಾಡೋ ಕೆಲಸ ഏർക്കാളയെ ഉഴുതുകൊണ്ടിരിക്കുന്നു. ಜೋಡಿ ಎತ್ತುಗಳನ್ನ ಹಿಡ್ಕೊಂಡು ಹೊಲ ಉಳುವಂತದ್ದಾಗಿದೆ. ഹല്ലേലൂയ. ಆಮೆನ್. ഏർക്കാളയെ ഉഴുതെടുത്തുന്ന ಜೋಡಿ ಎತ್ತುಗಳನ್ನ ಹಿಡಿದು ಉಳುವಂತ ആത്മാവിന്റെ പുതപ്പ് വീണപ്പോൾ ಅವನ ಮೇಲೆ ಆತ್ಮನ ಕಂಬಳಿ ಬಿದ್ದಾಗ അവൻ ഒരൊറ്റ ഓട്ടം. ಅವನ ಒಂದೇ ಒಂದು ಓಟ. ആരിലൂടെയാണ് ഈ പുതപ്പ് വീണത്? ಯಾರ ಮೂಲಕ ಈ ಕಂಬಳಿ ನನಗೆ ಬಿದ್ದು ಬಿದ್ದಿತು? അവന്റെ പുറകെ ഓടി. ಅವನ ಹಿಂದೆ ಇವನು ನೋಡಿದನು. ഇവൻ ചെയ്തത് ശരിയാണോ? ಇವನು ಮಾಡಿದ್ സರಿನಾ? ഇവനെ ഏത് കാളയെ അവൻ ഉഴുതുകൊണ്ടിരുന്നത്? ಇವನು ಯಾವ ಎತ್ತನ್ನ ಉಳ್ತಾ ಇದ್ದ? അങ്ങനെ വിട്ടിട്ട് പോകാൻ പാടുണ്ടോ? ಆ ರೀತಿಯಲ್ಲಿ ಜೋಡಿ ಎತ್ತನ್ನ ಬಿಟ್ಟು ಹೋಗ್ಬೋದಾ? അത് ശരിയല്ലല്ലോ. ಅದು ಸರಿಯಲ್ಲ ತಾನೆ. ഇതിന്റെ ഉടമയെ ഏൽപ്പിക്കണ്ടേ? ಇದರ ಯಜಮಾನನಿಗೆ ಒಪ್ಪಿಸ್ಬೇಕಲ್ವಾ? ഇവൻ കുളിച്ച് വൃത്തിയായോ? ಇವನು ಸ್ನಾನ ಮಾಡಿ ರೆಡಿ ಆಗಿದ್ದಾನ. അപ്പനോട് പോയി ചോദിച്ചു. ಇವನು ತಂದೆ ಹತ್ರ ಹೋಗಿ ಕೇಳಿದ್ನ. ഇവന്റെ വീട്ടിൽ പോയി പറഞ്ഞു. ಇವನು ಮನೆ ಹತ್ರ ಹೋಗಿ ಹೇಳಿದ್ನ. പക്ഷെ ആത്മീയ കാര്യം, ಆದ್ರೆ ಆತ್ಮಿಕ ವಿಷಯ ദൈവം ആരോട് എന്ത് പറഞ്ഞു? ದೇವರು ಯಾರೊಂದಿಗೆ ಏನು ಹೇಳಿದ್ರು? അങ്ങനെ ചെയ്യാൻ മുമ്പോട്ട് വന്നവരെ ಅದು ಹಾಗೆ ಮಾಡಲಿಕ್ಕೆ ಮುಂದೆ ಬರುವವನಿಗೆ ദൈവം വിടുവിക്കും. ದೇವರು ಬಿಡುಗಡೆ ಮಾಡ್ತಾರೆ. എലീഷ ಇಲ್ಲಿ ಎಲೀಷನು പുതപ്പ് വീണ ഉടനെ ಕಂಬಳಿ ಬಿದ್ದ ತಕ್ಷಣ ഏർക്കാളയെ നോക്കിയില്ല, ಜೋಡಿ ಎತ್ತನ್ನ ನೋಡ್ಲಿಲ್ಲ. ഉടനെ നോക്കിയില്ല, ಜೋಡಿ ಎತ್ತಿನ ಯಜಮಾನನನ್ನ ನೋಡ್ಲಿಲ್ಲ. വീട് നോക്കിയില്ല, ಅವನ ಮನೆಯನ್ನ ನೋಡ್ಲಿಲ್ಲ. എവിടെ വീണോ ಕಂಬಳಿ ಅಲ್ಲಿಂದ ಬಿಟ್ಟು അവിടെ ലക്ഷ്യം വെച്ച് വന്നേ. ಆ ಕಡೆಗೆ ಗುರಿ ಇಟ್ಟು ಅವನು ನೋಡ್ಲಿಕ್ಕೆ ಪ್ರಾರಂಭಿಸಿದ. ಆ ಎಲೀಷನನ್ನ ആത്മാവ് നിർബന്ധിക്കുന്നു. ಆ ಎಲೀಷನನ್ನ ಆತ್ಮನು ಒತ್ತಾಯ ಮಾಡ್ತಿದ್ದಾನೆ. പലരും വരുന്നുണ്ട്, ಪ್ರಾರ್ಥನೆ ಮಾಡ್ಲಿಕ್ಕೆ ಅನೇಕರು ಬರ್ತಿದ್ದಾರೆ. സഭയിൽ അനേകരുണ്ട്, ಸಭೆಯಲ್ಲಿ ಅನೇಕರಿದ್ದಾರೆ. തലത്തിൽ മുമ്പോട്ട് നീങ്ങുന്നവരെ ಆದ್ರೆ ಈ ಹಂತದಲ್ಲಿ ಮುಂದೆ ಹೋಗುವವರನ್ನ അവരുടെ മേൽ അവരൊരു വ്യത്യസ്തമായിരിക്കും. ಅವರು ವಿಶೇಷತೆ ಉಳ್ಳವರಾಗಿರ್ತಾರೆ. അവരിലൂടെ ಅವರ ಮೂಲಕ ഇന്ന് ചില പരാജയം കണ്ടേക്കാം. ಇವತ್ತು ಅವರು ಕೆಲವು ಸೋಲುಗಳನ್ನ ಕಾಣಬಹುದು. അവിടെ ഒരു മടങ്ങി വരവുണ്ട്. ಆದ್ರೆ ನಾಳೆ ಅವರಿಗೆ ಒಂದು ಹಿಂದಿರುಗಿ ಬರುವಿಕೆ ಇದೆ. മടങ്ങി വരുന്നത് ಎಲೀಷ ಯೋರ್ದಾನನ ಹಿಂಭಾಗ ಮಾಡಿ ಹಿಂದಿರುಗಿ ಬರುವ ಹಾಗೆ ഒരു വലിയൊരു വ്യത്യസ്തത മടങ്ങി ಒಂದು ದೊಡ್ಡ ವಿಶೇಷತೆ ಉಳ್ಳವನಾಗಿ ಅವನು ಹಿಂದಿರುಗಿ ಬರ್ತಿದ್ದಾನೆ. ചില തിരക്കുകളെ മാറ്റി വെക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ಇವತ್ತು ನಿಮ್ಮ ಬಿಸಿಗಳನ್ನ ಬದಿಗಿಡ್ಲಿಕ್ಕೆ ತಯಾರಾಗಿರುವುದಾದ್ರೆ എലീശയെ പോലെ ಒಂದು ಎಲೀಷನ ಹಾಗೆ ആ പരിശുദ്ധം എവിടുന്നാ വന്നത്? ಆ ಪವಿತ್ರಾತ್ಮ ಎಲ್ಲಿಂದ ಬಂದನು? യേശുവിന്റെ അടുക്കല്ല. ಹೌದಾ, ಆ ಪವಿತ್ರಾತ್ಮ ಬಂದಿದ್ದು ಯೇಸುವಿನ ಬಳಿಗೆ. അടുക്കലേക്ക് പോകാൻ ಆ ಯೇಸುವಿನ ಬಳಿಗೆ ಹೋಗ್ಲಿಕ್ಕೆ ആത്മാവ് നിർബന്ധിക്കുന്ന അനുസരിച്ച് ದೇವರಾತ್ಮನು ನಿಮ್ಮನ್ನು ಒತ್ತಾಯ ಪಡಿಸುವುದಕ್ಕೆ ತಕ್ಕ ಹಾಗೆ നിർബന്ധിക്കുന്നുണ്ടെങ്കിൽ, ನಿಮ್ಮನ್ನ ಆ ರೀತಿಯಲ್ಲಿ ಒತ್ತಾಯ ಪಡಿಸ್ತಿದ್ರೆ, നിർബന്ധിക്കുന്നില്ലെങ്കിൽ നിർബന്ധിക്കാൻ പ്രാർത്ഥിക്കുക. ನಿಮ್ಮನ್ನ ಇದುವರೆಗೂ ದೇವರಾತ್ಮ ಒತ್ತಾಯ ಪಡಿಸ್ತಾ ಇಲ್ಲ ಅಂದ್ರೆ ಒತ್ತಾಯ ಪಡಿಸುವುದಕ್ಕೋಸ್ಕರ ಪ್ರಾರ್ಥನೆ ಮಾಡಿ. അവനോട് പറയുന്നു, ಪವಿತ್ರಾತ್ಮ ನನಗೆ ಹೇಳ್ತಿದ್ದಾರೆ ഇതിലൊന്നും പ്രാർത്ഥിക്കാതെ ಅದು ಬೇರೆ ಅದು ಇದಕ್ಕೋಸ್ಕರ ಪ್ರಾರ್ಥನೆ ಮಾಡಿದ್ರೆ പരിശുദ്ധാത്മ നിർബന്ധിക്കാൻ പ്രാർത്ഥിക്കുക. ಪವಿತ್ರಾತ್ಮನು ನಿಮ್ಮ ಜೀವಿತವನ್ನು ಒತ್ತಾಯ ಮಾಡುವುದಕ್ಕಾಗಿ ನೀವು ಪ್ರಾರ್ಥಿಸಿರಿ. പരിശുദ്ധാത്മ നിർബന്ധിച്ചാൽ ಪವಿತ್ರಾತ್ಮ ನಿಮ್ಮನ್ನು ಒತ್ತಾಯ ಮಾಡಿದ್ರೆ മുഴുവൻ ആവശ്യങ്ങളെയും ನಿನ್ನ ಎಲ್ಲಾ ಅಗತ್ಯತೆಗಳನ್ನು നീ ആത്മാവിന്റെ നിർബന്ധത്താൽ മുമ്പോട്ട് പോകുമ്പോൾ ನಿನ್ನ ಆತ್ಮನ ಒತ್ತಾಯದಲ್ಲಿ ಮುಂದೆ ಹೋಗುವಾಗ നന്മയും കരുണയും പിന്നിലൂടെ വ്യാപരിക്കും. ಶುಭವು ಕೃಪೆಯು ನಿನ್ನ ಹಿಂದೆ ಹಿಂಬಾಲಿಸುತ್ತದೆ. മനസ്സിലാക്കാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ಅರ್ಥಾತ್ ತಿರುವರಿಗಾಗಿ ನಾನು ದೇವರಿಗೆ ಸ್ತೋತ್ರ ಮಾಡ್ತೇನೆ. ആത്മാവ് നിർബന്ധിച്ചാൽ ದೇವರಾತ್ಮ ನಿಮ್ಮನ್ನು ಒತ್ತಾಯ ಮಾಡಿದ್ರೆ ആമേ അതനുസരിച്ച് മുമ്പോട്ട് നീങ്ങിയ ಅದಕ್ಕೆ ಅನುಸಾರವಾಗಿ ನೀನು ಮುಂದೆ ಹೋದ್ರೆ ആരുടെ മുമ്പിൽ മുട്ടുമലക്കേണ്ട ಆവശ്ಯമിಲ್ಲ. ನೀನು ಯಾರ ಮುಂದೆ ಮೊಣಕಾಲು ಉರ್ಬೇಕಾಗಿ ಬರೋದಿಲ್ಲ. കരയുമ്പോൾ ദൈവം അനുവദിക്കില്ല. ಯಾರ ಮುಂದೆ ಅಳುವುದಕ್ಕೆ ದೇವರು ಅನುಮತಿಸೋದಿಲ್ಲ. ആത്മാവ് നിർബന്ധിക്കുന്നത് ಯಾಕಂದ್ರೆ ದೇವರಾತ್ಮ ನಿನ್ನನ್ನು ಒತ್ತಾಯ ಮಾಡೋದು രാജ്യത്തെ മാറ്റുവാൻ വേണ്ടി, ನಿನ್ನ ಸೋಲುಗಳನ್ನು ನೀಗಿಸುವುದಕ್ಕಾಗಿದೆ, വേദനകളെ മാറ്റുവാൻ ನಿನ್ನ വേണ്ടി, ವೇದನೆಗಳನ್ನು ನೀಗಿಸುವುದಕ್ಕಾಗಿದೆ, വിടുതലിന് ನಿನ್ನ വേണ്ടി ವಿಷಯದ ಮೇಲೆ ಒಂದು ಬಿಡುಗಡೆಯನ್ನು ആത്മാവ് ಕೊಡುವುದಕ್ಕಾಗಿದೆ നിർബന്ധിക്കുന്നു. ದೇವರಾತ್ಮನು ಒತ್ತಾಯ ಮಾಡ್ತಿದ್ದಾನೆ. പരിശുദ്ധാത്മാവ് ദുഃഖിക്കുന്നു. ಪರಿಶುದ್ಧಾತ್ಮ ದುಃಖ ಪಡ್ತಿದ್ದಾರೆ. മനസ്സിലാകാത്തത് കൊണ്ട് ಅನೇಕರಿಗೆ ಇದು ಅರ್ಥವಾಗದೇ ಇರೋದ್ರಿಂದ പലരും പിടിതല്ലാതെ കിടക്കുന്നു. ಅನೇಕರು ಬಿಡುಗಡೆ ಹೊಂದದೇ ಇದ್ದಾರೆ. അവർ ആത്മാവിന്റെ ഇഷ്ടത്തിന് വരുന്നില്ല. ಅವರ ಆತ್ಮನ ಇಷ್ಟಕ್ಕೆ ತಕ್ಕಂತೆ ಬರ್ತಿಲ್ಲ. അതുകൊണ്ട് ಆದ ಕಾರಣ ആത്മാവ് നിർബന്ധിച്ചുകൊണ്ട് ದೇವರಾತ್ಮನು ಒತ್ತಾಯ ಪಡಿಸುತ್ತ അവരിലൂടെ ദൈവിക കാര്യങ്ങൾ ചെയ്യിക്കുവാൻ ಅವರ ಮೂಲಕ ದೈವ ಕಾರ್ಯಗಳನ್ನು ಮಾಡುವುದಕ್ಕೆ ദൈവം ചെയ്യുന്നില്ല. ದೇವರಿಗೆ ಆ ಕಾರ್ಯ ಮಾಡ್ಲಿಕ್ಕೆ ಆಗ್ತಿಲ್ಲ. അതുകൊണ്ട് ആത്മാവ് ദുഃഖിക്കുക. ಆದ ಕಾರಣ ದೇವರಾತ್ಮನ ಅಂತವರ ಕುರಿತಾಗಿ ದುಃಖ ಪಡ್ತಿದ್ದಾನೆ. കരമൊക്കെ തലം സൂചിച്ചാട്ടെ. ಕರಗಳನ್ನು ದೇವರಿಗೆ ಸ್ತೋತ್ರ ಮಾಡೋಣ. തലം സൂചിച്ചാട്ടെ. ಕರಗಳನ್ನು ದೇವರಿಗೆ ಸ್ತೋತ್ರ ಮಾಡೋಣ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ഈ ലോകത്തെ കുറിച്ച് മാത്രമായി ചിന്തിക്കുന്നുവെങ്കിൽ, ಈ ಲೋಕದ ಕುರಿತಾಗಿ ಮಾತ್ರವೇ ನೀವು ಚಿಂತಿಸ್ತಾ ಇದ್ರೆ, ആരൊക്കെ കേട്ടല്ലേ വചനം സത്യമായിട്ട് പറയുന്നു. ಯಾರೆಲ್ಲ ಕೇಳಲಿ ವಾಕ್ಯವನ್ನ ಸತ್ಯವಾಗಿ ಹೇಳುತ್ತೇನೆ. ആത്മാവ് നിങ്ങളെ നിർബന്ധിക്കുന്നില്ല. ದೇವರಾತ್ಮ ನಿಮ್ಮನ್ನ ಒತ್ತಾಯ ಮಾಡ್ತಿಲ್ಲ. ആത്മാവ് നിർബന്ധിക്കുന്ന ഒരു വ്യക്തിക്ക് ഈ ലോകത്തെ മാത്രം ചിന്തിക്കാൻ കഴിയത്തില്ല. ಆತ್ಮನಿಂದ ಒತ್ತಾಯ ಪಡಿಸಲ್ಪಡುವಂತ ವ್ಯಕ್ತಿಗೆ ಈ ಲೋಕದ ವಿಷಯಗಳ ಬಗ್ಗೆ ಮಾತ್ರ ಯೋಚನೆ ಮಾಡಿಕೊಂಡಿರ್ಲಿಕ್ಕೆ ಆಗೋದಿಲ್ಲ. ആത്മാവ് നിർബന്ധിക്കാത്ത ഒരു വ്യക്തിക്ക്, ಆತ್ಮನಿಂದ ದೇವರಾತ್ಮನಿಂದ ಒತ್ತಾಯ ಪಡದೇ ಇರುವಂತ ಒಬ್ಬ ವ್ಯಕ್ತಿಗೆ ദൈവമായിട്ട് ബന്ധം കിട്ടുന്നില്ല. ದೇವರೊಂದಿಗೆ ಸಂಬಂಧ ಸಿಗ್ತಾ ಇಲ್ಲ. ആത്മാവ് നിർബന്ധിക്കാത്ത ഒരു വ്യക്തിക്ക് ದೇವರಾತ್ಮನಿಂದ ಒತ್ತಾಯ ಪಡದೇ ಇರುವಂತ ವ್ಯಕ್ತಿಗೆ ദൈവം ഇഷ്ടം ചെയ്യാൻ ഒരിക്കലും കഴിയത്തില്ല. ದೇವರ ಇಷ್ಟವನ್ನು ಮಾಡ್ಲಿಕ್ಕೆ ಎಂದಿಗೂ ಆಗೋದಿಲ್ಲ. ആത്മാവ് നിർബന്ധിക്കാത്ത ഒരു വ്യക്തിക്ക് ದೇವರಾತ್ಮನಿಂದ ಒತ್ತಾಯ ಪಡಿಸಲ್ಪಡದೇ ಇರುವಂತ ವ್ಯಕ್ತಿಗೆ ദൈവാധീന പ്രകാരം മുമ്പോട്ട് നീങ്ങാൻ ದೇವರ കഴിയില്ല. ಆಲೋಚನೆ ಪ್ರಕಾರ ಮುಂದೆ ಹೋಗ್ಲಿಕ್ಕೆ ಅವನಿಗೆ ಆಗುದಿಲ್ಲ. ആത്മാവ് നിർബന്ധിക്കുന്ന വ്യക്തിക്ക് ದೇವರಾತ್ಮನ ಒತ್ತಾಯ ಪಡಿಸದೇ ಇರುವಂತ ಒಬ್ಬ ವ್ಯಕ್ತಿಗೆ ദൈവമായിട്ടുള്ള ബന്ധം എവിടെയൊക്കെ നഷ്ടപ്പെട്ടു പോയി. ದೇವರೊಂದಿಗಿನ ಸಂಬಂಧ ಅವನ ಜೀವಿತದಲ್ಲಿ ಎಲ್ಲೋ ನಷ್ಟ ಮಾಡಿದೆ. ഞാൻ ഈ തലത്തിലേക്ക് ചിന്തിച്ചത് പോലുമല്ല. ನಾನು ಈ ಹಂತದಲ್ಲಿ ಯೋಚನೆಯೂ ಮಾಡಿಲ್ಲ.
ಆತ್ಮಾವಿനെ കൊണ്ട് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ದೇವರ ಆತ್ಮನ ಬಗ್ಗೆನೇ ನಾನು ಹೇಳ್ತಿದ್ದೆ. ಆತ್ಮಾವ ನಿರ್ಬಂಧಿക്കുകയാണ്. ದೇವರ ಆತ್ಮನ ಒತ್ತಾಯಪಡಿಸಿದ್ದಾನೆ. ಸಭೆಯಲ್ಲಿ ಇಷ್ಟപോലെ ಆൾക്കാരുണ്ടാകും. ಸಭೆಯಲ್ಲಿ ಬೇಕಾದಷ್ಟು ಜನಗಳಿರಬಹುದು. മൊത്തം ലോക രാജ്യങ്ങളെ വെച്ച് നോക്കിയാൽ, ಲೋಕದ ಎಲ್ಲಾ ದೇಶಗಳನ್ನು ನೋಡಿದ್ರೆ, ഇന്ത്യയിൽ നോക്കിയാൽ, ಭಾರತ ದೇಶದಲ್ಲಿ ನೋಡಿದ್ರೆ മക്കളെന്ന് അവകാശപ്പെടുന്ന, ದೇವರ ಮಕ್ಕಳೆಂಬುದಾಗಿ ಕರೆಸಲ್ಪಡುವ, പല പേരുകളിൽ അറിയപ്പെടുന്ന, ಅನೇಕ ವಿಧವಾದ ಹೆಸರುಗಳಿಂದ ತಿಳಿಯಲ್ಪಡುವ പല സംഘടനകൾ കാണാം. ಅನೇಕ ಸಂಸ್ಥೆಗಳನ್ನ ಕಾಣಬಹುದು. ദൈവാത്മാവ് ചോദിക്കുന്നു, ದೇವರಾತ್ಮ ಅಂತವನ್ನ ಕೇಳ್ತಿದ್ದಾರೆ. ആത്മാവ് നിന്നെ നിർബന്ധിക്കുന്നു. ದೇವರ ಆತ್ಮ ನಿನ್ನ ಜೀವಿತದಲ್ಲಿ ನಿನ್ನನ್ನು ಒತ್ತಾಯ ಮಾಡ್ತಿದ್ದಾರೋ, ദൈവ ഇഷ്ടത്തിലേക്ക് നിർബന്ധിക്കുന്നില്ലെങ്കിൽ, ದೇವರು ತನ್ನ ಇಷ್ಟಕ್ಕೆ ನಿನ್ನನ್ನು ಒತ್ತಾಯ ಮಾಡ್ತಿಲ್ಲ ಅಂದ್ರೆ, ഏതൊക്കെ സംഘടന എന്ന് പറഞ്ഞാലും, ನೀನ್ ಯಾವುದೇ ಸಂಸ್ಥೆಯವನು ಸಂಘಟನೆಯವನಾಗಿದ್ರು ಸಹ, ദൈവമക്കളെന്ന് പറഞ്ഞാലും, ದೇವರ ಮಕ್ಕಳು ಅಂತ ಹೇಳಿದ್ರು ಸಹ, ഇതിലൂടെ ദൈവത്തിന് ക്രിയ ചെയ്യാൻ കഴിയുന്നില്ല. ನಿನ್ನ ಮೂಲಕ ದೇವರಿಗೆ ಕ್ರಿಯೆ ಮಾಡ್ಲಿಕ್ಕೆ ಆಗ್ತಿಲ್ಲ. എന്ത് പ്രയോജനം? ಏನ್ ಪ್ರಯೋಜನ? വ്യക്തിപരമായിട്ട് ವೈಯಕ್ತಿಕವಾಗಿ ദൈവത്തിന്റെ ആത്മാവ് ದೇವರ ಆತ್ಮ എന്നെ നിർബന്ധിക്കത്തക്കവണ്ണം ನನ್ನನ್ನು ಒತ್ತಾಯಪಡಿಸತಕ್ಕ ರೀತಿಯಲ್ಲಿ ഞാൻ നിങ്ങളെ വിട്ടുകൊടുക്കുകയാണ്. ನಾನು ಮತ್ತು ನೀವು ಬಿಟ್ಟುಕೊಡುವುದಾದ್ರೆ ദൈവം ചില അത്ഭുതങ്ങൾ ചെയ്യും. ದೇವರು ಕೆಲವು ಅದ್ಭುತಗಳನ್ನು ಮಾಡ್ತಾರೆ. ദൈവാത്മാവ് ದೇವರ ಆತ್ಮನು നിർബന്ധിച്ചാൽ ಒತ್ತಾಯಪಡಿಸುತ್ತದೆ. പല അത്ഭുതങ്ങൾ നിന്റെ കണ്ണുകൾ, ಅನೇಕ ಅದ್ಭುತಗಳು ನಿನ್ನ ಕಣ್ಣಾರೆ ಕಾಣ್ತೀವಿ. അതിനെതിരെ വിമർശനങ്ങൾ ഉണ്ടാകും. ಅದಕ್ಕೆ ವಿರುದ್ಧವಾಗಿ ವಿಮರ್ಶನೆಗಳು അത് ಉಂಟಾಗುತ್ತದೆ. ദൈവാത്മാവ് നിർബന്ധിക്കാത്ത വ്യക്തികളായിരിക്കും. ಅದು ಆ ವಿಮರ್ಶೆ ಮಾಡುವಂತದ್ದು ದೇವರಾತ್ಮ ಒತ್ತಾಯ ಪಡಿಸದೇ ಇರುವಂತ ವ್ಯಕ್ತಿಗಳಾಗಿರ್ತಾರೆ. ദൈവാത്മാവിനെ നിർബന്ധിക്കുവാൻ, ದೇವರ ಆತ್ಮನಿಂದ ಒತ್ತಾಯ ಪಡಿಸಲ್ಪಡ್ಲಿಕ್ಕೆ ദൈവാത്മാവ് ആളെ നിർബന്ധിക്കുമ്പോൾ, ದೇವರಾತ್ಮ ನಿಮ್ಮನ್ನು ಒತ್ತಾಯ ಪಡಿಸುವಾಗ ആളെ നിർബന്ധിക്കുന്നതിന് മാത്രമേ കാര്യം അറിയത്തുള്ളൂ. ಒತ್ತಾಯ ಪಡಿಸಲ್ಪಡುವವನಿಗೆ ಮಾತ್ರವೇ ಈ ವಿಷಯ ಏನಂತ ಗೊತ್ತಾಗುವುದು. അവൻ ബുദ്ധിയില്ലാക്കിട്ടല്ല, ಯಾಕಂದ್ರೆ ಅವನು ಬುದ್ಧಿ ಇಲ್ಲದೆ ಇರೋದ್ರಿಂದಲ್ಲ, വിവരമില്ലാക്കിട്ടുമല്ല, ಅವನಿಗೆ ಅರಿವಿಲ್ಲದೆ ಇರೋದ್ರಿಂದ ಅಲ್ಲ, അവന് കഴിവില്ലാക്കിട്ടുമല്ല, ಅವನಿಗೆ ಸಾಮರ್ಥ್ಯ ಇಲ್ಲದೆ ಇರೋದ್ರಿಂದ ಅಲ್ಲ, അവനെ ദൈവാത്മാവ് നിർബന്ധിക്കുന്നത് കൊണ്ടാണ്. ಅವನನ್ನ ದೇವರ ಆತ್ಮ ನಿಯಂತ್ರಿಸ್ತಾ ಇರೋದ್ರಿಂದ, ಒತ್ತಾಯ ಪಡಿಸಿರೋದ್ರಿಂದ അവനൊരു വ്യത്യസ്തനായി മാറിപ്പോകുന്നത്. ಅವನೊಬ್ಬ ವಿಶೇಷತೆ ಉಳ್ಳವನಾಗಿ ಮಾರ್ಪಡುತ್ತಾನೆ. പക്ഷേ ಆದರೆ പഠിച്ച പലരും കാണും, ಕಲಿತಿರುವಂತ ಅನೇಕರಿರಬಹುದು, അറിവുള്ള പലരും കാണും, ಅರಿವಿರುವ ಅನೇಕರಿರಬಹುದು, അവർക്ക് ഒരിക്കലും പിടികിട്ടാത്ത ಅವರಿಗೆ ಎಂದಿಗೂ ಅರ್ಥವಾಗದೇ ಇರುವ ഒരു തലമായിരിക്കും ಒಂದು ಹಂತವಾಗಿರ್ತದೆ. ദൈവാത്മാവ് നിർബന്ധിക്കുന്ന ഒരു വ്യക്തി. ದೇವರ ಆತ್ಮನಿಂದ ಒತ್ತಾಯ ಪಡಿಸಲ್ಪಡುವಂತ ಒಬ್ಬ ವ್ಯಕ್ತಿಗೆ. ഹല്ലേലൂയ, ಆಮೆನ್. ഹല്ലേലൂയ. ಆಮೆನ್. അതുകൊണ്ടാണ് ಆದ ಕಾರಣವೇ വിമർശനങ്ങൾ ഉണ്ടാകുന്നത്. ವಿಮರ್ಶೆಗಳು ಉಂಟಾಗುವುದು. വിമർശിക്കുന്നവരുടെ തെറ്റല്ല ഇത്. വിമർശിക്കുന്നവരുടെ തെറ്റുകളല്ല ഇത്. ವಿಮರ್ಶೆ ಮಾಡುವವರು ತಪ್ಪಲ್ಲ, ಅದು ഒരിക്കലും അവരുടെ തെറ്റല്ല. ಎಂದಿಗೂ ಅವ್ರು ತಪ್ಪಲ್ಲ. കാരണം അവർക്കിത് അറിയത്തില്ല. ಯಾಕಂದ್ರೆ ಅವರಿಗೆ ಇದು ಗೊತ್ತಿಲ್ಲ. ആത്മാവിന്റെ നിർബന്ധം എന്ന് അവർക്ക് അറിയത്തില്ല. ದೇವರ ಆತ್ಮನ ಒತ್ತಾಯ ಅಂದ್ರೆ ಏನು ಅಂತ ಈ ವಾದ ವಿವಾದ ಮಾಡೋರಿಗೆ ಗೊತ್ತಿಲ್ಲ. ആത്മാവ് നിർബന്ധിക്കുന്ന പൗലോസ് പറഞ്ഞു, ದೇವರ ಆತ್ಮನಿಂದ ಒತ್ತಾಯ ಪಡಿಸಲ್ಪಡುವಂತ ಪೌಲನು ಹೇಳ್ತಾನೆ, മനുഷ്യനെ പ്രസാദിപ്പിക്കണോ ദൈവത്തെ ನಾನು പ്രസാദിപ്പിക്കണോ? ಮನುಷ್ಯನನ್ನು ಮೆಚ್ಚಿಸಬೇಕು ಅಥವಾ ದೇವರನ್ನು ಮೆಚ್ಚಿಸಬೇಕು? എനിക്ക് നിങ്ങൾ പറയുന്നത് അംഗീകരിക്കാൻ കഴിയും. ನನಗೆ ನೀವ್ ಹೇಳೋದನ್ನ ಅಂಗೀಕರಿಸಬಹುದು, നിങ്ങളുടെ കൂടെ ചേരാൻ എനിക്ക് കഴിയും. ನಿಮ್ ಜೊತೆ ಸೇರ್ಕೊಳ್ಳೋಕು ನನಗೆ ಆಗುತ್ತೆ. പക്ഷേ എന്നെ ആത്മാവ് നിർബന്ധിക്കുന്നത് ಆದ್ರೆ ನನ್ನ ದೇವರ ಆತ್ಮ ಒತ್ತಾಯ ಪಡಿಸಿರೋದು വ്യത്യസ്തമായ കാഴ്ചപ്പാടിലേക്ക്. ವಿಶೇಷವಾದ ದೃಷ್ಟಿಕೋನಕ್ಕಾಗಿದೆ. ഞാൻ അതനുസരിക്കണമോ ഇതനുസരിക്കണം? ನಾನು ಅದನ್ನ ಅನುಸರಿಸಬೇಕು, ಇದನ್ನ അതാണ് ಅನುಸರಿಸಬೇಕು. പൗലോസ് പറയുന്നത്. ಅದನ್ನಾಗಿದೆ ಪೌಲನು ഞാൻ ಹೇಳ್ತಿರೋದು. മനുഷ്യനെ പ്രസാദിപ്പിക്കണമോ ನಾನು ಮನುಷ್ಯರನ್ನ ಮೆಚ್ಚಿಸಬೇಕು, ദൈവത്തെ പ്രസാദിപ്പിക്കണം? ದೇವರನ್ನ ಮೆಚ್ಚಿಸಬೇಕು. ഹല്ലേലൂയ. ഹല്ലേലൂയ. കേൾക്കുന്ന ദൈവത്തിലെ ನನ್ನ ಕೇಳುವ ದೇವರ ಮಕ್ಕಳೇ, വിശ്വാസ ഗുണത്തിൽ നിൽക്കുമ്പോൾ ನಂಬಿಕೆಯ ಮಂಡಲದಲ್ಲಿ ನಿಲ್ಲುವಾಗ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ನಾವು കാര്യം, ಅರ್ಥ ಮಾಡಿಕೊಳ್ಳಬೇಕಾದ ಒಂದು ವಿಷಯ, ദൈവാത്മാവ് ದೇವರ ಆತ್ಮನು നമ്മളെ നിയന്ത്രിച്ച് മുമ്പോട്ട് കൊണ്ടുപോകണം. ನಮ್ಮನ್ನ ನಿಯಂತ್ರಿಸಿ ಮುಂದೆ ತೆಗೆದುಕೊಂಡು ಹೋಗ್ಬೇಕು. നമ്മളെ നിയന്ത്രിച്ചു കൊണ്ടുപോയാൽ ನಾವು ನಮ್ಮನ್ನೇ ನಿಯಂತ್ರಿಸಿ ಮುಂದೆ ತಗೊಂಡು ಹೋದ್ರೆ പരാജയങ്ങൾ ഉണ്ടാകും. ಸೋಲುಗಳು ಉಂಟಾಗ್ತದೆ. പ്രതികൂലത്തെ ജയിക്കാൻ കഴിയത്തില്ല. ಅನಾನುಕೂಲವನ್ನ ಜಯಿಸಲಿಕ್ಕೆ ನಮಗಾಗೋದಿಲ್ಲ. വിടുതൽ നടക്കത്തില്ല. ಬಿಡುಗಡೆ ನಡೆಯೋದಿಲ್ಲ. സന്തോഷിക്കാൻ കഴിയത്തില്ല. ಸಂತೋಷ ಪಡ್ಲಿಕ್ಕೆ ಆಗೋದಿಲ್ಲ. നമ്മൾ നമ്മളെ നിയന്ത്രിച്ചാൽ ನಾವು ನಮ್ಮನ್ನೇ ನಿಯಂತ್ರಿಸಿದ್ರೆ നമുക്ക് പരിമിതികളുണ്ട്. ನಮಗೆ ಅದಕ್ಕೆ ಪರಿಮಿತಿಗಳಿದೆ. വിഷയത്തിന്റെ മേലെ കയറി പോകാൻ കഴിയത്തില്ല. ಕೆಲವೊಂದು ವಿಷಯಗಳು ಬಂದಾಗ ದಾಟಿ ಹೋಗ್ಲಿಕ್ಕೆ ನಮಗೆ ಆಗೋದಿಲ್ಲ. ചിലതിന്റെ മുമ്പിൽ നമുക്ക് ജയിക്കാൻ കഴിയത്തില്ല. ಕೆಲವೊಂದು ವಿಷಯಗಳ ಮುಂದೆ ನಮಗೆ ಜಯಿಸಲಿಕ್ಕೆ ಆಗೋದಿಲ್ಲ. പകൽ അതിനെല്ലാം വെച്ചുമതിയാക്കി ಇವತ್ತಾಗಲೂ ಅದನ್ನೆಲ್ಲ ಒಂದು ಬದಿಗೆ ತೆಗೆದಿಟ್ಟು ദൈവാത്മാവിന്റെ നിർബന്ധത്തിലേക്ക് വരികയാണ്. ದೇವರ ಆತ್ಮನ ಒತ್ತಾಯದ ಜೀವಿತಕ್ಕೆ ನೀನು ಬರುವುದಾದರೆ നിർബന്ധിക്കുന്നത് ദൈവാത്മാവായിരുന്നു. ನಿನ್ನನ್ನು ಒತ್ತಾಯ ಪಡಿಸುವುದು ದೇವರ ಆತ್ಮನಾಗಿರೋದ್ರಿಂದ പരാജയങ്ങൾ ജയമെടുക്കാൻ കഴിയും. ನಿನ್ನ ಸೋಲುಗಳ ಮೇಲೆ ಜಯವನ್ನ ಕಾಣಲಿಕ್ಕೆ ಸಾಧ್ಯವಾಗುತ್ತದೆ. തകർച്ചയിലും വിടുതൽ അനുഭവിക്കാൻ ಯಾವುದೇ ನಾಶನದ ಮಧ್ಯದಲ್ಲೂ ನೀನು ಬಿಡುಗಡೆಯನ್ನು ಅನುಭವಿಸಲಿಕ್ಕೆ ಸಾಧ್ಯವಾಗುತ್ತೆ. നമ്മളെ കയറി വന്നിരിക്കും. ಯಾವುದೇ ವಿಷಯಗಳಲ್ಲೂ ನಾವು ದಾಟಿ ಬರುತ್ತೇವೆ. ഹല്ലേലൂയ, ಹಲ್ಲೆಲೂಯಾ, ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯಾ. ദൈവാത്മാവ് നിർബന്ധിക്കുന്ന ഒരു വ്യക്തിക്ക് ದೇವರ ಆತ್ಮನು ನಿರ್ಬಂಧಪಡಿಸುವ ಒಬ್ಬ ವ್ಯಕ್ತಿಗೆ ആത്മീയം തിരിച്ചറിയാൻ കഴിയും. ಆತ್ಮಿಕತೆ ಏನೆಂಬುದಾಗಿ ಅರ್ಥವಾಗುತ್ತೆ. ദൈവാത്മാവ് നിർബന്ധിക്കുന്ന ഒരു വ്യക്തിക്ക് ದೇವರ ಆತ್ಮನು ಒತ್ತಾಯ ಪಡಿಸುವ ಒಬ್ಬ ವ್ಯಕ್ತಿಗೆ വചനം എന്താണെന്ന് തിരിച്ചറിയാൻ കഴിയും. ವಾಕ್ಯ ಏನೆಂಬುದಾಗಿ ಅರ್ಥಕೊಳಕ್ಕಾಗುತ್ತೆ. കാരണം ആത്മാവിനെ നിർബന്ധിക്കുന്നു. ಯಾಕಂದ್ರೆ ಆತ್ಮನು ಅವನನ್ನು ಒತ್ತಾಯ ಪಡಿಸೋದ್ರಿಂದ ആഴം വെളിപ്പെടുത്തുക, ಅದರ ಆಳಗಳನ್ನು ಪ್ರಕಟ ಮಾಡಲಿಕ್ಕೆ, സത്യം വെളിപ്പെടുത്തുക, ಅದರ ಸತ್ಯ ಪ್ರಕಟ ಮಾಡಲಿಕ್ಕೆ, ശരിയായത് ಅದರ വ്യാഖ്യാനിക്കുക. ಸರಿಯಾದ ವಿಷಯವನ್ನು ವ್ಯಾಖ್ಯಾನಿಸಲಿಕ್ಕೆ ആത്മാവ് നിർബന്ധിക്കുന്നവരെ ದೇವರ ಆತ್ಮನು ಒತ್ತಾಯ ಪಡಿಸುವವನಿಗೆ സംശയിക്കേണ്ട ആവശ്യമില്ല. ಸಂದೇಹ ಪಡಬೇಕಾದ ಅವಶ್ಯಕತೆ ಇಲ್ಲ. ആത്മാവ് നിർബന്ധിക്കുന്നവൻ ದೇವರ ಆತ್ಮನಿಂದ ಒತ್ತಾಯ ಪಡಿಸಲ್ಪಡುವವನು ഇന്നവൻ തോറ്റതുപോലെ ആയിരിക്കും. ಇವತ್ತಿನವರೆಗೂ ಅವನು ಸೋತವನಂತೆ ಇರಬಹುದು.
ജയിച്ചിരിക്കും. ಅದೇ ನಾಳೆ ಒಂದು ಜಯಶಾಲಿಯಾಗುತ್ತಾನೆ. Hallelujah. Hallelujah. ഇന്ന് ജയിലിലായിരിക്കും, ಇವತ್ತು ಸೆರೆಮನೆಯಲ್ಲಿರ್ಬೋದು, പക്ഷെ നാളെ അവൻ ಅದೇ പുറത്തായിരിക്കും. ನಾಳೆ ಅವನು ಹೊರಗಡೆ ಇರ್ತಾನೆ. അടുത്ത തലത്തിലൊരു ശുശ്രൂഷയും ಮುಂದಿನ ಹಂತದ ಒಂದು ಸೇವೆಯಲ್ಲಿ ಅವನಾಗಿರ್ತಾನೆ. ആത്മാവ് നിർബന്ധിക്കണം. ದೇವರಾತ್ಮ ನಮ್ಮನ್ನು ಒತ್ತಾಯ ಮಾಡಬೇಕು. ദൈവം ഉപയോഗിക്കുന്ന എല്ലാവരെയും ದೇವರು ಉಪಯೋಗಿಸುವಂತ ಎಲ್ಲರನ್ನು ആത്മാവ് നിർബന്ധിക്കും. ದೇವರಾತ್ಮನ ಒತ್ತಾಯ ಪಡಿಸ್ತಾರೆ. ആത്മാവ് നിർബന്ധിക്കുന്നത് ದೇವರಾತ್ಮನ ಒತ್ತಾಯ ಪಡಿಸೋದು മനുഷ്യന് എന്തെല്ലാം ചെയ്യണം, ಮನುಷ್ಯನಿಗೆ ಏನೆಲ್ಲ ಮಾಡಬೇಕು, എന്തെല്ലാം കണക്കുകൂട്ടി വെച്ചിട്ടുണ്ട്, ಏನೆಲ್ಲ ಮನುಷ್ಯನ್ ಲೆಕ್ಕಾಚಾರ ಮಾಡಿಟ್ಟಿದ್ದಾನೆ, അവനതെല്ലാം നല്ലതായിരിക്കാം. ಅವನಿಗೆ ಅದೆಲ್ಲ ಒಳ್ಳೆದಾಗಿರುತ್ತೆ. പക്ഷെ അതിനകത്ത് പതിയിരിക്കുന്ന അപകടങ്ങൾ അവൻ അറിയത്തില്ല. ಆದ್ರೆ ಅದರೊಳಗಡೆ ಅಡಗಿ ಕೂತ್ಕೊಂಡಿರುವಂತ ಅವಘಡಗಳು, ಆಪತ್ತುಗಳು ಏನೆಂಬುದಾಗಿ ಮನುಷ್ಯನಿಗೆ ಗೊತ್ತಿಲ್ಲ. പരാജയങ്ങൾ അറിയത്തില്ല. ಅದರೊಳಗಡೆ ಅಡಗಿರುವಂತ ಸೋಲುಗಳು ಇವನು ಗೊತ್ತಿಲ್ಲ. പിന്നെ സംഭവിക്കുന്ന എന്തെന്ന് അറിയത്തില്ല. ನಂತರದಲ್ಲಿ ಏನಾಗಬಹುದು ಎಂಬುದಾಗಿ ಮನುಷ್ಯನಿಗೆ ಗೊತ್ತಿಲ್ಲ. പക്ഷെ ആത്മാവ് ആ നിർബന്ധിച്ച് നടത്തുന്നത് ಆದ್ರೆ ಆ ಮನುಷ್ಯನನ್ನ ನಿಯಂತ್ರಿಸುವಂತದ್ದು, ಒತ್ತಾಯ ಪಡಿಸುವಂತದ್ದು ದೇವರಾತ್ಮನಾಗಿದೆ. എന്ത് സംഭവിക്കാൻ പോകുന്നുവെങ്കിലും ನಂತರದಲ್ಲಿ ಏನೇ ಸಂಭವಿಸಲಿಕ್ಕೆ ಹೋಗ್ತಿದ್ರು ഒരു പാതയെ നിന്റെ കൂടെ അടിച്ചെടുക്കത്തില്ല. ಯಾವ ಉಪದ್ರವವು ನಿನ್ನ ಗುಡಾರದ ಸಮೀಪಕ್ಕೆ ಬರೋದಿಲ್ಲ. ഇടത്ത് 1000 വലത്ത് 10,000 ನಿನ್ನ ಮಧ್ಯದಲ್ಲಿ 1000 ಜನರು, ಬಲಗಡೆಯಲ್ಲಿ 10,000 ಜನರು ಸತ್ತು ಬಿದ್ದರು, എങ്കിലും അത് നിന്നെ ബാധിക്കത്തില്ല. ನಿನಗೇನು ತಟ್ಟದು. എന്നാൽ മനുഷ്യന്റെ ആമ ഇഷ്ടത്തിനാകുമ്പോ ಆದ್ರೆ ಮನುಷ್ಯನು ತನ್ನ ಇಷ್ಟದಂತ ಹೋಗುವಾಗ തോന്നിച്ച് ചെയ്യുന്ന മുഴുവനും ಒಳ್ಳೆಯದೆಂಬುದಾಗಿ ಅವನು ಅಂದುಕೊಂಡು ಮಾಡುವಂತ ಎಲ್ಲವೂ അവർ ഇന്ന് നല്ലതായിരിക്കാം, ಅವನಿಗೆ ಇವತ್ತು ಒಳ್ಳೆದಾಗಿರ್ಬೋದು, നാളെ അത് പരാജയമായിരിക്കും. ನಾಳೆ ಅದು ಸೋಲಾಗಿರ್ತದೆ. ദൈവത്തിന്റെ ആത്മാവ് ದೇವರ ಆತ್ಮನು എന്നെയും നിങ്ങളെയും ನನ್ನನ್ನು ನಿಮ್ಮನ್ನು എപ്പോഴും ಇವಾಗಲೂ എപ്പോഴും ಯಾವಾಗಲೂ എന്നേക്കും ಎಂದೆಂದಿಗೂ നല്ലതായിരിക്കുവാൻ ಒಳ್ಳೆದಾಗೇ ಇರಲಿಕ್ಕೆ ആത്മാവ് നിർബന്ധിക്കുന്നു. ದೇವರಾತ್ಮ ನಮ್ಮನ್ನು ಒತ್ತಾಯ ಪಡಿಸ್ತಾರೆ. ആത്മാവ് നിർബന്ധിക്കുന്നു. ದೇವರಾತ್ಮ ನಮ್ಮನ್ನು ಒತ್ತಾಯ ಪಡಿಸ್ತಾರೆ. ആത്മാവ് നിർബന്ധിക്കുന്നു. ದೇವರಾತ್ಮ ನಮ್ಮನ್ನು ಒತ್ತಾಯ ಪಡಿಸಿದ್ದಾರೆ. ഒക്കെ തിരക്കിൽ ആരൊക്കെ ഇരുന്നാലും ಯಾವುದೆಲ್ಲ ಬಿಸಿಯಲ್ಲಿ ಯಾರೆಲ್ಲ ಇದ್ರು നിങ്ങൾക്ക് പറഞ്ഞ 100 കൂട്ടം കാര്യങ്ങൾ കാണാം. ನಿಮಗೆ ಹೇಳಲಿಕ್ಕೆ 100 ಕಾರಣಗಳಿರಬಹುದು. പക്ഷെ നിങ്ങൾ അറിയാത്തൊരു സംഭവം പറയാം. ಆದ್ರೆ ನಿಮಗೆ ಗೊತ್ತಿಲ್ಲದೆ ಇರುವಂತ ಒಂದು ವಿಷಯ ಇರ್ತದೆ. ആത്മാവ് നിർബന്ധിക്കുന്നതിലേക്ക് ದೇವರ ಆತ್ಮ ನಿಮ್ಮನ್ನು ಒತ್ತಾಯ ಪಡಿಸದೇ ಇದ್ರೆ പിശാച് ഏതൊക്കെ മണ്ഡലം അടച്ചു കളഞ്ഞത് നിങ്ങളെ വിടുന്നില്ല. ಸೈತಾನನು ನಿಮ್ಮ ಜೀವಿತದಲ್ಲಿ ಯಾವುದೋ ಮಂಡಲಗಳನ್ನೆಲ್ಲ ಮುಚ್ಚಿಟ್ಟಿದ್ದಾನೆ, ನಿಮ್ಮನ್ನ ಬಿಡದ ಹಾಗೆ. ഹല്ലേലൂയ. ഇന്ന് പകല് ಇವತ್ತು ಹಗಲು വചനം കേൾക്കുമ്പോൾ ಈ ವಾಕ್ಯ ಕೇಳುವಾಗ ആത്മാവിന്റെ നിർബന്ധത്തിന് ದೇವರ ಆತ್ಮನ ಒತ್ತಾಯಕ್ಕೆ വിട്ടുകൊടുക്കുകയാണെങ്കിൽ ನಿನ್ನನ್ನು ಬಿಟ್ಟು ಕೊಡುವುದಾದ್ರೆ ദൈവപ്രവൃത്തി ജീവിതത്തിൽ ದೇವರ ಕಾರ್ಯ ನಿನ್ನ ಜೀವಿತದಲ್ಲಿ ಪ್ರಕಟವಾಗುತ್ತೆ. ആത്മാവ് നിർബന്ധിക്കുന്ന ഒരു ഉദാഹരണം ഞാൻ പറയാം. ದೇವರ ಆತ್ಮನ ಒತ್ತಾಯ ಪಡಿಸೋದ್ರ ಬಗ್ಗೆ ಒಂದು ಉದಾಹರಣೆ ಹೇಳ್ತೇನೆ. ലൂക്കോസ് 5-ാം അധ്യായം നിങ്ങൾ വായിക്കപ്പെടും. ಲೂಕನ ಸುವಾರ್ತೆ 5ನೇ ಅಧ್ಯಾಯ ನೀವು ಓದುವಾಗ ഞാൻ വചനം തുറക്കുന്നതിന് ആരും പേടിക്കില്ല. ನಾನು ವಾಕ್ಯನೇ ಬೈಬಲ್ ಓಪನ್ ಮಾಡ್ತಿರುವಲ್ಲ ಈ ಪಾಸ್ ಅಂತ ಭಯಪಡಬೇಡಿ. വചനം ഇത് ഇവിടെ ചടങ്ങിന്റെ പരിപാടിയില്ല. ಇಲ್ಲಿ ಯಾವ ವಾಡಿಕೆನೂ ಇಲ್ಲ. ഹല്ലേലൂയ. ആമേൻ. ഒരുവൻ ക്രിസ്തുവിനെ പുതിയ ಒಬ್ಬನ ಕ್ರಿಸ್ತನಲ್ಲಿದ್ರೆ ಅವನು ನೂತನ ಸೃಷ್ಟಿಯಾದನು. പുതിയത് സംഭവിച്ചുകൊണ്ടേയിരിക്കും. ಹೊಸದು ಸಂಭವಿಸುತ್ತಲೇ ಇರ್ತದೆ. ഇത് നല്ല മെസ്സേജ് വരുന്നത് ಪ್ರಸಂಗ ಬರಬೇಕಾಗಿರೋದು ಈ ಪುಸ್ತಕದಿಂದ ಅಲ್ಲ. ഇതിലുള്ള യേശു ಇದರಲ್ಲಿರುವ ಯೇಸು ഹൃദയത്തിലിരിക്കുമ്പോൾ ಹೃದಯದಲ್ಲಿರುವಾಗ ആ ഹൃദയത്തിൽ നിന്ന് വരുന്നതാണ്. ಆ ಹೃದಯದಿಂದ ಬರುವಂತದಾಗಿದೆ ಸಂದೇಶ. ಅದಾಗಿದೆ. ബൈബിൾ തുറക്കല് നാല് പറഞ്ഞ് പേടിക്കണ്ട. ಬೈಬಲ್ ಓಪನ್ ಮಾಡಲ್ಲ ಅಂತ ಭಯಪಡಬೇಡ್ರಿ. ഹല്ലേലൂയ. ആമേൻ. ബൈബിളിനകത്ത് ഏറ്റവും കൂടുതൽ ಬೈಬಲ್ನ ಒಳಗಡೆ ಬಹಳ ಹೆಚ್ಚು പ്രവാചകന്മാർ പഴയ നിയമത്തിൽ ಹಳೆ ಒಡಂಬಡಿಕೆಯಲ್ಲಿ ಪ್ರವಾದಿಗಳು പ്രവചിച്ചത് മുഴുവൻ ಪ್ರವಾದಿಸಿದೆಲ್ಲ പറയുന്നത് മുഴുവൻ ಹೇಳಿದ್ದೆಲ್ಲ യേശുവിനെ ആണെന്നുള്ള കാര്യം. ಯೇಸುವನ್ನಾಗಿದೆ ಅನ್ನುವಂತ ವಿಷಯ. ഹല്ലേലൂയ. കൃപയുള്ള ആർക്കും സംശയമില്ല. ಕೃಪೆಯುಳ್ಳಂತ ಯಾರಿಗೂ ಆ ವಿಷಯದಲ್ಲಿ ಸಂದೇಹ ಇಲ್ಲ. ഹല്ലേലൂയ. ആമേൻ. അതിനുശേഷവും ಅದರ ನಂತರವೂ ആമേൻ മുഴുവൻ അപ്പോസ്തലന്മാരും ಎಲ್ಲಾ ಅಪೊಸ್ತಲರು, ಹೊಸ ಒಡಂಬಡಿಕೆಯಲ್ಲಿರುವ ಎಲ್ಲಾ ಅಪೊಸ್ತಲರು ಹೇಳಿದ್ದು യേശുവിനെ കുറിച്ച് തന്നെയാണെന്നുള്ളത്. ಯೇಸುವಿನ ಕುರಿತಾಗಿಯೇ ಆಗಿದೆ ಎಂಬುದಾಗಿ. കൃപയുള്ള ആർക്കും സംശയമില്ല. ಕೃಪೆಯುಳ್ಳಂತ ಯಾರಿಗೂ ಆ ವಿಷಯದಲ್ಲಿ ಸಂದೇಹ ಇಲ್ಲ. അല്ലെങ്കിൽ പരിശുദ്ധാത്മാവുള്ള ആർക്കും സംശയമില്ല. ಅಥವಾ ಈ ರೀತಿಯಲ್ಲಿ ಹೇಳ್ತಾರೆ ಪವಿತ್ರಾತ್ಮನಿರುವಂತ ಯಾರಿಗೂ ಸಂದೇಹ ಇಲ್ಲ. പറഞ്ഞിരിക്കുന്ന യേശു ಆ ಹೇಳಲ್ಪಟ್ಟಿರುವ ಯೇಸು കർത്താവായ യേശുവിനെ ಕರ್ತನಾದ ಯೇಸುವನ್ನ രക്ഷിതാവ് ദൈവമായി ರಕ್ಷಕನು ದೇವರಾಗಿ ഹൃദയത്തിൽ സ്വീകരിക്കുകയും ಹೃದಯದಲ್ಲಿ ಅಂಗೀಕರಿಸಿ വായു കൊണ്ട് ഏറ്റുപറയുകയും ಬಾಯಿಂದ ಅರಿಕೆ ಮಾಡುವವರಿಗೆ ഞാൻ വാതിൽക്കൽ മുട്ടുന്നു ಯೇಸು ಹೇಳ್ತಾರೆ, ನಾನು ಬಾಗಿಲು ನಿಲ್ಸ್ಕೊಂಡು തുറന്നു ತಟ್ಟಿದ್ದೇನೆ, തരികയാണെങ്കിൽ ತೆರೆದು ಕೊಡುವುದಾದ್ರೆ യേശು അകത്ത് വരികയും ಯೇಸು ಒಳಗಡೆ ಬರ್ತಾರೆ. അകത്തിരിക്കുന്ന മഹത്വത്തിന്റെ പ്രത്യാശയെ ക്രിസ്തു ಒಳಗಡೆ ಇರುವಂತ ಮಹಿಮೆಯ ಆಲವಿಯ ನಿರೀಕ್ಷೆಯಾಗಿರುವಂತ ಕ್ರಿಸ್ತನು ആരോട് എന്ത് പറയണമെന്നുള്ളത് ಯಾರೊಂದಿಗೆ ಏನ್ ಹೇಳ್ಬೇಕೆನ್ನೋದನ್ನ ആത്മാവിലൂടെ പുറത്ത് പറയുമ്പോൾ ಆತ್ಮನ ಮೂಲಕವಾಗಿ ಹೊರ ಹೇಳಿಸುವಾಗ ഞാൻ അത് നോക്കിയില്ലല്ലോ, ನಾನು ಅದನ್ನ ನೋಡ್ಲಿಲ್ವಲ್ಲ, ആ വിഷയം പഠിച്ചില്ലല്ലോ, ಆ ವಿಷಯ ಕಲ್ತಿಲ್ವಲ್ಲ, ഈ വചനം കാണപ്പെടാൻ പഠിച്ചില്ലല്ലോ, ಈ ವಾಕ್ಯ ಕಂಡಮಾಡ ಕಲ್ತಿಲ್ವಲ್ಲ, ഇങ്ങനെ ഒരു പ്രസംഗം തയ്യാറാക്കിയില്ലല്ലോ, ಅಯ್ಯೋ, ಈ ತರ ಒಂದು ಪ್ರಸಂಗ ತಯಾರು ಮಾಡಿಲ್ವಲ್ಲ, അത് ഒത്തുവാക്കി എടുത്തു വെച്ചില്ലല്ലോ ಅಯ್ಯೋ ಅದಕ್ಕೆ ಬೇಕಾಗಿರೋ ವಾಕ್ಯಗಳನ್ನ ಟಿಕ್ ಮಾಡಿ ಇಟ್ಕೊಂಡಿಲ್ವಲ್ಲ എന്ന് വ്യാകുലപ്പെടേണ്ട ആവശ്യം ಎಂಬುದಾಗಿ ನೀವು ಕಳವಳ ಪಡಬೇಕಾದ ಅವಶ್ಯಕತೆ ആത്മാവ് നടത്തുന്ന ഒരു വ്യക്തിക്കില്ല. ದೇವರ ಆತ್ಮನಿಂದ ನಡೆಸಲ್ಪಡುವಂತ ಒಬ್ಬ ವ್ಯಕ್ತಿಗಿಲ್ಲ. ആത്മാവ് നടത്തപ്പെടുമ്പോൾ ನೀವು ಆತ್ಮನಿಂದ ನಡೆಸಲ್ಪಡುವಾಗ ആത്മാവ് സംസാരിക്കും. ದೇವರಾತ್ಮ ಮಾತಾಡ್ತಾರೆ, ആത്മാവ് സംസാരിക്കും. ದೇವರಾತ್ಮನು ಮಾತನಾಡ್ತಾರೆ, ആത്മാവ് സംസാരിച്ചൂടെ ದೇವರಾತ್ಮನು ಮಾತಾಡ್ತಾನೆ ಇರ್ತಾರೆ.
ഹല്ലേലൂയ. അതുകൊണ്ട് ಆದ ಕಾರಣ ഒരു പ്രസംഗം കേൾക്കുമ്പോൾ ಒಂದು ಪ್ರಸಂಗ ಕೇಳುವಾಗ എങ്ങനെ തുടങ്ങി, ಅದು ಹೇಗೆ ಸ್ಟಾರ್ಟ್ ಆಯ್ತು, എങ്ങനെ അവസാനിപ്പിക്കുന്നു, ಹೆಂಗ್ ಕೊನೆ ಮಾಡ್ತಾರೆ, ഏത് വാക്യമാണ് ಯಾವ ഒത്തുതരുന്നത് ವಾಕ್ಯ ಇದಕ್ಕೆ ತಗೊಂಡ್ರು എന്ന് ചിന്തിക്കുന്ന ಎಂಬುದಾಗಿ ಯೋಚಿಸುವ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ട്. ಯಾರಾದ್ರೂ ಆ ರೀತಿಯಲ್ಲಿ ಯೋಚನೆ ಮಾಡ್ತಿದ್ರೆ, അന്നും ഇന്നും അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ನೀವು ಅವತ್ತು ಇವತ್ತು ಅದೇ ತರ ಯೋಚನೆ ಮಾಡ್ತಿರುವಾಗ ആത്മാവ് നിർബന്ധിക്കാൻ നിങ്ങൾ വിട്ടുകൊടുക്കുകയാണെങ്കിൽ ದೇವರ ಒತ್ತಾಯ ಪಡಿಸಲಿಕ್ಕೆ ನಿಮ್ಮನ್ನು ಬಿಟ್ಕೊಡುವುದಾದ್ರೆ നിങ്ങൾക്ക് ഒരു അത്ഭുതമായി മാറാൻ കഴിയും. ನೀವು ಸಹ ಒಂದು ಅದ್ಭುತವಾಗಿ ಮಾರ್ಪಡಬಹುದು. നിങ്ങളെയും ദൈവം ഉപയോഗിക്കാൻ തുടങ്ങും. ನಿಮ್ಮನ್ನು ಸಹ ದೇವರು ಉಪಯೋಗಿಸ್ತಾರೆ. നിങ്ങളെയും ദൈവം വ്യത്യസ്തമാക്കാൻ തുടങ്ങും. ನಿಮ್ಮನ್ನು ಕೂಡ ದೇವರು ವಿಶೇಷತೆ ಉಳ್ಳವರಾಗಿ ಮಾಡ್ತಾರೆ. ഹല്ലേലൂയ. ആമേൻ. അതുകൊണ്ട് ഇന്ന് എല്ലാ സാഹചര്യങ്ങളും മറക്കുക. ಆದ ಕಾರಣ ಎಲ್ಲ ಸನ್ನಿವೇಶಗಳನ್ನ ಮರೆಯಿರಿ. യേശു വരുമ്പോൾ, ಯೇಸು ಬರುವಾಗ, യേശുവിന്റെ ആത്മാവ് പ്രവർത്തിക്കുമ്പോൾ, ಯೇಸುವಿನ ಆತ್ಮ ಕಾರ್ಯ ಮಾಡುವಾಗ ഞാൻ എന്തൊക്കെ കണക്കൂട്ടി ചിന്തിച്ച് വെച്ചിട്ടുണ്ടോ ನಾನು ಏನೆಲ್ಲ ಲೆಕ್ಕಾಚಾರ ಮಾಡಿ ಇಟ್ಕೊಂಡಿದ್ದೇನೋ അത് ഇനി ചിന്തിക്കണ്ട. ಅದು ಇನ್ನು ಯೋಚನೆ ಮಾಡಬೇಡ. ഈ പരിശുദ്ധാത്മാവ് ಇನ್ನು ಈ ಪವಿತ್ರಾತ್ಮನು എന്ന് പറയുമ്പോ ಏನ್ ಹೇಳ್ತಾನೋ അത് ഞാൻ ചെയ്യാൻ തുടങ്ങിയാണ്. ಅದನ್ನ ನಾನು ಮಾಡ್ಲಿಕ್ಕೆ ಪ್ರಾರಂಭಿಸ್ತೇನೆ. അതുകൊണ്ട് ഞാൻ പറയാം, ಆದ ಕಾರಣ ನಾನು ഞാൻ ಹೇಳ್ತೇನೆ, പറഞ്ഞതുപോലെ ഒരു വ്യക്തിയെ പരിചയപ്പെടുത്താം. ನಾನು ಹೇಳ್ದ ಹಾಗೆ ನಾನು ಒಬ್ಬ ವ್ಯಕ್ತಿಯನ್ನು ನಿಮಗೆ ಪರಿಚಯ ಮಾಡ್ತೇನೆ. നിങ്ങൾ നോക്കുക, പത്രോസ്. ನೀವು ನೋಡ್ರಿ ಪೇತ್ರನು. ഹല്ലേലൂയ. ആമേൻ. പത്രോസ്, ഹല്ലേലൂയ. അവന്റെ ജോലി എന്താ? ಅವನ ಕೆಲಸ ಏನು? അല്ല, അവന്റെ മുമ്പത്തെ പേരെന്താ? ಅವನ ಮುಂಚಿನ ಹೆಸರು, അവന്റെ മുമ്പത്തെ പേര് ഷീമോൻ. ಅವನ ಮುಂಚಿನ ಹೆಸರು ಸಿಮೋನನು. ഹല്ലേലൂയ. ആമേൻ. ഷീമോൻ. സിമോൻ. അതിന്റെ അർത്ഥങ്ങളുണ്ട്. പത്രോസിന്റെ അർത്ഥം എന്താണെന്നുണ്ട്. ಪೇತ್ರ ಅನ್ನುವಂತ ಹೆಸರು ಏನ್ ಅರ್ಥ ಅಂತ ಇದೆ. ഷീമോൻ എന്ന അർത്ഥം എന്താ? ಸಿಮೋನ್ ಅನ್ನುವಂತ ಪದಕ್ಕೆ ಏನ್ ಅರ್ಥ ಅಂತ ഷീമോൻ എന്ന വാക്കിന്റെ അർത്ഥം ಸಿಮೋನ್ ಅನ್ನುವಂತ ಮಾತಿನ ಅರ್ಥ ഉറപ്പില്ലാത്തവൻ, ದೃಢತೆ ಇಲ್ಲದವನು, ധൈര്യമില്ലാത്തവൻ, ಧೈರ್ಯ ಇಲ್ಲದವನು, കഴിവില്ലാത്തവൻ ಸಾಮರ್ಥ್ಯ ಇಲ್ಲದವನು എന്നുള്ള അല്ല ഏത് പ്രതലത്തിലും പിടിച്ചു നിൽക്കാൻ കഴിയത്തില്ല. ಅದರ ಅಥವಾ ಯಾವುದೇ ಸಮಸ್ಯೆಗಳ ಮಧ್ಯದಲ್ಲಿ ಹಿಡಿದು ನಿಲ್ಲಲಿಕ್ಕೆ ಆಗದೇ ಇರುವವನು. ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ ഇതുണ്ടല്ലോ. ಒಂದು ಪಕ್ಷ ನಮ್ಮ ಜೀವಿತದಲ್ಲೂ ಇದೆ. ദൈവം ഒരു വ്യക്തിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരു വ്യക്തിയെ മാത്രമല്ല. ದೇವರು ಒಬ್ಬ ವ್ಯಕ್ತಿ ಬಗ್ಗೆ ಹೇಳಿದ್ರೆ ಅದು ಆ ವ್ಯಕ್ತಿಯ ಕುರಿತು ಮಾತ್ರವಲ್ಲ. ബൈബിളിൽ ഒരു വചനം, ಬೈಬಲ್ ಅಲ್ಲಿ ಒಂದು ವಾಕ್ಯ അത് ഒരു വ്യക്തിയെ ಅಥವಾ ಬೈಬಲ್ ಅಲ್ಲಿ ಒಬ್ಬ ವ್ಯಕ್ತಿಯನ್ನ ദൈവം ഉപയോഗിക്കുന്നുണ്ട്. ದೇವರು ആ ಉಪಯೋಗಿಸ್ತಿರೋದು വ്യക്തിയോടുള്ള ബന്ധത്തിൽ മാത്രമുള്ള കാര്യമല്ല. ಆ ವ್ಯಕ್ತಿಗೆ ಸಂಬಂಧಪಟ್ಟ ವಿಷಯಗಳು ಮಾತ್ರವಲ್ಲ ಅದು. അതിനകത്ത് എനിക്കും നിനക്കും തോന്നും. ಅದ್ರೊಳಗಡೆ ನನಗೂ ನಿಮಗೂ ಇರುವಂತ ದೈವೋಕ್ತಿ ಇದೆ. ഹല്ലേലൂയ. ಆಮೆನ್. ഇത് എനിക്ക് വെളിപ്പാടായിട്ട് തുറക്കുകയാണ് വചനം. ಆಮೆನ್. ಇದೊಂದು ಪ್ರಕಟಣೆಯಾಗಿ ತೆರೀತಾ ಇದೆ ವಾಕ್ಯಗಳು. ഹല്ലേലൂയ. അവന്റെ ആദ്യത്തെ പേര് ഷീമോൻ. ಆತನ ಮೊದಲನೇ ಹೆಸರು ಸಿಮೋನ್. ഷീമോൻ എന്ന വാക്കിന്റെ അർത്ഥം ಸಿಮೋನ್ ಅನ್ನುವಂತ ಮಾತಿನ ಅರ್ಥ പ്രശ്നങ്ങൾ വരുമ്പോൾ ಸಮಸ್ಯೆಗಳು ಬರುವಾಗ പിടിച്ചു നിൽക്കാൻ കഴിയാത്തവൻ. ಹಿಡಿದು ನಿಲ್ಲಕ್ಕಾಗದೇ ಇರುವವನು. ഹല്ലേലൂയ. ആമേൻ. ഷീമോൻ ഉറപ്പില്ലാത്തവൻ. ಸಿಮೋನನು ದೃಢತೆ ಇಲ್ಲದವನು. ഇവന് ഈ ഉറപ്പില്ലാത്ത ഇവൻ, ಈ ದೃಢತೆ ಇಲ್ಲದೆ ಇರುವ ಇವನು, ഇവന്റെ ജോലി ഭയങ്കരമാണ്. ಇವನ ಕೆಲಸ ಭಯಂಕರ. കരവിട്ട് കടലിലൂടെ യാത്ര ചെയ്യണം. ದಡವನ್ನ ಬಿಟ್ಟು ಸಮುದ್ರದಲ್ಲಿ ಪ್ರಯಾಣ ಮಾಡಬೇಕು. കടലിൽ കിടക്കുന്ന മീനിനെ പിടിച്ച് കരയ്ക്ക് കൊണ്ടുവരണം. അതാ അവന്റെ പണി. ದಡದಲ್ಲಿರುವಂತ ಮೀನುಗಳನ್ನ ಸಮುದ್ರಕ್ಕೆ ತರಬೇಕು. ಅದಾಗಿದೆ ಅವನ ಕೆಲಸ. ഹല്ലേലൂയ. ആമേൻ. അങ്ങനെ ഡെയിലി പോകും. ಸಾರಿ, ಸಮುದ್ರದಲ್ಲಿರೋದನ್ನ ದಡಕ್ಕೆ ತರಬೇಕು. ಅದಾಗಿದೆ ಅವನ ಕೆಲಸ. ಡೈಲಿ ಹೋಗ್ತಾನೆ, കൂട്ടമായിട്ട് വരും. ಮೀನಿನ ಗುಂಪನ್ನು ಹಿಡ್ಕೊಂಡು ಬರ್ತಾನೆ. ഒരിക്കൽ അങ്ങനെ പോകുമ്പോൾ ಒಮ್ಮೆ ಆ ರೀತಿಯಲ್ಲಿ ಹೋಗುವಾಗ ഷീമോന്റെ പടകിൽ മീനില്ല. ಸಿಮೋನನ ಹಡಗಲ್ಲಿ ಮಾತ್ರ ಮೀನಿಲ್ಲ. ഷീമിന്റെ കൂടെയുള്ളവരുടെ പടകിൽ മീനില്ല. ಸಿಮೋನನ ಜೊತೆಯಲ್ಲಿರುವವರ ದೋಣಿಯಲ್ಲೂ ಕೂಡ ಮೀನಿಲ್ಲ. ഇന്ന് മീനിലെ നാളെ കിട്ടുമെന്ന് ಇವತ್ತು ಮೀನಿಲ್ಲ ಅಂತ ನಾಳೆ ಸಿಗುತ್ತೆ എന്ന് ചിന്തിക്കുന്നതിന് പകരം ಎಂಬುದಾಗಿ ಚಿಂತೆ ಮಾಡೋದಕ್ಕೆ ಬದಲಾಗಿ ഇവൻ വളരെ കരയാൻ തുടങ്ങി. ಇವನು ಬಹಳವಾಗಿ ಅಳುವುದಕ್ಕೆ ಆರಂಭಿಸಿದ್ರು. പലപ്പോഴും നമ്മളും അങ്ങനെയല്ലേ. ಅನೇಕ ಸಲ ನಾವು ಹಾಗೆ എത്ര അത്ഭുതം കണ്ടാലും ಎಷ್ಟು ಅದ್ಭುತ ಕಂಡ್ರು, എന്തൊക്കെ നടക്കാൻ പോകുന്നെങ്കിലും ಏನೆಲ್ಲ ಈಗ ನಡಿಯಕ್ ಹೋಗ್ತಿದ್ರು ഈ ശൂന്യത കാണുമ്പോ കരയുന്നവ, ಈ ಶೂನ್ಯತೆ ನೋಡುವಾಗ ಅಳುವವರು, വിഷമമുള്ളവ, ದುಃಖ ಇರುವವರು. ചിലര് പുറത്ത് പറയുന്നില്ല. ಕೆಲವರು ಹೊರಗಡೆ ಹೇಳಲ್ಲ ಅಷ್ಟೇ. അല്ലെ, ചില സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ಕೆಲವು ಸನ್ನಿವೇಶಗಳಲ್ಲಿ ಹಾದು ಹೋಗುವಾಗ മുമ്പ് വലിയ വാഗ്ദത്തങ്ങളാ, ಮುಂಚೆ ಭಯಂಕರ ವಾಗ್ದಾನ, പുറകിലും ചിലതൊക്കെ നമ്മൾ അനുഭവിച്ചവരാ. ಹಿಂದೆ ಮುಂಚೆನೂ ನಾವು ಸ್ವಲ್ಪ ಎಲ್ಲ ಅನುಭವಿಸ್ತೇವೆ. ഇപ്പോഴുള്ള സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ ಆದ್ರೆ ಈಗಿರುವ ಸನ್ನಿವೇಶದಲ್ಲಿ ಹಾದು ಹೋಗುವಾಗ അത് ചിലപ്പോ ഒരു ദിവസമായിരിക്കാം, ಕೆಲವೊಮ್ಮೆ ಅದು ಒಂದು ದಿನ ಆಗಿರ್ಬೋದು, ചിലപ്പോ ഒരു മാസമായിരിക്കാം, ಕೆಲವೊಮ್ಮೆ ಆ ಸನ್ನಿವೇಶ ಒಂದು ತಿಂಗಳಾಗಿರ್ಬೋದು, ചിലപ്പോ ഒരു വർഷമായിരിക്കാം. ಕೆಲವೊಮ್ಮೆ ಆ ಸನ್ನಿವೇಶ ಒಂದು ವರ್ಷವಾಗಿರ್ಬೋದು. ആകട്ടെ, ಏನೇ ಆಗ್ಲಿ അന്നേരം എന്താ സംഭവിക്കുന്നത്? ಆ ಸಮಯದಲ್ಲಿ ಏನ್ ಸಂಭವಿಸುತ್ತೆ? ഉറപ്പില്ലാതായി പോകുകയാണ്. ದೃಢತೆ ಇಲ್ಲದಂತ കാരണം പേരിന്റെ അർത്ഥം ശീമോൻ. ಯಾಕಂದ್ರೆ ಹೆಸರಿನ ಅರ್ಥ ಸಿಮೋನನು. നമ്മൾ ഉറപ്പില്ലാതായി പോകും. ശീമോൻ, ನಾವು ದೃಢತೆ ಇಲ್ಲದಂತ ಆಗಿದ್ದೇವೆ ಸಿಮೋನನೆಂಬ ಪದದ ಪ್ರಕಾರ. ശീമോൻ കരയുകയാണ്. ಸಿಮೋನನ ಅಳ್ತಿದ್ದಾನೆ. പടകിൽ ഒന്നും കാണാനില്ല. ದೋಣಿಯಲ್ಲಿ ಏನು ಕಾಣ್ತಾ ಇಲ್ಲ. എന്ന് ഇവനെ ചിന്തിച്ച പോലെ ಆದ್ರೆ ಇವನ್ ಚಿಂತೆ ಮಾಡ್ಬೋದಿತ್ತಲ್ವಾ? ഇവന്റെ ജോലി അനുസരിച്ച് ಇವನ್ ಕೆಲಸಕ್ಕೆ ತಕ್ಕಂತೆ മീൻ ചിലപ്പോ കിട്ടാതെ വരാം. ಮೀನ್ ಕೆಲವೊಮ್ಮೆ ಇಲ್ಲದಂತ ಆಗ್ಬೋದು. നാളെ പോകുമ്പോ കിട്ടും, ನಾಳೆ ಹೋಗೋದು അല്ല ಸಿಗುತ್ತೆ, അടുത്ത യാത്രയിൽ അത് കിട്ടും. ಅಥವಾ ಮುಂದಿನ ಪ್ರಯಾಣದಲ್ಲಿ ಸಿಗುತ್ತೆ. കടലിൽ മീനുണ്ടെങ്കിൽ അത് കിട്ടിയിരിക്കും ಸಮುದ್ರದಲ್ಲಿ ಮೀನಿದ್ರೆ ಸಿಕ್ಕೇ എന്ന് ಸಿಗುತ್ತೆ ചിന്തിക്കുന്നതിന് പകരം ಎಂಬುದಾಗಿ ಯೋಚನೆ ಮಾಡೋದಕ್ಕೆ ഇവൻ ಬದಲಾಗಿ ഇരുന്ന് കരയുകയാണ്. ಇವನ್ ಅಳ್ತಿದ್ದಾನೆ. അങ്ങനെയാണെങ്കിൽ മുഴുവൻ മുഖം വരെ ഇരുന്ന് കരയുണ്ട്. ಆಗಿರುವುದಾದ್ರೆ ಎಲ್ಲಾ ಬೆಸ್ತರು ಅಳ್ಬೇಕಲ್ವಾ? ഹല്ലേലൂയ. ആമേൻ. ശീമോൻ കരയുക, ശീമോൻ കൂടെയുള്ളവർ കരയുക. ಸಿಮೋನನು ಮತ್ತೆ ಜೊತೆಗಿರೋರು ಅಳ್ತಿದ್ದಾರೆ. ഹല്ലേലൂയ. കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ಅಳ್ತಿರುವಾಗ പടകിനെ ഒരു കരയ്ക്ക് കെട്ടിയിരിക്കുക. ಆ ದೋಣಿಯನ್ನ ಒಂದು ದಡದಲ್ಲಿ ശീമോൻ കരയാൻ ഒരു കാരണമുണ്ട്. ಸಿಮೋನನ ಅಳುವುದಕ್ಕೊಂದು ಕಾರಣ ಇದೆ. പടക് ശൂന്യമായിരിക്കുന്നു. ದೋಣಿ ಖಾಲಿಯಾಗಿದೆ. തന്റെ പടക് ശൂന്യമായിരിക്കുന്നു. ತನ್ನ ದೋಣಿ ಖಾಲಿಯಾಗಿಲ್ಲ. തന്റെ പടകിനകത്ത് ഒരു അത്ഭുതമില്ല. ತನ್ನ ದೋಣಿಯಲ್ಲಿ ಒಂದು ಅದ್ಭುತ ಇಲ್ಲ. മീൻ കൂട്ടമില്ല. ಮೀನಿನ ಗುಂಪಿಲ್ಲ. അധ്വാനിക്കുന്ന ഒരു കുറവുമില്ല. ಕಷ್ಟಪಡೋದಕ್ಕೆ ಯಾವ ಕೊರತೆನೂ ಇಲ್ಲ. കഴിഞ്ഞ രാത്രി മുഴുവനും ಕಳೆದ ರಾತ್ರಿ
ಪೂರ್ತಿ ഉറക്കമില്ലാതെ ನಿದ್ರೆ ಇಲ್ಲದೆ കഴിഞ്ഞ വർഷം അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം മുഴുവൻ ಕಳೆದ ವರ್ಷ ಪೂರ್ತಿ കഴിഞ്ഞ നാളുകൾ മുഴുവൻ ಕಳೆದ ದಿನಗಳೆಲ್ಲ നിങ്ങളുടെ ജീവിതത്തിൽ ನನ್ನ ಮತ್ತೆ ನಿಮ್ಮ ಜೀವಿತದಲ್ಲಿ ഒരു അനുഭവം ഒരു നന്മയും കാണാനില്ല. ಯಾವ ಅನುಗ್ರಹವನ್ನು ಕಾಣಲಿಕ್ಕಿಲ್ಲದೆ ഹല്ലേലൂയ. ഏതൊക്കെ ചില മേഖലകൾ ಯಾವುದೋ ಕೆಲವು ಮಂಡಲಗಳಲ್ಲಿ ശൂന്യമായി കിടക്കുന്നത് ಶೂನ್ಯವಾಗಿರುವಂತದ್ದು ആര് വന്നാലോ ಯಾರು ಬಂದ್ರು അവർക്ക് കൊടുക്കാനില്ലാതെ ಅವರು ಕೊಡ್ಲಿಕ್ಕಿಲ್ಲದೆ ആര് വന്നാലോ ಯಾರು ಬಂದ್ರು അവരെ പോയി ഫേസ് ചെയ്യാൻ കഴിയാതെ ಅವ್ರ ಮುಂದೆ ಫೇಸ್ ಮಾಡ್ಲಿಕ್ಕೆ ಆಗಲ್ಲ ഏതൊക്കെ ചില മേഖല ಯಾವುದೋ ಕೆಲವು ಹಂತಗಳಲ್ಲಿ കുടുംബ ജീവിതത്തിനകത്ത് ಕುಟುಂಬ ಜೀವಿತದೊಳಗಡೆ ശൂന്യതയെ കിടക്കുകയാണ്. ಶೂನ್ಯತೆಯಲ್ಲಿದ್ದೀರಿ. പ്രാർത്ഥിക്കുന്ന വ്യക്തിയായിരിക്കാം, ನೀನು ಪ್ರಾರ್ಥನೆ ಮಾಡೋ ವ್ಯಕ್ತಿ ಆಗಿರ್ಬೋದು, സത്യസന്ധമായ വ്യക്തിയായിരിക്കാം, ನೀನು ಯಥಾರ್ಥ ಚಿತ್ತನಾಗಿರೋ ವ್ಯಕ್ತಿ ಆಗಿರ್ಬೋದು, നന്മ ചെയ്യുന്ന വ്യക്തിയായിരിക്കാം. ನೀನು ಆಲ್ರೆಡಿ ಒಳ್ಳೆದನ್ನ പക്ഷെ ಮಾಡುವವನಾಗಿರ್ಬೋದು. നിനക്ക് നന്മ ചെയ്യാൻ ആഗ്രഹമുണ്ടാകും, ಆದ್ರೆ ಇನ್ನೂ ಒಳ್ಳೆದನ್ನ ಮಾಡ್ಬೇಕಂತ ನಿನಗೆ ಆಸೆ ಇದೆ, ചെയ്യാൻ കയ്യിലില്ലാതെ ಆದ್ರೆ ನಿನಗೆ ಮಾಡುವುದಕ್ಕೆ ಕೈಯಲ್ಲಿ ಇಲ್ಲದೆ ജീവിതമായ പടക് ನಿನ್ನ ಜೀವಿತವೆಂಬ ದೋಣಿ എപ്പോഴും ഒരു ശൂന്യമായ അവസ്ഥയാണ്. ಅನೇಕ ಬಾರಿ ಒಂದು ಖಾಲಿಯಾದಂತ ಅನುಭವ. നീ അവൻ നല്ല വ്യക്തിയാ, ನೀನು ಒಳ್ಳೆ ವ್ಯಕ್ತಿ, നീ വലിയ വിശ്വാസം പറയുന്ന വ്യക്തിയാ, ನೀನು ಬಹಳ ನಂಬಿಕೆಯನ್ನು ಮಾತಾಡುವವನೇ, മറ്റുള്ളവരെ ഉറപ്പിക്കുന്ന വ്യക്തിയാ, ಬೇರೆಯವರನ್ನ ದೃಢಪಡಿಸುವವನೇ. കുടുംബത്തിനകത്ത് ನಿನ್ನ ಕುಟುಂಬದೊಳಗಡೆ ശൂന്യത കാരണം ಶೂನ್ಯತೆ നീ ಕಾರಣದಿಂದ പലപ്പോഴും നിലവിളിക്കുന്നത് ನೀನು ಅನೇಕ ಬಾರಿ ಗೋಳಾಡುವುದನ್ನ ದೇವರಾತ್ಮ ತೋರಿಸಿದ್ದಾನೆ. കണ്ണ് പലപ്പോഴും നിറയുന്ന ನಿನ್ನ ദൈവാത്മാവ് ಕಣ್ಣು ಅನೇಕ ಬಾರಿ ತುಂಬುವುದನ್ನ ದೇವರಾತ್ಮ ದೃಷ್ಟಿಸಿದ್ದಾನೆ. ശൂന്യമായ ഒരു പടക് ಶೂನ್ಯವಾದ ಒಂದು ದೋಣಿ, ആരും കാണാതെ ಯಾರು ಕಾಣದೆ വല കഴുകിക്കൊണ്ടിരിക്കുന്ന ಅಲ್ಲಿ ಬಲೆಗಳನ್ನ ತೊಳಿತಾ ಇರುವ പത്രോസ് കരയുന്നു, ಪೇತ್ರನು ಅಳುತ್ತಿದ್ದಾನೆ, വല കരയുകയാണ്. ಅಳುತ್ತಿದ್ದಾನೆ. ಕಾರಣ അവൻ ഇപ്പോൾ ಅವನಿವಾಗ എല്ലാം സമ്മതിച്ചു, ಅವನೆಲ್ಲವನ್ನ ಒಪ್ಪಿಕೊಂಡ. അവനൊരു ശ്രീമോനെ പോലെ ಅವನೊಬ್ಬ ಸಿಮೋನನ അവൻ ഉറപ്പില്ലാത്തവൻ, ಅವನ ದೃಢತೆ ಇಲ್ಲದವನಾದನು, അവന്റെ ധൈര്യം ക്ഷയിച്ചു പോയി, ಅವನ ധೈರ್ಯ ಕ್ಷೀಣವಾಯಿತು, അവൻ ആട്ടി ഉലകുന്നവനായി, ಅವನ ಅಲುಗಾಡುವವನಾಗಿ ಮಾರ್ಪಟ್ಟ. പ്രതികൂലത്തിൽ പിടിച്ചു നിൽക്കാൻ കഴിയും. ಅನಾನುಕೂಲದ ಮಧ್ಯದಲ್ಲಿ ಹಿಡಿದು ನಿಲ್ಲಕ್ಕಾಗದೆ ശ്രീമോൻ കരയുകയാണ്. ಸಿಮೋನನ ಅಳುತ್ತಿದ್ದಾನೆ. പലപ്പോഴും എന്റെ നിങ്ങളുടെ ജീവിതത്തിൽ ಅನೇಕ ಬಾರಿ ನನ್ನ ಮತ್ತು ನಿಮ್ಮ എത്ര ಜೀವಿತದಲ್ಲಿ പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണെങ്കിലും, ಎಷ್ಟು ಪ್ರಾರ್ಥನೆ ಮಾಡೋ ವ್ಯಕ್ತಿಗಳಾಗಿದ್ರು, ആരാധിക്കുന്ന വ്യക്തിയാണെങ്കിലും, ಎಷ್ಟು ಆರಾಧನೆ ಮಾಡೋ ವ್ಯಕ್ತಿ ಆಗಿದ್ರು, കുടുംബത്തെ നോക്കുമ്പോൾ, ಕುಟುಂಬವನ್ನು ನೋಡುವಾಗ, കുടുംബമായ തോണിയെ നോക്കുമ്പോൾ ಕುಟುಂಬವೆಂಬ ದೋಣಿಯನ್ನು ನೋಡುವಾಗ മുഴുവൻ ശൂന്യതയാണ്. ಅಲ್ಲಿ ಕೇವಲ ಶೂನ್ಯತೆ. വ്യക്തിപരമായ ജീവിതത്തെ നോക്കുമ്പോൾ, ವೈಯಕ್ತಿಕ ಜೀವಿತವನ್ನು ನೋಡುವಾಗ വിശ്വാസ വാക്ക് പറഞ്ഞിട്ട് ನಂಬಿಕೆ ಮಾತುಗಳನ್ನು ಹೇಳಿ ബന്ധുക്കളുടെ മുമ്പിൽ ಸಂಬಂಧಿಕರ ಮುಂದೆ നമ്മളൊരു ശൂന്യയാണ്. ನಾವೊಂದು ಶೂನ್ಯತೆ ಒಳಗೆ. പടകിനകത്ത് അവർ നോക്കുമ്പോൾ ഒന്നുമില്ല, ದೋಣಿಯಲ್ಲಿ ಅವ್ರು ನೋಡುವಾಗ ಏನೂ ಇಲ್ಲ, അവർ നോക്കുമ്പോൾ നിന്റെ കുടുംബത്തിനകത്ത് ഒന്നുമില്ല. ಅವ್ರು ನೋಡುವಾಗ ನಿನ್ನ ಕುಟುಂಬದಲ್ಲಿ ಏನೂ ಇಲ್ಲ ഇത് കരയുന്ന ശീമോനെ പോലെ ಎಂಬುದಾಗಿ ಅಳುವ ಸಿಮೋನನ ಹಾಗೆ പലപ്പോഴും ಅನೇಕ ಬಾರಿ പാവെ പ്രാർത്ഥിച്ചിട്ട് മറുപടിയില്ല, ಪ್ರಾರ್ಥನೆ ಮಾಡಿದ್ರು ಸದುತ್ತರ ಇಲ್ಲ, ആരാധിച്ചിട്ട് മറുപടിയില്ല, ಆರಾಧನೆ ಮಾಡಿದ್ರು ಸದುತ್ತರ ಇಲ್ಲ, പ്രവചനം കേട്ടിട്ട് വേണ്ടതുപോലെ മറുപടിയില്ല. ಪ್ರವಾದನೆ ಕೇಳಿದ್ರು ಬೇಕಾದ ರೀತಿಯಲ್ಲಿ ಉತ್ತರ ಇಲ್ಲ. എന്നാൽ ഇന്ന് രാത്രി ಆದ್ರೆ ಇವತ್ತು ಹಗಲು ವೇಳೆಯಲ್ಲಿ ഈ ಸಮಯದಲ್ಲಿ പകല് ಈ ಹಗಲು കർത്താവ് യേശു ಕರ್ತನಾದ ಯೇಸು പടകിലേക്ക് കയറി വന്നു. ಆ ದೋಣಿಯನ್ನು ಹತ್ತಿ ಬಂದನು, ആ പടകിലേക്ക് അവൻ കയറി ಆ വരും. ದೋಣಿಯನ್ನು ಅವನು ಹತ್ತಿ ಬಂದನು. യേശു പ്രാർത്ഥിക്കുന്നവന്റെ പടകിലേക്ക് കയറി വരും. ಯೇಸು ಪ್ರಾರ್ಥನೆ ಮಾಡುವವನ ದೋಣಿಗೆ ಬರುತ್ತಾನೆ, യേശു കരയുന്നവന്റെ പടകിലേക്ക് കയറി ಯೇಸು വരും. ಅಳುವವನ ದೋಣಿಗೆ ಬರುತ್ತಾನೆ. എത്ര നാള് നീ കരയുന്നല്ല വിഷയം, ಎಷ್ಟು ದಿನ ನೀನು ಕಣ್ಣೀರಿಟ್ಟ ಅನ್ನೋದಲ್ಲ ವಿಷಯ, എത്ര നാള് പ്രാർത്ഥിച്ചു എന്നല്ല വിഷയം. ಎಷ್ಟು ದಿನ ನೀನು ಪ್ರಾರ್ಥನೆ ಮಾಡದೆ ಅನ್ನೋದಲ್ಲ. ഒരു ദിവസം നിന്റെ പടകിലേക്ക്, ಒಂದು ದಿನ ನಿನ್ನ ದೋಣಿಗೆ, നിന്റെ ശൂന്യമായ വിഷയത്തിലേക്ക് ನಿನ್ನ ಖಾಲಿಯಾದ ವಿಷಯಗಳಿಗೆ യേശു കയറി വരാൻ സമയമായി. ಯೇಸು ಹತ್ತು ಬರುವಂತ ಸಮಯವಾಯಿತು. യേശു പടകിലേക്ക് കയറി വന്നു. ಯೇಸು ಆ ದೋಣಿಯನ್ನು ಹತ್ತಿ ಬಂದನು. ആലയില് പല പടകുകൾ അവിടെയുണ്ട്, ಅನೇಕ ದೋಣಿಗಳು ಅಲ್ಲಿದೆ, അനേക കുടുംബമായ പടകുകളുണ്ട്. ಅನೇಕ ಕುಟುಂಬಗಳೆಂಬ ದೋಣಿಗಳಿದೆ. പക്ഷെ ആ ശ്രീമോന്റെ പടകിലേക്ക് യേശു കയറി. ಆದ್ರೆ ಸಿಮೋನನ ದೋಣಿಗೆ ಯೇಸು ಹತ್ತಿರುವುದಾದ್ರೆ, ഹല്ലേലൂയ, എന്റെ നിങ്ങളുടെ പടകിൽ ನನ್ನ ಮತ್ತು ನಿನ್ನ ಜೀವಿತದ ದೋಣಿಯಲ್ಲಿ യേശു കയറി ചില അത്ഭുതം ചെയ്യും. ಯೇಸು ಹತ್ತಿ ಕೆಲವು ಅದ್ಭುತಗಳನ್ನು ಮಾಡುತ್ತಾನೆ. യേശു പടകിൽ കയറിയിട്ട് ಯೇಸು ದೋಣಿಯನ್ನು ಹತ್ತಿ ശ്രീമോനോട് പറയുകയാണ്, ಸಿಮೋನನಿಗೆ ಹೇಳ್ತಿದ್ದಾನೆ, ಸಿಮೋನನೇ ശ്രീമോനെ, ಸಿಮೋನನೇ ശ്രീമോനെ, ಸಿಮೋನನೇ ശ്രീമോനെ. ಸಿಮೋನನೇ. അവന്റെ ആ പേര് തന്നെ വിളിച്ചു, ಅವನ ಹೆಸರನ್ನೇ ಕರೆದ, അവന്റെ അവസ്ഥ അനുസരിച്ചുള്ള ಅವನ പേര് വിളിച്ചു. ಪರಿಸ್ಥಿತಿಗೆ ತಕ್ಕಂತೆ ಹೆಸರದು. അല്ലെ, പക്ഷെ യേശു അത് വിളിക്കേണ്ട ആവശ്യമില്ല. ಯೇಸು ಆ ರೀತಿಯಲ್ಲಿ ಕರಿಬೇಕಾದ ಅವಶ್ಯಕತೆ ಇಲ್ಲ. യേശു പത്രോസ് എന്നാണ് വിളിക്കുന്നത്. ಯೇಸು ಪೇತ್ರನೆಂದರೆ ಕರಿಬೇಕು. യേശു അവരുടെ പേര് പത്രോസ് എന്നാണ്. ಯೇಸು ಅವನಿಗೆ ಇಟ್ಟಂತ ಹೆಸರು ಪೇತ್ರನ್ ಎಂಬುದಾಗಿ. യേശു ഇട്ട പേര് യേശു വിളിച്ചിട്ടില്ല. ಆದ್ರೆ ಯೇಸು ಇಟ್ಟಂತ ಹೆಸರು ಯೇಸು ಕರೀಲಿಲ್ಲ. അവന്റെ സ്റ്റേജ് മാറിയിട്ടില്ല. ಯಾಕಂದ್ರೆ ಇವನ ಪರಿಸ್ಥಿತಿ ಇನ್ನೂ ಬದಲಾಗಿಲ್ಲ. ഹല്ലേലൂയ. ശ്രീമോനെ, ಸಿಮೋನನೇ, അല്ലെ ശ്രീമോനെ, ಸಿಮೋನನೇ, നിന്റെ പടകൽപ്പം നീക്കുക, ನಿನ್ನ ದೋಣಿಯನ್ನು ಮುಂದೆ ತಳ್ಳು. കരയുന്നുണ്ട്. ഞാൻ ഇപ്പോൾ പറഞ്ഞിട്ടിരിക്കുന്ന ഭാഗം ನಾನು ಈಗ ಹೇಳ್ತಿರುವ ಭಾಗ ലൂക്കോസ് 5-ാം അധ്യായമാണ്. ಲೂಕನ ಬರೆಸುವಂತ 5ನೇ ಅಧ್ಯಾಯವಾಗಿದೆ. നിന്റെ പടക്, ನಿನ್ನ ದೋಣಿ. ഞാനിപ്പോ ഇതെടുത്ത് വായിപ്പിക്കാത്തതുകൊണ്ട് തന്നെയാണ്. ನಾನು ಇವಾಗ ಇದನ್ನ ತೆಗೆದು ಓದಿಸ್ತಾ ಇರೋದ್ರಿಂದ ആത്മാവിന് ശുശ്രൂഷയ്ക്ക് ഒരു വ്യത്യാസമാണ്. ಆತ್ಮಿಕ ಸೇವೆ ಒಂದು ವ್ಯತ್ಯಾಸವಾಗಿದೆ. ആത്മാവ് പറയുന്നത് ചെവിയുള്ളവർക്ക്, ದೇವರ ಆತ್ಮನ ಹೇಳುವುದನ್ನ ಕಿವಿಯುಳ್ಳವರು ಕೇಳಲಿ. ഹല്ലേലൂയ. നിന്റെ പടക് ನಿನ್ನ ದೋಣಿ കരയിൽ നിന്ന് ದಡದಿಂದ അല്പം ഒന്ന് നീക്കാൻ കഴിയും. ಸ್ವಲ್ಪ ಮುಂದೆ ಸರಿಸ್ತೀಯೋ, കരയിൽ നിന്ന് അല്പം നീക്കുക. ದಡದಿಂದ ಸ್ವಲ್ಪ ಮುಂದೆ ಸರಿಸು. ഈ കരയിലെ പ്രത്യേകത എന്ന് പറയുന്നത് ಈ ದಡದ ವಿಷಯ
ವಿಶೇಷತೆ ಏನಂದ್ರೆ സാധാരണ കരയിലിരിക്കുന്നിടത്തോളം കാലം ದಡದಲ್ಲಿರುವಷ್ಟು ಕಾಲ ഈ സാധാരണ മനുഷ്യൻ ചിന്തിക്കാൻ പോലെ ചിന്തിക്കും. ಸಾಧಾರಣ ವ್ಯಕ್ತಿ ಯೋಚನೆ ಮಾಡೋ ರೀತಿಯಲ್ಲಿ ಯೋಚನೆ ಮಾಡ್ತಾರೆ. സാധാരണ കരയിലുള്ളവർ പഠിച്ചവരാണ്. ಸಾಧಾರಣವಾಗಿ ದಡದಲ್ಲಿರೋರು ಕಲಿತವರಾಗಿದ್ದಾರೆ. കരയിലുള്ളവർക്ക് നല്ല ബുദ്ധിയുണ്ട്. ದಡದಲ್ಲಿರೋರು ಬಹಳ ಬುದ್ಧಿ ಇದೆ. കരയിൽ പല കാര്യങ്ങളുമുണ്ട്. ದಡದಲ್ಲಿ ಅನೇಕ ವಿಷಯಗಳು. ഇന്നത്തെ രീതിക്ക് പറയുകയാണെങ്കിൽ ಇವತ್ತಿನ ರೀತಿಯಲ್ಲಿ ಹೇಳೋದಾದ್ರೆ കരയിൽ കോടതിയുണ്ട്, ದಡದಲ್ಲಿ ಕೋರ್ಟ್ ಇದೆ, കരയിൽ ജ്ഞാനികളുണ്ട്. ದಡದಲ್ಲಿ ಜ್ಞಾನಿಗಳಿದ್ದಾರೆ. ആവശ്യമുള്ള കാര്യം ചോദിച്ചറിയാൻ കഴിയും. ಬೇಕಾದ್ರೆ ಅವ್ರ ಹತ್ರ ಬೇಕಾದ ವಿಷಯಗಳನ್ನ ಕೇಳಿ ತಿಳ್ಕೋಬಹುದು. കരയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്, ದಡದಲ್ಲಿ ವಿದ್ಯಾಭ್ಯಾಸದ ಸ್ಥಾಪನೆಗಳಿದೆ. കരയിൽ രാഷ്ട്രീയമുണ്ട്, ದಡದಲ್ಲಿ ರಾಜಕೀಯ ಇದೆ. കരയിൽ പണമുണ്ട്, ದಡದಲ್ಲಿ ಹಣ ಇದೆ. കരയിൽ വേണ്ടത് മുഴുവനുമുണ്ട്. ದಡದಲ್ಲಿ ಬೇಕಾದ ಎಲ್ಲವೂ ಇದೆ. ഹല്ലേലൂയ. യേശു പറയുകയാണ് കര വിടുക. ಆದ್ರೆ ಯೇಸು ಹೇಳ್ತಿದ್ದಾರೆ ನೀನ್ ದಡವನ್ನ ಬಿಡು, ഇതുമായിട്ടുള്ള ബന്ധത്തെ നീ ഒന്ന് വിടുക. ಇದರೊಂದಿಗಿನ ಸಂಬಂಧವನ್ನ ನೀನ್ ಬಿಡು. ഞാൻ തയ്യാറാകുകയാണെങ്കിൽ ಬಿಡುವುದಕ್ಕೆ ಸಿದ್ಧವಾದ್ರೆ അല്ലെങ്കിൽ ಈ പടകിനെ അങ്ങോട്ട് ಈ കൊണ്ടുപോകും. ದೋಣಿಯನ್ನ ನಾನು ಮುಂದೆ ನಡೆಸ್ತೇನೆ. ഈ പടക്. ഹല്ലേലൂയ. കാരണം അവരുടെ ബുദ്ധിയും എന്റെ പ്രവൃത്തിയും കൂടി ഒന്നാകുന്നില്ല. ಯಾಕಂದ್ರೆ ಆ ದಡದಲ್ಲಿರುವವರ ಬುದ್ಧಿಯು ನನ್ನ ಕಾರ್ಯವು ಒಂದಾಗುವುದಿಲ್ಲ. അവരുടെ കഴിവുകൾ അനുസരിച്ച് നീ പോവുകയാണെങ്കിൽ ಅವರ ಸಾಮರ್ಥ್ಯಕ್ಕೆ ತಕ್ಕಂತೆ ನೀನು ಹೋಗೋದಾದ್ರೆ ഹല്ലേലൂയ നിന്റെ പടക് ശൂന്യമായിരിക്കും. ನಿನ್ನ ದೋಣಿ ಶೂನ್ಯವಾಗಿರುತ್ತದೆ. ഈ കരയിൽ മറ്റു ചില ಈ കുഴപ്പങ്ങളുണ്ട്. ದಡದಲ್ಲಿ ಇನ್ನೂ ಕೆಲವು ಸಮಸ್ಯೆಗಳಿವೆ. സകല പാപ സ്വഭാവങ്ങളും കിടക്കുന്ന കരയില്ല. ಎಲ್ಲ ಪಾಪ ಸ್ವಭಾವ ಇರೋದು ಈ ದಡದಲ್ಲೇ ಆಗಿದೆ. ഹല്ലേലൂയ. ಆಮೆನ್. മനുഷ്യൻ വാസ ചെയ്യുന്ന സ്ഥലമാണ് കര. ಯಾಕಂದ್ರೆ ಮನುಷ್ಯನು ವಾಸ ಮಾಡೋ ಸ್ಥಳವಾಗಿದೆ ದಡ. ഹല്ലേലൂയ. കരയിലൊക്കെ മനുഷ്യനുണ്ട്, ದಡದಲ್ಲಿ ಮನುಷ್ಯನಿದ್ದಾನೆ. കരയിലൊക്കെ മനുഷ്യൻ എവിടെയുണ്ടോ ದಡದಲ್ಲಿ ಮನುಷ್ಯನ್ ಎಲ್ಲಿದ್ದಾನೋ പിശാച് ഉണ്ടായിരിക്കും. ಅಲ್ಲಿ ಸೈತಾನ್ ಇರ್ತಾನೆ. അത് പണ്ടേ അവന്റെ ഒരു ഇഷ്ടം. അത് ಮೊದಲಿಂದಲೇ ಇರುವಂತ ಇಷ್ಟ. അവയെ വളർത്ത പിശാച് ಆದಮ್ ಹವ್ವ ಇರುವ ಸ್ಥಳದಲ್ಲಿ ಸೈತಾನ್ ಇದ್ದ. തോട്ടത്തിൽ പോലും വന്നവൻ. ಏನೇ ತೋಟದಲ್ಲೂ ಬಂದವನು. കരയിൽ പിശാചുണ്ട്. ದಡದಲ್ಲಿ ಸೈತಾನ್ ಇದ್ದಾನೆ. അതുകൊണ്ട് ಆದ ಕಾರಣ പല പാപ വഴികളും ഉണ്ട്. ಅನೇಕ ಪಾಪದ ದಾರಿಗಳು ದಡದಲ್ಲಿದೆ. പല മോഹങ്ങൾ അവിടെയുണ്ട്. ಅನೇಕ ಮೋಹಗಳು ದಡದಲ್ಲಿದೆ. നമ്മൾ ഇഷ്ടപ്പെടുന്ന ನಾವು ಇಷ್ಟಪಡುವ നമ്മൾ എത്ര വേണ്ടെന്ന് വെച്ചാലും ನಾವೆಷ್ಟು ಬೇಡ ಅಂತ ಇಟ್ರು നമ്മളെ സ്വാധീനിക്കുന്ന ചില ശക്തികൾ അതിനകത്തുണ്ട്. ನಮ್ಮನ್ನ ಆಕರ್ಷಿಸುವ ಕೆಲವು ಶಕ್ತಿಗಳು ದಡದಲ್ಲಿದೆ. കരയുന്ന കർത്താവ് അവിടെ വിടാൻ പറഞ്ഞ കാര്യം ದಡದಿಂದ ನೀನ್ ಬಿಡು ಅಂತ ಹೇಳಕ್ಕೆ ಕಾರಣ അക്ഷര്യമായി പത്രോസിന്റെ പടക് വെള്ളത്തിലേക്ക് പോകാനാണ്. ಸರಿಯಾಗಿ ಹೇಳ್ಬೇಕಂದ್ರೆ ಯಥಾರ್ಥ ರೀತಿಯಲ್ಲಿ ಹೇಳೋದಾದ್ರೆ ಪೇತ್ರನ ದೋಣಿಯನ್ನು ಸ್ವಲ್ಪ ಮುಂದಕ್ಕೆ അതേപോലെ ഇന്ന് ആത്മാവിൽ വിവേചിച്ച് ಆದ್ರೆ പറയുക. ಅದೇ ವಾಕ್ಯವನ್ನ ಇವತ್ತು ಆತ್ಮದಲ್ಲಿ ವಿವೇಚಿಸಿ ಹೇಳ್ತೇನೆ. കരയിൽ ഇരുന്ന പല ദൈവമക്കളെന്ന് അവകാശപ്പെടുന്ന ആർക്കും ದೇವರ ಮಕ್ಕಳೆಂಬುದಾಗಿ ಹೇಳಿಕೊಂಡು ದಡದಲ್ಲೇ ಇರುವಂತ ಯಾರಿಗೂ കരയിലെ ജ്ഞാനത്തിലും ದಡದ ಜ್ಞಾನದಲ್ಲೂ കരയിലെ മോഹത്തിലും ದಡದ ಮೋಹದಲ್ಲೂ കരയിലെ അറിവിലും ದಡದಲ್ಲಿರುವ ತಿಳುವಳಿಕೆಯಲ್ಲೂ കരയിലെ ബുദ്ധിയിലും ದಡದಲ್ಲಿರುವ ಬುದ್ಧಿಯಲ್ಲೂ ആർക്കും ಇರುವಂತ ಯಾರಿಗೂ ദൈവപ്രവൃത്തി വെളിപ്പെട്ട് കാണാൻ കഴിയത്തില്ല. ದೇವರ ಕಾರ್ಯಗಳನ್ನ ಪ್ರಕಟವಾಗಿ ಕಾಣ್ಲಿಕ್ಕೆ ಆಗುವುದಿಲ್ಲ. അവർക്ക് കരയുടെ സ്വഭാവത്തെ കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത്. ಅದ್ರ ಅರ್ಥ ನಾನು ಹೇಳ್ತಿರೋದು ದಡದ ಲೋಕದ ಸ್ವಭಾವದ ವಿಷಯವನ್ನಾಗಿದೆ. എന്തിനാ കരവിടാൻ പറയേണ്ട കാര്യം എന്താ? ಯಾತಕ್ಕಾಗಿ ದೇವರು ಹೇಳ್ತಿರೋದು ದಡವನ್ನ ಬಿಡುವುದಾಗಿ. തോണി വെള്ളത്തേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞാൽ പോലെ ದೋಣಿಯನ್ನ ನೀರು ತಗೊಂಡೋಗಪ್ಪ ಅಂತ ಹೇಳಿದ್ರೆ കാരണങ്ങളുണ്ട്. ದಡದಿಂದ ಮುಂದೆ ಸರಿಸುವುದೇಳ ಕಾರಣ ಇದೆ. കരയിൽ ഇരിക്കുന്നിടത്തോളം നീ കരയും. ದಡದಲ್ಲಿ ಇರುವಷ್ಟು ಕಾಲ ನೀನು ಅಳ್ತೀಯ. കരയിൽ ഇരിക്കുന്നിടത്തോളം നിന്റെ പ്രശ്നങ്ങൾ. ದಡದಲ್ಲೇ ನೀನು ಇರುವಷ್ಟು ಕಾಲ ನೀನು ಸಮಸ್ಯೆಯಲ್ಲಿ ಬಳಲ್ತೀಯ. കരയിൽ ഇരിക്കുന്നിടത്തോളം നീ ചിന്തിച്ചുകൂടെ. ದಡದಲ್ಲೇ ಇರುವಷ್ಟು ಕಾಲ ನೀನು ಚಿಂತೆ ಮಾಡ್ತಾನೆ ಇರ್ತೀಯ. ജോലി അവിടെ നിന്ന് ചിന്തിക്കലല്ല. ಆದ್ರೆ ನಿನ್ ಕೆಲಸ ಅಲ್ಲಿ ಕುತ್ಕೊಂಡು ಚಿಂತೆ ಮಾಡೋದಲ್ಲ. നീ ലോക സ്ഥാപനത്തിന് മുമ്പേ ನೀನ್ ಜಗದ ಉತ್ಪತ್ತಿಗೆ ಮೊದಲೇ ക്രിസ്തുവിൽ നിന്നെ കണ്ടത്. ಕ್ರಿಸ್ತನಲ್ಲಿ ನೀನು ಕಂಡಿದ್ದು. നീ ഇവിടെ ഇരുന്ന് കരയാൻ വേണ്ടിയല്ല. ನೀನು ಇಲ್ಲಿ ಕೂತ್ಕೊಂಡು ಅಳ್ಲಿಕ್ಕಲ್ಲ. നിന്നിലൂടെ ചില അപ്പസ്തോലിക വെളി പുറത്ത് വരാനുണ്ട്. ನಿನ್ನಿಂದ ಒಂದು ಅಪೊಸ್ತಲನ ಕರೆಯುವಿಕೆ ಹೊರಗಡೆ ಬರ್ಲಿಕ್ಕಿದೆ. നിന്നിലൂടെ ഒരു ശുശ്രൂഷ പുറത്ത് വരാനുണ്ട്. ನಿನ್ನಿಂದ ಒಂದು ಸೇವೆ ಹೊರಗಡೆ ಬರ್ಲಿಕ್ಕಿದೆ. അത് പുറത്ത് വരാൻ സമയമാണ്. ಅದು ಹೊರಗಡೆ ಬರುವ ಸಮಯವಾಯಿತು. അപ്പൊ ശീമോനെ ಸಿಮೋನನೇ പടക് കടലിലേക്ക് നീക്കുക. ನಿನ್ನ ದೋಣಿಯನ್ನ ದಡದಿಂದ ತಳ್ಳು. ഇന്നത്തെ ഈ സെക്ഷന്റെ വാചനം ഞാൻ ബൈബിളിൽ എടുക്കുന്നില്ല. ಈ ಸೆಷನ್ ಇರುವಂತ ವಾಕ್ಯವನ್ನ ನಾನು ಬೈಬಲ್ ಓಪನ್ ಮಾಡಲ್ಲ. കാരണം വചനം എല്ലാവരും അറിഞ്ഞിരിക്കണം. ಯಾಕಂದ್ರೆ ವಾಕ್ಯ ಎಲ್ಲರೂ ತಿಳಿದಿರಬೇಕು. ഏത് ഭാഗത്തായി ഇത് കിടക്കുന്നത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ಯಾವ ಭಾಗದಲ್ಲಿ ಇದೆ ನಾನು ಅದನ್ನ ಹೇಳ್ತಿದ್ದೇನೆ. ഹല്ലേലൂയ. ಆಮೆನ್. എന്നെ കേൾക്കുന്ന ദൈവങ്ങളെ ശ്രദ്ധിക്കുക. ನನ್ನ ಶಬ್ದ ಕೇಳೋ ದೇವರ ಮಕ್ಕಳೇ ಗಮನಿಸಿರಿ. ആമേ കരയിൽ അല്പം നിൽക്കുക. ದಡದಿಂದ ಸ್ವಲ್ಪ ಮುಂದೆ ತಳ್ಳು. പ്രാർത്ഥന കഴിയട്ടെ. ಈ ಪ್ರಾರ್ಥನೆ ആ ಕಳೆದು ഭാഗം എടുത്ത് വായിക്കുമ്പോൾ ಆ ಭಾಗ ತೆಗೆದು ಓದುವಾಗ അവിടെ അങ്ങനെ തന്നെ കാണാം. ನಿಮ್ಮ ಬೈಬಲ್ ಅಲ್ಲಿ ಈ ವಿಷಯ ಹಾಗೇನೇ ಇರುತ್ತೆ. ನಿಮ್ಗೆ ಯಾವುದೇ ಸಂದೇಹ ಬೇಡ. ഹല്ലേലൂയ. ಆಮೆನ್. ഹല്ലേലൂയ. അടുത്ത് വായിപ്പിക്കാൻ പറ്റാഞ്ഞിട്ടല്ല. ನಿಮ್ಮ ಕೈಯಲ್ಲಿ ತೆಗೆದು ಓದಿಸಕ್ ಆಗದೆ ಇರೋದ್ರಿಂದ ಅಲ್ಲ. ഹല്ലേലൂയ. ഇത് ആത്മാവ് ചെയ്യുന്ന ശുശ്രൂഷയാണ്. ಆದ್ರೆ ಇದು ಆತ್ಮನ ಚಲನೆಯಲ್ಲಿ ದೇವರ ಆತ್ಮನ ಮಾಡ್ತಿರುವ ಸೇವೆ ಇದು. ഹല്ലേലൂയ. ആമേ ശ്രദ്ധിക്കുക. ಗಮನಿಸಿರಿ. പടക് നീക്കുക കരയിൽ. ದಡದಿಂದ ಅಲ್ಲಲ್ಲಿ ದೋಣಿಯನ್ನ ತಳ್ಳು. അവനെന്ത് ചെയ്തു? ആമേ വെള്ളത്തിലേക്ക് കൊണ്ടുപോയി. ಅವನೇನ್ ಮಾಡ್ದ? ದಡದಿಂದ ನೀರಿಗೆ ತಳ್ಳುತ್ತಿದ್ದ. ഈ ആമേ എന്താ ഞാൻ ഈ വിഷയം എടുക്കാൻ കാരണം? ನಾನು ಈ ವಿಷಯಕ್ಕೆ ಕಾರಣ ಏನು? ഞാൻ ആരംഭിച്ചത് എങ്ങനെയാണ്? ನಾನು ಪ್ರಾರಂಭ ಮಾಡಿದ ಹೀಗೆ. ആത്മാവ് നിർബന്ധിക്കുന്നു. ದೇವರ ಆತ್ಮನ ಒತ್ತಾಯಪಡಿಸಬೇಕು. ಯೇಸು തന്നിലൂടെ ആത്മാവിലൂടെ ತನ್ನಲ್ಲಿರುವ ಆತ್ಮನ ಮೂಲಕ പത്രോസിനെ നിർബന്ധിക്കുന്നു. ಪೇತ್ರನನ್ನ ಒತ್ತಾಯ ಮಾಡ್ತಿದ್ದಾನೆ. പത്രോസിനെ നിർബന്ധിക്കുന്നു. ಪೇತ್ರನನ್ನ ಒತ್ತಾಯ ಮಾಡ್ತಿದ್ದಾನೆ. ആത്മാവ് നിർബന്ധിക്കുന്ന അനുസരിച്ച് ದೇವರ ಆತ್ಮನ ಒತ್ತಾಯ ಮಾಡೋದಕ್ಕೆ ತಕ್ಕಂತೆ പത്രോസ് കരവിട്ടു. ಪೇತ್ರನ ದಡವನ್ನ ಬಿಟ್ಟನು. കരയിലെ
സകല ഇടപാടുകളും വിട്ടു. ದಡದಲ್ಲಿರುವಂತ ಎಲ್ಲ ಒಡನಾಟವನ್ನು ಬಿಟ್ಟನು. കരയിൽ ഏതെങ്കിലും ഇടപാടുകൾ ഉണ്ടെങ്കിൽ ದಡದಲ್ಲಿ ಏನಾದರೂ ವ್ಯವಹಾರಗಳಿದ್ರೆ പടക് മുമ്പോട്ട് കൊണ്ടുപോകാൻ ಈ കഴിയത്തില്ല. ದೋಣಿ ಮುಂದೆ ತಗೊಂಡೋಗಕ್ಕಾಗಲ್ಲ. അവന്റെ നിർബന്ധത്തിന് ഇത് പോകത്തില്ലെന്ന്. ದೇವರಾತ್ಮನ ಒತ್ತಾಯಕ್ಕೆ ತಕ್ಕಂತೆ ನಿನ್ ದೋಣಿ ಮುಂದಕ್ಕೆ ಹೋಗಲ್ಲ. ഹല്ലേലൂയ. ഇത് ചിലപ്പോ ബുദ്ധിപരമായിട്ട് ചിന്തിച്ചാൽ ಇದು ಬುದ್ಧಿಗೆ ತಕ್ಕಂತೆ ಯೋಚನೆ ಮಾಡಿದ್ರೆ ഒരു തോണിയെ ಒಂದು ದೋಣಿಯನ್ನ കരയിൽ ದಡದಿಂದ മാറ്റി വെള്ളത്തിലൂടെ വിടുന്ന കാര്യമാണ് ചിന്തിക്കാൻ പറ്റൂ. ನೀರಿಗೆ ತಗೊಂಡೋದ್ರು ಇಷ್ಟೇ ನಾವು ಯೋಚನೆ ಮಾಡಕ್ಕಾಗೋದು. അങ്ങനെയാണെങ്കിൽ ಆಗಿರುವುದಾದ್ರೆ ആ വചനം ಆ ವಾಕ್ಯ പത്രോസിന് മാത്രമായിരിക്കണം. ಅಷ್ಟು ಮಾತ್ರ ನಿಮಗೆ ಯೋಚನೆ ಮಾಡ್ಲಿಕ್ಕೆ ಆಗುತ್ತೆ ಅಂದ್ರೆ ಅದು ಪೇತ್ರನಿಗೆ ಮಾತ್ರ ಇರುವಂತ ವಾಕ್ಯ ಅದು. വേറെ ആരും പ്രസംഗിക്കേണ്ട ആവശ്യമില്ല. ಬೇರೆ ಯಾರಿಗೂ ಪ್ರಸಂಗ ಮಾಡ್ಬೇಕಾಗಿರೋ ಅವಶ್ಯಕತೆ ಇಲ್ಲ. കർത്താവിന്റെ വചനത്തിൽ ಅದೇ ಕರ್ತನ ವಾಕ್ಯಕ್ಕೆ ആരും ചിന്തിക്കുന്ന ആശയത്തിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല. ನೀವು ಯೋಚನೆ ಮಾಡುವಂತ ಪರಿಮಿತಿಗಳ ಒಳಗಡೆ ಅಡಗಿಸಲ್ಪಡುವಂತದ್ದಲ್ಲ ಕರ್ತನ ವಾಕ್ಯ. വചനത്തിന്റെ ആഴവും ವಾಕ್ಯದ ಆಳ, വചനത്തിന്റെ വീതിയും ವಾಕ್ಯದ ಅಗಲ, ആരായുന്നത് ಅದು ಹೋಗುವಂತದ್ದು പരിശുദ്ധാത്മാവ് മാത്രമായിരിക്കും. ಪರಿಶೋಧಿಸುವಂತದ್ದು ಪವಿತ್ರಾತ್ಮನಾಗಿದ್ದಾನೆ. ആരും ആർക്കും പിടികിട്ടത്തില്ല. ಆ ವಾಕ್ಯದ ಆಳ ಯಾರಿಗೂ ಅರ್ಥ ಆಗಲ್ಲ. കാരണം വചനം യേശുവാണ്. ಯಾಕಂದ್ರೆ ವಾಕ್ಯವು ಯೇಸುವಾಗಿದ್ದಾನೆ. ഹല്ലേലൂയ. ಆಮೆನ್. ചിന്തിക്കുക. ಗಮನಿಸಿರಿ, ഹല്ലേലൂയ. കരയിലിരുന്ന് ದಡದಲ್ಲಿದ್ದು വചനത്തെ ചിന്തിച്ചാൽ ವಾಕ್ಯವನ್ನ ಚಿಂತೆ ಮಾಡಿದ್ರೆ കരയിലുള്ള കാര്യങ്ങളെ പിടികിട്ടു. ದಡದಲ್ಲಿರುವಂತ ವಿಷಯಗಳಷ್ಟೇ ಅರ್ಥ ಆಗುತ್ತೆ. ആത്മാവ് നിർബന്ധിക്കുന്നതനുസരിച്ച് ದೇವರಾತ್ಮನ ಒತ್ತಾಯಪಡಿಸೋದಕ್ಕೆ ತಕ್ಕಂತೆ വചനത്തെ ചിന്തിച്ചാൽ ವಾಕ್ಯವನ್ನ ಚಿಂತಿಸಿದ್ರೆ ആഴങ്ങളിലേക്ക് പോകും. ಆಳವಾದ ಸ್ಥಳಗಳಿಗೆ ಹೋಗಬಹುದು. കരയിൽ ജ്ഞാനമുണ്ട്, ದಡದಲ್ಲೂ ಜ್ಞಾನ ಇದೆ, കരയിൽ അറിവുണ്ട്. ದಡದಲ್ಲಿ ತಿಳುವಳಿಕೆ ಇದೆ. ചിന്തിച്ചാൽ ಆ ತಿಳುವಳಿಕೆ ಯೋಚನೆ ಮಾಡಿದ್ರೆ, ആ പഠനത്തിൽ ബൈബിളിൽ ಆ ചിന്തിച്ചാൽ ವಿದ್ಯಾಭ್ಯಾಸದಲ್ಲಿ ಬೈಬಲ್ ಅನ್ನು ಯೋಚನೆ ಮಾಡಿದ್ರೆ കരയിലുള്ള കാര്യങ്ങളെ പിടികിട്ടത്തുള്ളൂ. ದಡದಲ್ಲಿರುವಂತ ವಿಷಯ ಅಷ್ಟೇ ನಿನಗೆ ಅರ್ಥ ಆಗೋದು. ആഴങ്ങളിൽ കിടക്കുന്ന കാര്യം പിടികിട്ടത്തില്ല. ಆಳಗಳಿಗೆ ಹೋಗುವಂತ ವಿಷಯ ನಿನಗೆ ಅರ್ಥವಾಗುವುದಿಲ್ಲ. ആഴങ്ങളിൽ പിടികിട്ടണമെങ്കിൽ ಆಳಗಳಿಗೆ ಹೋಗುವಂತ ವಿಷಯ ನಿನಗೆ ಅರ್ಥವಾಗಬೇಕಾದ್ರೆ ആത്മാവ് നിർബന്ധിക്കുന്നതനുസരിച്ച് നീ മുമ്പോട്ട് പോകാൻ തയ്യാറാകണം. ದೇವರ ಆತ್ಮನು ನಿನ್ನನ್ನು ಒತ್ತಾಯಪಡಿಸತಕ್ಕ ರೀತಿಯಲ್ಲಿ ನೀನು ಮುಂದೆ ಹೋಗಬೇಕು. ആമേ പടക മുമ്പോട്ട് കൊണ്ടുപോകാൻ പറഞ്ഞു. ದೋಣಿಯನ್ನು ಮುಂದೆ ತೆಗೆದುಕೊಂಡು ಹೋಗಿ ಎಂಬುದಾಗಿ ಯೇಸು ಹೇಳಿದ್ರು. ആമേ കൊണ്ടുപോയി. ಅವನ್ ದೋಣಿಯನ್ನ ಮುಂದೆ ತಗೊಂಡು പടക മുമ്പോട്ട് പോവുകയാണ്. ದೋಣಿ ಮುಂದೆ ಹೋಗ್ತಾ ಇದೆ. ഇപ്പോൾ ആരൊക്കെ പടകിലുള്ളത്? ಇವಾಗ ಯಾರ್ಯಾರಿದ್ದಾರೆ ದೋಣಿಯಲ್ಲಿ? യേശുവും പത്രോസും. ಯೇಸು ಮತ್ತು ಪೇತ್ರನು, ശീമോനും. ಯೇಸು ಮತ್ತು ಸಿಮೋನನು, യേശു ശീമോനും. ಯೇಸು ಸಿಮೋನನು. ഞാൻ എന്റെ ഭാവനയിൽ ഇനി ചില കാര്യം പറയാൻ പോയി. ನಾನು ನನ್ನ ಆತ್ಮಿಕ ಭಾವನೆಯಲ್ಲಿ ಕೆಲವೊಂದು ವಿಷಯಗಳನ್ನ ಹೇಳ್ತೇನೆ. എഴുതിയിട്ടില്ല, ಆ ರೀತಿಯಲ್ಲಿ ನಾನು ಬರ್ದಿಲ್ಲ. എഴുതാത്തത് പൂരിപ്പിക്കേണ്ടത് ಅಲ್ಲಿ ಬರೀದೇ ಇರುವುದನ್ನ ಪೂರ್ತಿ ಮಾಡ್ಬೇಕಾಗಿರೋದು അത് ആരുടെ കടമയാ? ಅದು ಯಾರ ಜವಾಬ್ದಾರಿ? അത് പരിശുദ്ധാത്മാവിന്റെ കടമയാണ്. ಅದು ಪವಿತ್ರಾತ್ಮನ ಜವಾಬ್ದಾರಿ. പരിശുദ്ധാത്മാവിലൂടെ ഞാൻ ഭാവനയിലേക്ക് പോവുകയാണ്. ಪವಿತ್ರಾತ್ಮನ ಮೂಲಕ ಆ ವಿಷಯವನ್ನ ಆತ್ಮಿಕವಾಗಿ ನಾನು ಭಾವಿಸಿ ഈ ಹೋಗುತ್ತೇನೆ. മീനുള്ള സ്ഥലം വരെ, ಈ ಮೀನಿರುವ ಸ್ಥಳದ ತನಕ, അത് ഏത് സ്ഥലം എന്ന് പറയുന്നില്ല, ಯಾವ ಸ್ಥಳ ಅಂತ ಅಲ್ಲಿ ಹೇಳಿಲ್ಲ, കടലിലേക്ക് കൊണ്ടുപോവുകയാണ്. ಸಮುದ್ರಕ್ಕೆ ಈ ದೋಣಿಯನ್ನು ತಳ್ಕೊಂಡು ಹೋಗ್ತಿದ್ದಾರೆ. ಶ್ರೀಮ പല സ്ഥലത്ത് പോയിട്ടുമുണ്ട്. ಸಿಮೋನನು ಅನೇಕ ಸ್ಥಳಗಳಿಗೆ ಹೋಗಿದ್ದಾನೆ. ഇത് അങ്ങനെയല്ല. ಆದ್ರೆ ಈ ಪ್ರಯಾಣ ಹಾಗಲ್ಲ. അവ കരയിൽ നിന്ന് നീക്കുക. ದಡದಿಂದ ಮುಂದಕ್ಕೆ ಸರಿಸು. അങ്ങനെയാണെങ്കിൽ ಹಾಗಿದ್ರೆ ശീമോനും യേശുവുമായിട്ട് ಸಿಮೋನನು ಮತ್ತು ಯೇಸು ഒരു യാത്ര മുമ്പോട്ട് തുറന്നുകൊണ്ടിരിക്കുക. ಒಂದು ಪ್ರಯಾಣವನ್ನು ಮುಂದುವರಿಸಿದ್ದಾರೆ. ഇവിടെ ലോകത്തിലെ ആരുമില്ല, ಇಲ್ಲಿ ಲೋಕದ ಯಾರು ಇಲ್ಲ, ഇവിടെ കരയിലുള്ള ആരുമില്ല, ದಡದ ಯಾರು ಇಲ್ಲಿಲ್ಲ, കരയിൽ ഒരു കേട്ട കാര്യം പറയുവാൻ ആരുമില്ല, ದಡದ ವಿಷಯವನ್ನ ಕೇಳಿಸ್ಕೊಂಡು ಹೇಳುವಂತವರು, ಆ ಇನ್ಫಾರ್ಮೇಶನ್ ಕೊಡುವಂತವರು ಇಲ್ಲಿ ಯಾರು ಇಲ್ಲ. കൂടെ മറ്റു പടകുകളുണ്ട്, ಜೊತೆಯಲ್ಲಿ ಬೇರೆ ಅನೇಕ ಹಡಗುಗಳಿವೆ. ഈ പടകിൽ ಆದ್ರೆ ಈ ದೋಣಿಯಲ್ಲಿ യേശു ശീമോനെ മാത്രം. ಯೇಸು ಮತ್ತು ಸಿಮೋನನ ಮಾತ್ರ. എത്ര സമയമായിരിക്കും യേശു ആ പടകിൽ ശീമോന് വേണ്ടി ചെലവഴിച്ചത്? ಎಷ್ಟು ಸಮಯವಾಗಿರ್ಬೋದು ಆ ದೋಣಿಯಲ್ಲಿ ಸಿಮೋನನಿಗಾಗಿ ಯೇಸು ಖರ್ಚು ಮಾಡಿದ್ದು? പക്ഷെ അവിടെ ഒന്നും അത്ഭുതം കാണുന്നില്ല. ಅಲ್ಲಿ ಎಲ್ಲೂ ಅದ್ಭುತ ಕಾಣ್ತಿಲ್ಲ. ഹല്ലേലൂയ. പക്ഷെ ആ സമയം ശീമോന്റെ ഉള്ളം കിടന്ന് പടയുകയാണ്. ಆದ್ರೆ ಆ ಸಮಯದಲ್ಲಿ ಸಿಮೋನನ ಒಳಗಡೆ ಒಂದು ಒದ್ದಾಟ. ഈ യാത്രയും വേസ്റ്റ് ആകുമോ? ಈ ಪ್ರಯಾಣವೂ ವ್ಯರ್ಥ ಆಗುತ್ತೋ? ആ ദിവസം മുഴുവൻ കിടന്ന് അധ്വാനിച്ചതല്ലേ? ನೆನ್ನೆ ದಿನ ರಾತ್ರಿ ಇಡೀ ಕಷ್ಟಪಟ್ಟಿದ್ದಲ್ವ? ഹല്ലേലൂയ. യേശുവിനെ കുറിച്ച് വലിയ പരിചയമൊന്നുമില്ല. ಯೇಸುವಿನ ಕುರಿತು ಅವನಿಗೆ ದೊಡ್ಡ ಪರಿಚಯ ಏನೂ ಇಲ್ಲ. അതല്ലേ ഇങ്ങനെ പറഞ്ഞു അങ്ങനെ കേട്ടിട്ടേ ഉള്ളൂ. ಯಾರೋ ಹೇಳಿರೋದನ್ನ ಸ್ವಲ್ಪ ಕೇಳಿದಾನಷ್ಟೇ. ചാടി ഇറങ്ങിയും പോയി. ചാടി ഇറങ്ങിയും പോയി. ನಾನು ಹೇಳ್ದಂಗೆ ಬಂದು ಬಿಟ್ಟೆ. കടലിലൂടെ പോയിക്കൊണ്ടിരിക്കുക. ಈ ದೋಣಿಯಲ್ಲಿ ಹೋಗ್ತಾ ಇದ್ದೀನಿ. ധോണി നീങ്ങിക്കൊണ്ടിരിക്കുക. ದೋಣಿ ಮುಂದೆ ಹೋಗ್ತಾ ಇದೆ. സമയം പറയുന്നില്ല, എത്ര സമയം അവിടെ നിന്നാണ് ബൈബിൾ പറയുന്നില്ല. ಎಷ್ಟು ಸಮಯ ಅಂತ ಬೈಬಲ್ ಹೇಳ್ತಿಲ್ಲ. അത് കൂടുതലായിട്ട് അറിയണമെങ്കിൽ ಅದು ಹೆಚ್ಚಾಗಿ ಗೊತ್ತಾಗ್ಬೇಕಂದ್ರೆ ആത്മാവ് നിർബന്ധിക്കുന്നതനുസരിച്ച് യാത്ര ചെയ്താലേ അറിയാൻ പറ്റും. ದೇವರ ಆತ್ಮನಿಂದ ಒತ್ತಾಯಪಡಿಸೋ ಪ್ರಕಾರ ಮುಂದೆ ಹೋದ್ರೆ ಸಾಕು ನಿಮ್ಗೆ ಗೊತ್ತಾಗುತ್ತೆ ಎಷ್ಟು ಸಮಯ ಆಗಿರ್ಬೋದು. ഹല്ലേലൂയ. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ಈಗ ಅವ್ರು ಮುಂದೆ ಹೋಗ್ತಿದ್ದಾರೆ. രണ്ട് മനസ്സിന്റെ സ്വഭാവം. ಎರಡು ಮನಸ್ಸುಗಳ ಸ್ವಭಾವ. അല്ല, യേശു ശീമോനെ വിവേചിച്ചുകൊണ്ടിരിക്കുക. ಯೇಸು ಸಿಮೋನನನ್ನು ವಿವೇಚಿಸ್ತಾನೆ ಇಲ್ಲ. ശീമോനകത്ത് ഭയങ്കര ചങ്കിടിപ്പ് നടന്നുകൊണ്ടിരിക്കുന്നു. ಸಿಮೋನನ ಒಳಗಡೆ ಭಯಂಕರವಾದ ಎದೆ ಬಡಿತ. ഇന്നലെ ഒന്നും കിട്ടിയില്ല പോയിട്ട് രാത്രി. ನೆನ್ನೆ ರಾತ್ರಿ ಹೋಗಿ ಏನು ಸಿಕ್ಕಿಲ್ಲ. ഇന്നും ഈ മനുഷ്യന്റെ വാക്കിട്ട് പോവുകയാണ്. ಇವತ್ತು ಈ ಮನುಷ್ಯನ ಮಾತನ್ನ ಕೇಳ್ಕೊಂಡು ಹೋಗ್ತಿದ್ದೆ. ഞാൻ എന്തിനാ ഇങ്ങനെ ചാടി ഇറങ്ങി? ನಾನ್ ಯಾಕೆ ಈ ತರ ಬಂದ್ಬಿಟ್ಟೆ? അല്ലല്ലേ, വെറുതെ ആവോ? ഇത് വേസ്റ്റ് ആവോ? ಇದು ವೇಸ್ಟ್ ಆಗುತ್ತಾ? പക്ഷേ
വേറെ ആരുമല്ല പടകിലിരിക്കുന്നത്, ಆದ್ರೆ ಬೇರೆ ಯಾರು ಅಲ್ಲ ದೋಣಿಯಲ್ಲಿ പടകിൽ യേശുവാണ് ഇരിക്കുന്നത്. ದೋಣಿಯಲ್ಲಿರುವುದು ಯೇಸು യേശു ഇരിക്കുന്നത് കൊണ്ട് ಯೇಸು ಇರೋದ್ರಿಂದ ശിമോൻ ചിന്തിക്കുന്ന ഓരോ കാര്യം യേശു അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ಸಿಮೋನನು ಯೋಚನೆ ಮಾಡ್ತಿರೋ ಎಲ್ಲಾ ವಿಷಯವನ್ನ ಯೇಸು ತಿಳಿತಾ ಇದ್ದಾನೆ. യേശു അവിടെ ഒന്നും മിണ്ടിയില്ല. ಯೇಸು ಅಲ್ಲೇನು ಹೇಳಿಲ್ಲ. ഞാൻ നിങ്ങൾ ചിന്തിക്കുന്ന സകല കാര്യങ്ങളും ನಾನು ನೀವು ಯೋಚನೆ ಮಾಡೋ ಎಲ್ಲಾ ವಿಷಯಗಳು യേശു അറിഞ്ഞുകൊണ്ടിരിക്കുക. ಯೇಸು ತಿಳಿತಾ ಇದ್ದಾರೆ. ഇത് ശരിക്കും തുടങ്ങിയിട്ട് ಇದು ಸರಿಯಾಗಿ ಪ್ರಾರಂಭ ಆಗಿ ഇതിനകത്ത് മുമ്പോട്ടേക്ക് ഞങ്ങളൊക്കെ ಈ ಸೇವೆಯಲ್ಲಿ ಮುಂದೆ ನಿಂತಿರುವ ನಾವೆಲ್ಲರೂ ഞങ്ങൾ ചിന്തിക്കുന്ന കാര്യമൊക്കെ യേശു അറിഞ്ഞുകൊണ്ടിരിക്കുക. യേശു ഒന്നും മിണ്ടുന്നില്ല. ನಾವು ಚಿಂತೆ ಮಾಡ್ತಿರೋ ವಿಷಯ ಎಲ್ಲ ಯೇಸು ಗಮನ ಇಟ್ಟು ಕೇಳಿಸ್ಕೊಳ್ತಿದ್ದಾರೆ, ಆದ್ರೆ ಯೇಸು ಏನು ಹೇಳ್ತಿಲ್ಲ. ഹല്ലേലൂയ. പല ചിന്തകൾ ಅನೇಕ ಚಿಂತೆಗಳು ഒരാള് സംസാരിച്ചാലേ നമുക്ക് കാര്യം അറിയാൻ പറ്റും. ನಮಗೆ ಸಾಧಾರಣವಾಗಿ ಒಬ್ಬ ವ್ಯಕ್ತಿ ಮಾತಾಡಿದ್ರೆ ಅವ್ರ ವಿಷಯ ನಮ್ಗೆ ಅರ್ಥ ಆಗೋದು. യേശുവിന് നമ്മൾ സംസാരിക്കേണ്ട കാര്യമില്ല. ಆದ್ರೆ ಯೇಸುವಿಗೆ ಸಂಬಂಧಿಸಿದಂತೆ ನಾವು ಮಾತಾಡಬೇಕಾಗಿಲ್ಲ. സംസാരിക്കുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ ചിന്തിക്കുന്നത് അറിഞ്ഞുകൊണ്ടിരിക്കുക. യേശു ನಾವು ಮಾತಾಡೋದಕ್ಕಿಂತ ಹೆಚ್ಚಾಗಿ ನಾವು ಚಿಂತೆ ಮಾಡೋದನ್ನೇ ಯೇಸು ತಿಳಿತಾ ಇದ್ದಾರೆ. യേശു ഇതെല്ലാം അറിഞ്ഞുകൊണ്ടിരിക്കുക. ಯೇಸು ಇದನ್ನೆಲ್ಲ ತಿಳ್ಕೊತಿದ್ದಾರೆ. പറയുന്നില്ല ಗಂಟೆಗಳು ಎಷ್ಟು ಹೇಳಿದ എന്തെല്ലാം കാര്യം ശിമോൻ ചിന്തിച്ചു, ಏನೆಲ್ಲ ವಿಷಯಗಳನ್ನ ಸಿಮೋನನು ಯೋಚನೆ ಮಾಡಿದ್ರು. യേശു അതിലൊരു കാര്യം കണ്ടു. ಯೇಸು ಅದರಲ್ಲಿ ಒಂದು ವಿಷಯ ಕಂಡು, ഇവനൊരു നിഷ്കളങ്കനാണ്. ಇವನೊಬ್ಬ ನಿಷ್ಕಪಟಿ. ഇവൻ പറഞ്ഞിട്ടില്ല, ಇವನು ಹೇಳಿಲ್ಲ. ഇവൻ പൊട്ടിക്കരയുന്നവനാണ്. ಎರಡನೇದಾಗಿ ಇವನು ಬಿಕ್ಕಿ ಅಳುವವನು. മൂന്ന് ഇവൻ വളരെ ഭാരത്തോടെ. ಮೂರನೇದಾಗಿ ಇವನು ಬಹಳ ಭಾರವುಳ್ಳವನು. ഇവന് മീൻ കിട്ടാത്തോണ്ട് ಇವನು ಮೀನ್ ಸಿಗದೆ ഇവന് ഭയങ്കര വേദനയുണ്ടെന്ന് ಭಯಂಕರ ವೇದನೆ ಇದೆ. യേശുവിന് മനസ്സിലായി. ಯೇಸುವಿಗೆ ಅರ್ಥ ಆಯ್ತು. ഒരു സ്ഥലമെത്തിയപ്പോൾ അടുത്ത ശബ്ദം ശിമോൻ കേട്ടു. ಒಂದು ಸ್ಥಳ ತಲುಪಿದಾಗ ಆ ದೋಣಿ ಇನ್ನೊಂದು ಶಬ್ದವನ್ನ ಸಿಮೋನನು ಕೇಳಿದ. ശിമോന്റെ അകത്ത് മുഴുവൻ സംശയങ്ങളുമായിരിക്കാം. ಸಿಮೋನನ ಒಳಗಡೆ ಇರುವಂತ ಸಂದೇಹಗಳೇ ಆಗಿರಬಹುದು. ഈ സംശയത്തിനപ്പുറമായി ಈ ಸಂದೇಹಗಳಿಗೆ ಆಚೆಗೆ മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ ಗಂಟೆಗಳು ಕಳೆದಾಗ 1000 കൂട്ടം ചിന്തകൾ ശിമോൻ ചിന്തിച്ചിട്ട് ಸಾವಿರಾರು ರೀತಿಯಾದ ಚಿಂತೆಗಳನ್ನು ಸಿಮೋನನು ಯೋಚನೆ ചിന്തകളിലൂടെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ಆ ಚಿಂತೆಗಳ ಮೂಲಕ ಏನು ಮಾಡಕ್ಕಾಗಿಲ್ಲ. ഒരു സ്ഥലമെത്തിയപ്പോൾ യേശു പറഞ്ഞു, ಒಂದು ಸ್ಥಳ ತಲುಪಿದಾಗ ಯೇಸು ಹೇಳಿದ್ರು, ശിമോനെ ಸಿಮೋನನೇ ശിമോനെ ಸಿಮೋನನೇ നിന്റെ വല ആഴത്തിലേക്ക് ഇറക്കുക. ನಿನ್ನ ಬಲೆಯನ್ನು ಆಳಕ್ಕೆ ಹಾಕು. നിന്റെ വല ആഴത്തിലേക്ക് ನಿನ್ನ ഇറക്കുക. ಬಲೆಯನ್ನು ಆಳಕ್ಕೆ ಹಾಕು. വല ആഴത്തിലേക്ക് ഇറക്കണമെങ്കിൽ ನಿನ್ನ ಬಲೆಯನ್ನು ಆಳಕ್ಕೆ ಹಾಕ್ಬೇಕು. അവിടെ മീനുണ്ടായിരിക്കണം. ಅದು ಮೀನ್ ಇರ್ಬೇಕು. അല്ലെങ്കിൽ ആഴത്തിൽ ഇറക്കേണ്ട കാര്യമില്ല. ಅದೇ ಇದ್ರೆ ಆಳಕ್ಕೆ ಹಾಕ್ಬೇಕಾಗಿಲ್ಲ. ആഴത്തിൽ ഇറക്കിയാൽ ಆಳಕ್ಕೆ ಹಾಕಿದ್ರೆ ഇറക്കുന്നത് ಇಳಿಸೋದು ഒരു വലിയ പ്രതീക്ഷയോടെയാണ്. ಅದು ದೊಡ್ಡ ನಿರೀಕ್ಷೆ ಹೊಂದಿದೆ. ഹല്ലേലൂയ. പ്രതീക്ഷ എല്ലാം നഷ്ടപ്പെട്ടവന്റെ ജീവിതത്തിൽ ನಿರೀಕ್ಷೆ ಎಲ್ಲ ನಷ್ಟಪಟ್ಟವನ ಜೀವಿತದಲ್ಲಿ യേശു പറയുകയാണ്, ಯೇಸು ಹೇಳ್ತಿದ್ದಾರೆ, നിന്റെ പ്രതീക്ഷ എവിടെയാണ് നഷ്ടപ്പെട്ടത്? ನಿನ್ನ ನಿರೀಕ್ಷೆ ಎಲ್ಲಿ ನಷ್ಟವಾಗಿದೆ നിനക്കറിയത്തില്ല. ನಿನಗೆ ಗೊತ್ತಿಲ್ಲ. നീ ഇന്നലെ ഈ സ്ഥലത്ത് കൂടിയാ നിന്റെ പ്രതീക്ഷ നഷ്ടപ്പെട്ടത്. ನೀ ನೆನ್ನೆ ಇದೇ ಸ್ಥಳದಲ್ಲಾಗಿದೆ, ನಿನ್ನ ನಿರೀಕ್ಷೆ ನಷ್ಟವಾಗಿದೆ. ഈ സ്ഥലങ്ങളിലൂടെയായിരിക്കാം നീ കഴിഞ്ഞ പ്രാവശ്യം പോയത്. ಈ ಸ್ಥಳಗಳಲ್ಲಾಗಿರ್ಬೋದು ನೀನು ಕಳೆದ ಬಾರಿ ಹೋಗಿದ್ದು. ബൈബിൾ അങ്ങനെ എഴുതിയിട്ടില്ല. ಬೈಬಲ್ ನಾನು ಬರ್ದಿಲ್ಲ. ഞാൻ ആത്മാവിൽ വിവേചിക്കുന്നു. ಅದು ನನ್ನ ಆತ್ಮದಲ್ಲಿ ವಿವೇಚಿಸುತ್ತೇನೆ. ഈ സ്ഥലങ്ങളിലൂടെ ನೆನ್ನೆ ಈ ಸ್ಥಳಗಳಲ್ಲಿ ഈ പടക് ಈ ದೋಣಿ ഒന്നുമില്ലാതെ ಏನು ಸಿಗದೆ കരങ്ങിക്കൊണ്ട് നീ തുഴങ്ങി നടന്ന സ്ഥലം ഇതൊക്കെ. ಅಳುತ್ತಾ ನೀನು ಹುಟ್ಟು ಹಾಕಿದ್ದನ್ನ ನಾನು ಕಂಡಿದ್ದೇನೆ. നീ ഇവിടെ വലയിൽ ഇറക്കിയതാ. ನೀನ್ ನೆನ್ನೆ ಬಲೆ ಹಾಕಿದ್ದೆ, ഒരു മീൻ പോലും കിട്ടാതെ ಯಾವ ಮೀನು ಸಿಗದೆ ഇറക്കിയ സ്ഥലമാ. ಆ ಇಳಿಸಿದ ಸ್ಥಳವಾಗಿದೆ. പരാജയം സമ്മതിച്ച സ്ഥലമാ. ನೀನ್ ಸೋಲುಗಳನ್ನು ಒಪ್ಪಿಕೊಂಡ ಸ್ಥಳವಾಗಿದೆ. പൊട്ട സ്ഥലമാ. ನೀನ್ ಸೋತಂದ ಸ್ಥಳವಾಗಿದೆ. ഇറക്കിയിട്ട് ഒന്നും കിട്ടാത്ത സ്ഥലമാ. ನೀನು ಬಲೆ ಹಾಕಿ ಏನು ಸಿಗದೇ ಇರೋ ಸ್ಥಳವಾಗಿದೆ. അവിടെ എത്തിയപ്പോൾ ಅಲ್ಲಿ ತಲುಪಿದಾಗ യേശു പറയൂ, ಯೇಸು ಹೇಳಿದ್ರು, നിന്റെ വല ആഴത്തിലേക്ക് ഇറക്കുക. ನಿನ್ನ ಬಲೆಯನ್ನ ಆಳಕ್ಕೆ ಹಾಕು. ശിമോൻ സംശയിക്കാൻ സാധ്യതയുണ്ട്. ಸಿಮೋನನ್ನು ಸಂದೇಹ ಬಿಡುವ ಸಾಧ್ಯತೆ ಇದೆ. കാരണം തലേ ദിവസം ಯಾಕಂದ್ರೆ ಹಿಂದಿನ ದಿನ ഒരുപക്ഷെ ഇതേ സ്ഥലത്ത് തന്നെ ಒಂದು ಪಕ್ಷ ಅದೇ ಸ್ಥಳದಲ್ಲಿ വല ഇറക്കിയിട്ട് ಬಲೆ ಹಾಕಿ വലിച്ചു കയറ്റുമ്പോൾ ಎಳೆಯುವಾಗ വെറും ശൂന്യമായിരുന്നു. ಕೇವಲ ಶೂನ್ಯವಾಗಿತ್ತು. ഈ പരീക്ഷണത്തിലേക്ക് നിൽക്കണോ? ಇಷ್ಟೊಂದು ಅಲ್ಲಿ ಪ್ರಯಾಸಕ್ಕೆ ನಾನು ಇರ್ಬೇಕಾ? ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്നോട് ഞാൻ പറയാം, ಪ್ರಾರ್ಥನೆ ಮಾಡೋರಿಗೆ ಹೇಳ್ತಾರೆ, കഴിഞ്ഞ ദിവസം എത്ര പ്രാവശ്യം പ്രാർത്ഥിച്ചത്? ಕಳೆದ ದಿನ ಎಷ್ಟು ಸಲ ಪ್ರಾರ್ಥನೆ ಮಾಡಿದ್ರು, വേണ്ട രീതിയിൽ ഒരു വിടുതൽ കണ്ടില്ല. ಬೇಕಾದ ರೀತಿಯಲ್ಲಿ ಒಂದು ಬಿಡುಗಡೆ ಕಂಡಿಲ್ಲ. ആത്മാവ് നിർബന്ധിച്ചിട്ട് പ്രാർത്ഥിച്ച തുടങ്ങിയ ಆದ್ರೆ ದೇವರಾತ್ಮನು ನಿಮ್ಮನ್ನ ಒತ್ತಾಯಪಡಿಸಿ ನೀವು ಪ್ರಾರ್ಥನೆ ಮಾಡ್ಲಿಕ್ಕೆ ಆರಂಭ ಮಾಡಿದ್ರೆ അതിനൊരു വ്യത്യാസമുണ്ടാവും. ಅದರಲ್ಲಿ ಒಂದು ವ್ಯತ್ಯಾಸ ಉಂಟಾಗುತ್ತೆ. പ്രാർത്ഥനയ്ക്ക് ഇവിടെ വന്നിട്ട് ಇಷ್ಟು ಪ್ರಾರ್ಥನೆಗೆ ಇಲ್ಲಿ ಬಂದು അതിന് വിടുവിക്കപ്പെട്ടു. ಅನೇಕರು ಬಿಡುಗಡೆ ಆದ್ರು. ചിലര് പക്ഷെ വേണ്ടതുപോലെ വിടുതൽ അനുഭവിച്ച് കാണത്തില്ല. ಆದ್ರೆ ಕೆಲವರು ಬೇಕಾದ ರೀತಿಯಾದ ಬಿಡುಗಡೆಯನ್ನು ಅನುಭವಿಸ್ತಿರ್ಬೋದು. പക്ഷെ ഇന്നലെ ಆದ್ರೆ കഴിഞ്ഞ നാളുകളിൽ ಕಳೆದ ದಿನಗಳಲ್ಲಿ വന്ന അതേ സ്ഥലത്ത് ಬಂದ ಅದೇ ಸ್ಥಳದಲ್ಲಿ യേശു പറയുകയാണ്, ಯೇಸು ಹೇಳ್ತಿದ್ದಾರೆ, നിന്റെ വല ആഴത്തിലേക്ക് ನಿನ್ನ ഇറക്കുക. ಬಲೆಯನ್ನು ಆಳಕ್ಕೆ ಹಾಕು. ആഴത്തിലേക്ക് നിന്റെ വല ഇറക്കുക. ಆಳಕ್ಕೆ ನಿನ್ನ ಬಲೆಯನ್ನು ಹಾಕು. വിശ്വാസം ആഴത്തിലേക്ക് കയറി വരിക. ನಿನ್ನ ನಂಬಿಕೆ ಆಳಕ್ಕೆ ಬರಲಿ. ആഴമുള്ള ഒരു വിശ്വാസം ഉണ്ടാകട്ടെ. ಆಳವಾದ ಒಂದು ನಂಬಿಕೆ ಉಂಟಾಗಲಿ. ആഴമുള്ള ഒരു വിശ്വാസം, ಆಳವಾದ ನಂಬಿಕೆ, ആഴമുള്ള ഒരു ബന്ധം യേശുവിലേക്ക്, ಆಳವಾದ ಒಂದು ಸಂಬಂಧ ಯೇಸುವಿನೊಂದಿಗೆ, ആഴമുള്ള ഒരു വിശ്വാസം യേശുവിന്റെ ശബ്ദത്തിലുണ്ടെങ്കിൽ, ಯೇಸುವಿನ ಶಬ್ದದ ಮೇಲೆ ಒಂದು ಆಳವಾದ ನಂಬಿಕೆ ಇದ್ರೆ, ഇന്നലെ പ്രാർത്ഥിച്ചതുപോലെയല്ല, ನಿನ್ನೆ ಪ್ರಾರ್ಥಿಸಿದಲ್ಲ, ആഴമുള്ള വിശ്വാസത്തിന്റെ പ്രാർത്ഥന, ಆಳವಾದ ನಂಬಿಕೆಯ ಪ್ರಾರ್ಥನೆ, ഇന്നലെ ആരാധിച്ചതുപോലെയല്ല, ನಿನ್ನೆ ಆರಾಧಿಸಿದಲ್ಲ, ആഴമുള്ള ഒരു വിശ്വാസത്തിന്റെ ആരാധന. ಆಳವಾದ ನಂಬಿಕೆಯ ಆರಾಧನೆ. ശിമോനെ, ಸಿಮೋನನೇ, നിന്റെ വല ആഴത്തിലേക്ക് ഇറക്കുക. ನಿನ್ನ ಬಲೆಯನ್ನು ಆಳಕ್ಕೆ ಹಾಕು.
ಹಾಕು. ಅವನ ಆಳದಲ್ಲಿಗೆ ಇರಬೇಕು. ಅವನ ಆಳಕ್ಕೆ ಬಲೆ ಬೀಸಿದಾಗ യേശുവിനെ വലിക്കുക. ಯೇಸು ಹೇಳ್ತಿದ್ದಾರೆ ನೀನು ಎಳೆ. ഇവൻ കാണുന്നില്ല, ಇವನು ಕಾಣ್ತಾ ಇಲ್ಲ. യേശു കാണുന്നുണ്ട്. ಯೇಸು ಕಾಣ್ತಿದ್ದಾರೆ. യേശು കാണുന്നുണ്ട്. ಯೇಸು ಕಾಣ್ತಾ ಇದ್ದಾರೆ. ഓരോ മീൻ ಒಂದೊಂದು ಮೀನು വലക്കകത്തേക്ക് കയറുന്നുണ്ട്. ಬಲೆ ಒಳಗಡೆ ಬರ್ತಿರೋದು. കാരണം യേശു പടവിലിരിക്കുമ്പോൾ ಯಾಕಂದ್ರೆ ಯೇಸು ದೋಣಿಯಲ್ಲಿರುವಾಗ അങ്ങോട്ടോടിയ മീൻ പോലും ಆಚೆಗೆ ಓಡ್ತಿದ್ದ ಮೀನುಗಳು ಸಹ ഇന്നലെ ഈ വലയിൽ കയറാതെ ನೆನ್ನೆ ಈ ಬಲೆಗೆ ಬರ್ದೆ അങ്ങോട്ടോടിയ മീനുകൾ ಆಚೆಗಡೆಗೆ ಹೋದಂತ യേശു ಮೀನುಗಳು പടവിലിരിക്കുന്നത് ಯೇಸು ಈ ದೋಣಿಯಲ್ಲಿರೋದ್ರಿಂದ ഈ മീൻ ഇങ്ങോട്ട് വരാൻ തുടങ്ങി. ಈ ಮೀನು ಈಚೆಗೆ ಬರ್ಲಿಕ್ಕೆ ಆರಂಭವಾಯಿತು. ഇതിലൂടെ ഒരു ദൂത് ദൈവാത്മാവോട് പറയുന്നു, ಇದರ ಮೂಲಕ ಒಂದು ಆಲೋಚನೆ ದೇವರು ಹೇಳ್ತಿದ್ದಾರೆ. കരവിടാൻ തയ്യാറായ ನೀನು ದಡವನ್ನ ಬಿಡುವುದಕ್ಕೆ ಸಿದ್ಧವಾದ್ರೆ യേശുവുമായിട്ട് ബന്ധത്തിൽ ജീവിക്കാൻ തുടങ്ങി. ಯೇಸುವಿನೊಂದಿಗಿನ ಸಂಬಂಧದಲ್ಲಿ ಜೀವಿಸೋದಾದ್ರೆ ഇന്നലെ നിന്നെ വിട്ട് ഓടിപ്പോയത് ನಿನ್ನೆವರೆಗೆ ನಿನ್ನನ್ನು ಬಿಟ್ಟು ಓಡಿ ಹೋಗಿತ್ತು നിന്റെ അടുക്കലേക്ക് കയറി വരാൻ ನಿನ್ನ സമയമായി. ಬಳಿಗೆ ಬರುವ ಸಮಯವಾಯಿತು. നിന്റെ അടുക്കലേക്ക് തേടി വരാൻ സമയമായി. ನಿನ್ನ ಬಳಿಗೆ ಹುಡುಕಿ ಬರುವ ಸಮಯವಾಯಿತು. ഇന്നലെ വരെ കയറാതെ ഓടിപ്പോയ മീൻ ನಿನ್ನೆವರೆಗೂ ಬರದೆ ಓಡಿ ಹೋದ ಮೀನು ഇന്ന് ഇതാ കയറി വരികയാണ്. ಈಗ ಇವತ್ತು ಓಡಿ ಬರ್ತೀವಿ. നീ നിറഞ്ഞ വലയ്ക്കകത്ത്. ನೀನು ಅಲ್ಲಿ ಮೀನು ಆ ಬಲೆ ಒಳಗಡೆ ತುಂಬುತ್ತಾ ഇത് ಇದೆ. ശീമോൻ അറിയുന്നില്ല, ಇದು ಸಿಮೋನಿಗೆ ಗೊತ್ತಾಗ್ತಾ പക്ഷേ ಇದೆ. യേശു അറിയുന്നു. ಆದ್ರೆ ಯೇಸು ಗೊತ್ತಾಗ್ತಾ ಇದೆ. മീൻ ആമെ വലിച്ചു കയറ്റിട്ടില്ല. ಅದನ್ನ ಎಳೆದಿಲ್ಲ. വലിച്ചു കയറ്റിയാൽ മാത്രമേ ಎಳೆದ್ರೆ ಮಾತ್ರವೇ ശീമോൻ ഇത് കാണാൻ പറ്റത്തുള്ളൂ. ಸಿಮೋನನಿಗೆ ಇದನ್ನು ಕಾಣಕ್ಕಾಗೋದು. ദൈവത്തിന്റെ ആമെ പ്രവചനം അങ്ങനെയാണ്. ಆದ್ರೆ ದೇವರ ಪ್ರವಾದನೆ ಹಾಗೆ. ദൈവം അത് മുന്നമേ കാണുക. ದೇವರು ನನ್ನ ಮುಂಚೆನೆ ಕಾಣ್ತಾರೆ. ദൈവം എന്നെ കുറിച്ച് മുന്നമേ കാണുകയാണ്. ದೇವರು ನನ್ನ ಕುರಿತು ಮುಂಚೆಯೇ ಕಾಣ್ತಾರೆ. വല ഇട്ടിരിക്കുക ആഴത്തിലേക്ക്, ಬಲೆಯನ್ನು ಆಳಕ್ಕೆ ಹಾಕಿದ್ದಾರೆ. പക്ഷെ മീൻ കയറിയത് ശിമോൻ കണ്ടില്ല. ಆದ್ರೆ ಮೀನ್ ಬಂದಿರೋದು ಸಿಮೋನ್ ಕಂಡಿಲ್ಲ. യേശു കണ്ടു. ಯೇಸು ಕಂಡನು. എന്ന് മുതൽ കർത്താവിന് കൂടെ നിങ്ങളുടെ യാത്രയായി തിരിച്ചു. ಯಾವತ್ತಿನಿಂದ ನೀವು ಕರ್ತನೊಂದಿಗೆ ಪ್ರಯಾಣ ಮಾಡುವುದಕ್ಕಾಗಿ ಹೊರಟರು. ആത്മാവ് നിർബന്ധിക്കുന്നതനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി. അതാണ് നടക്കുന്നത്. ದೇವರ ಆತ್ಮನು ಒತ್ತಾಯಪಡಿಸತಕ್ಕ ರೀತಿಯಲ್ಲಿ ಹೋಗುವಂತದ್ದಾಗಿದೆ ಬಲೆ ಹಾಕುವಂಥದ್ದು. അതിന്റെ ആത്മീയ അർത്ഥം ഞാൻ ഇതാ ഇവിടെ പറയുന്നത്. ಅದರ ಆತ್ಮಿಕ ಅರ್ಥವನ್ನಾಗಿದೆ ನಾನು ಹೇಳ್ತಿರೋ. ആത്മാവ് നിർബന്ധിക്കുന്നതനുസരിച്ച് ದೇವರ ಆತ್ಮನು ಒತ್ತಾಯಪಡಿಸೋದಕ್ಕೆ ഒന്ന് കരയുടെ ബന്ധം വിട്ടു, ಒಂದು ದಡದ ಸಂಬಂಧವನ್ನು ಬಿಟ್ಟು, രണ്ട് ಎರಡನೇದು ആത്മാവിന്റെ നിർബന്ധം അനുസരിച്ച് ದೇವರ ಆತ್ಮನ ಒತ್ತಾಯಕ್ಕೆ ತಕ್ಕಂತೆ തോണിയിൽ പുറപ്പെട്ടു, ದೋಣಿಯಲ್ಲಿ ಹೊರಟೆವು. മൂന്നാമത് ആത്മാവിന്റെ നിർബന്ധം അനുസരിച്ച് ದೇವರ ಆತ್ಮನ ಒತ್ತಾಯಕ್ಕೆ ತಕ್ಕಂತೆ വല കറക്കി. ಬಲೆಯನ್ನು ഈ ಹಾಕಲಾಯಿತು. മൂന്നിന്റെ വ്യത്യസ്തത ಏನಾಗಿದೆ ಇದು ಈ ಮೂರರ ವ್ಯತ್ಯಾಸ? ഒന്ന് ആത്മാവിന്റെ നിർബന്ധം, ಒಂದು ಪವಿತ್ರಾತ್ಮನ ಒತ್ತಾಯ. കരയുടെ സകല ആമെ പദ്ധതികളും പ്ലാനുകളും ആമെ ദൈവ പൈതലായവൻ വിടുക. ದಡದಲ್ಲಿರುವಂತ ಎಲ್ಲ ಪದ್ಧತಿಗಳು ಪ್ಲಾನ್ಗಳು ದೇವರ ಮಗನಾದವರು ಬಿಡಬೇಕು. ദൈവാലോചന കേട്ട് മുമ്പോട്ട് പോവുക, ದೇವರ ಆಲೋಚನೆ ಕೇಳಿ ಮುಂದೆ ಹೋಗಬೇಕು. ഏറ്റെടുക്കുക, മുമ്പോട്ട് പോവുക വെള്ളത്തിലൂടെ. ಎರಡನೇದು ಆ ನೀರಿನಲ್ಲಿ ಮುಂದಕ್ಕೆ ಹೋಗಬೇಕು. അർത്ഥം ഞാൻ പറയാം, ಅದರ ಅರ್ಥ ಹೇಳ್ತೇನೆ. വചനപ്രകാരം മുമ്പോട്ട് പോവുക, ವಾಕ್ಯದ ಪ್ರಕಾರ ಮುಂದೆ ಹೋಗಬೇಕು. വചനപ്രകാരം മുമ്പോട്ട് ജീവിക്കുക. ವಾಕ್ಯದ ಪ್ರಕಾರ ಮುಂದೆ ಜೀವಿಸಬೇಕು. മൂന്നാമത്തെ കാര്യം, ಮೂರನೇ ವಿಷಯ, ആഴത്തിലേക്ക് ഇറക്കുക. ಆಳಕ್ಕೆ ಬಲೆ ಹಾಕಬೇಕು. വല ആഴത്തിലേക്ക് ഇറക്കുക. ಬಲೆಯನ್ನು ಆಳಕ್ಕೆ ಹಾಕಬೇಕು. നിന്റെ കയ്യിലൊരു വലയുണ്ട്, ನಿನ್ನ ಕೈಯಲ್ಲಿ ಒಂದು ಬಲೆ ಇದೆ. നിന്റെ കയ്യിൽ എന്തുണ്ട്? ನಿನ್ನ ಕೈಯಲ್ಲಿ ಏನಿದೆ? നിന്റെ കയ്യിൽ എന്തുണ്ട്? ನಿನ್ನ ಕೈಯಲ್ಲಿ ಏನಿದೆ? അതിനെ ആഴത്തിലേക്ക് വിടുക, ಅದನ್ನ ಆಳಕ್ಕೆ ಹಾಕು. ആഴത്തിലേക്ക് ഇറക്കി. ಆಳಕ್ಕೆ ಹಾಕಿದನು. ഒരു പെരുത്ത മീൻകൂട്ടം കർത്താവ് ಒಂದು കണ്ടു. ದೊಡ್ಡ ಗುಂಪು ಮೀನಿನ ಗುಂಪನ್ನ ದೇವರು ಕಂಡನು. ശീമോൻ ഇത് കാണണമെങ്കിൽ ಸಿಮೋನನ್ನು ಇದನ್ನು ഇത് ಕಾಣಬೇಕಾದ್ರೆ വലിച്ചു കയറ്റിയാലേ കാണത്തുള്ളൂ. ಇದನ್ನು ಎಳೆದ್ರೇನೆ ಕಾಣೋದು. പക്ഷേ യേശുവിനെ ഇപ്പോൾ കാണാം, ಆದ್ರೆ ಯೇಸುವಿಗೆ ಈಗಲೇ ಕಾಣ್ತಾ ಇದೆ. ഇപ്പോൾ കാണാം. നീ പ്രാർത്ഥിച്ചു തുടങ്ങുമ്പോൾ തന്നെ, ನೀನು ಪ್ರಾರ್ಥನೆ ಮಾಡಿ ಆರಂಭ ಮಾಡುವಾಗಲೇ, നീ ഇരിക്കുമ്പോൾ തന്നെ, ಉಪವಾಸ ಮಾಡಿ ಕೂತ್ಕೊಳ್ಳುವಾಗಲೇ, നിന്റെ മേൽ വരാൻ പോകുന്ന വിടുതൽ ഇപ്പോൾ യേശു കാണുന്നുണ്ട്. ನಿನ್ನ ಮೇಲೆ ಬರ್ಲಿಕ್ಕಿರೋ ಬಿಡುಗಡೆಯನ್ನು ಯೇಸು ಈಗಲೇ ಕಂಡಿದ್ದಾರೆ. തക്ക സമയത്ത് ತಕ್ಕ ಸಮಯದಲ್ಲಿ നിർബന്ധമനുസരിച്ച്, ആത്മാവിന്റെ നിർബന്ധമനുസരിച്ച് ದೇವರಾತ್ಮನ ಒತ್ತಾಯಕ್ಕೆ ತಕ್ಕಂತೆ ഈ പ്രാർത്ഥനയിൽ ഇരിക്കുകയാണെങ്കിൽ ಈ ಪ್ರಾರ್ಥನೆ ನೀನು ಕೂತ್ಕೊಳ್ಳೋದಾದ್ರೆ അമ്മ വലിച്ചു കയറ്റുമ്പോൾ കാണുന്നത് പോലെ ಆದರೆ ಬಲೆಯನ್ನ ಎಳೆಯುವಾಗ ಕಾಣುವ ಹಾಗೆ നിന്റെ കണ്ണുകൊണ്ട് ನಿನ್ನ ಕಣ್ಣಾರೆ ನಿನ್ನದನ್ನು ಕಾಣುತ್ತಿ. ശ്രീമോൻ ഇപ്പോൾ ഇത് കാണുന്നില്ല. ಸಿಮೋನನಿಗೆ ಇವಾಗ ಇದು ಕಾಣ್ತಿಲ್ಲ. പല ദൈവമക്കളോട് ಪ್ರಾರ್ಥನೆ ಮಾಡುವ ಅನೇಕ ದೇವಮಕ್ಕಳಿಗೆ ആത്മാവിനോട് പറയുന്നു, ದೇವರಾತ್ಮ ಹೇಳ್ತಿದ್ದಾರೆ, നിന്റെ മേൽ ദൈവം അത്ഭുതം ചെയ്തു കഴിഞ്ഞു. ನಿನ್ನ ಮೇಲೆ ದೇವರ ಅದ್ಭುತ ಮಾಡಾಯ್ತು. നിന്റെ കണ്ണ് ഇപ്പോൾ ಆದ್ರೆ കണ്ടിട്ടില്ല. ನಿನ್ನ ಜೀವಿತದಲ್ಲಿ ನೀನು ಇವಾಗ ಅದನ್ನು ಕಂಡಿಲ್ಲ. തക്ക സമയത്ത് നീ അത് കാണും. ಆದ್ರೆ ತಕ್ಕ ಸಮಯದಲ್ಲಿ ನೀನು ಅದನ್ನು ಕಾಣುತ್ತಿ. തക്ക സമയത്ത് അത് കാണും. ತಕ್ಕ ಸಮಯದಲ್ಲಿ ಕಾಣುತ್ತಿ. സമയത്ത് കാണും. ತಕ್ಕ ಸಮಯದಲ್ಲಿ ಕಾಣುತ್ತಿ. യേശു പറയുന്ന ആത്മാവ് നിർബന്ധിച്ചനുസരിച്ച് ಯೇಸು ಅಂದ್ರೆ ದೇವರಾತ್ಮ ಹೇಳೋದನ್ನ ಹೇಳುವ ಒತ್ತಾಯಕ್ಕೆ ತಕ್ಕಂತೆ യാത്ര ചെയ്യുകയാണെങ്കിൽ, ಪ್ರಯಾಣ ಮಾಡೋದಾದ್ರೆ, പക്ഷേ ಈ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ಈ ಪ್ರಯಾಣ ಮಾಡುವಾಗ ഞാനും നിങ്ങളത് കാണുന്നില്ല. ನಾನು ನೀವು ಅದನ್ನು ಕಾಣ್ತಿಲ್ಲ. പക്ഷേ യേശു അതിനെ കണ്ടിരിക്കുന്നു. ಆದ್ರೆ ಯೇಸು ಅದನ್ನು ಕಂಡಿದ್ದಾನೆ. ആർക്ക് വേണ്ടി? ಯಾರಿಗೋಸ್ಕರ? എനിക്കും നിങ്ങൾക്ക് വേണ്ടി. ನನಗಾಗಿ ನಿಮಗಾಗಿ യേശു ആ വിടുതലെ കണ്ടിരിക്കുന്നു. ಯೇಸು ಆ ಬಿಡುಗಡೆಯನ್ನು ಕಂಡಿದ್ದಾನೆ. നമ്മൾ കാണുന്നത് ನಾವು ಕಾಣೋದು കോട്ടിൽ വന്നു കഴിയുമ്പോൾ, ಅದು ನಮ್ಮ ಕಣ್ಮುಂದೆ ಬರುವಾಗ. യേശു കാണുന്നത് ಯೇಸು ಕಾಣೋದು ലോകാസ്ഥാപനത്തിനു മുമ്പ് ಜಗದುತ್ಪತ್ತಿಗೆ ಮುಂಚೆ ക്രിസ്തുവിൽ നമ്മളെ കണ്ടിരിക്കുന്നു. ಕ್ರಿಸ್ತನಲ್ಲಿ ನಮ್ಮನ್ನು ಕಂಡಿದ್ದಾನೆ. യേശു ഒരു കാര്യം നമ്മൾ പ്ലാൻ ചെയ്ത് ആലോചന പ്രകാരം നീങ്ങുമ്പോൾ തന്നെ ಒಂದು ವಿಷಯವನ್ನ ಪ್ಲಾನ್ ಮಾಡಿ ಆಲೋಚನೆ ಪ್ರಕಾರ ನಾವು ಮುಂದೆ ಹೋಗುವ യേശു അത് മുഴുവൻ കണ്ടിരിക്കുകയാണ്. ಯೇಸು ಅದನ್ನೆಲ್ಲ ಕಂಡಿದ್ದಾರೆ. നമ്മൾ കണ്ടിട്ടില്ല. ನಾವು ಕಂಡಿಲ್ಲ. നമ്മൾ കാണണമെങ്കിൽ ನಾವು ಕಾಣ್ಬೇಕು. അത് നമ്മുടെ മുമ്പിൽ വെളിപ്പെട്ട് വരണം. ನಮ್ಮ ಕಣ್ಣಿನ ಮುಂದೆ ಪ್ರಕಟವಾಗಬೇಕು. ഈ വെളിപ്പെട്ട് വരുന്നതിനെ ಅದು ಪ್ರಕಟವಾಗಿ ಬರೋದನ್ನ ആഗ്രഹിക്കുന്നതിനെയാണ്, ಆಗ್ರಹಿಸುವುದನ್ನಾಗಿದೆ, താല്പര്യപ്പെടുന്നതിനെയാണ്. ಆ ಪ್ರಕಟವಾಗಿ ಬರ್ಲಿಕ್ಕಿರುವ ವಿಷಯವನ್ನ ಆಗ್ರಹಿಸುವಂತದಾಗಿದೆ, താല്പര്യപ്പെടുന്നതാണ്, ಅದಕ್ಕಾಗಿ ಬಯಸುವಂತದಾಗಿದೆ. അതിന്റെ പേരാണ് ಅದರ ಹೆಸರೇ വിശ്വാസം. ನಂಬಿಕೆ.
ಆಮೆನ್. യേശു പറഞ്ഞത് ಅದನ್ನಾಗಿದೆ ಯೇಸು ಹೇಳಿದ್ದು. വിശ്വാസമുള്ളവരായിരിക്കും. ನೀವು ನಂಬಿಕೆಯುಳ್ಳವರಾಗಿರಿ. ಸುಮ್ಮನೆ ಹೇಳಿದ್ದಾರೆ. യേശുവിന്റെ കണ്ണത് കാണുന്നു. ಯೇಸುವಿನ ಕಣ್ಣಲ್ಲಿ ಯೇಸು ಅದನ್ನು ಕಾಣ್ತಿದ್ದಾರೆ. അത് നിങ്ങൾ വിശ്വാസമുള്ളവരായിരിക്കും. ಆ ವಿಷಯದಲ್ಲಿ ನೀವು ನಂಬಿಕೆಯುಳ್ಳವರಾಗಿರ್ರಿ. യേശു വിശ്വാസമുള്ളവരായിരിക്കും എന്ന് പറയണമെങ്കിൽ ಯೇಸು ನಮಗೆ ನಂಬಿಕೆಯುಳ್ಳವರಾಗಿರ್ರಿ ಅಂತ ಹೇಳ್ಬೇಕಂದ್ರೆ യേശു എന്തോ ചിലത് നമ്മൾ കാണുന്നുണ്ട്. ಯೇಸು ನಮ್ಮಲ್ಲಿ ಏನನ್ನು ಕಾಣ್ತಿದ್ದಾರೆ. ಉದಾಹರಣೆ യേശു പറഞ്ഞു നിങ്ങൾ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പി. ಯೇಸು ಹೇಳ್ತಿದ್ದಾರೆ ನೀವು ಇವ್ರಿಗೆ ಊಟ ಕೊಡ್ರಿ. മരുഭൂമിയിൽ ആരുടെ കയ്യിൽ ഒന്നുമില്ലെന്നുള്ളത് എല്ലാവർക്കും ಆ ಅಡವಿಯಲ್ಲಿ ಯಾರ ಕೈಯಲ್ಲೂ ಏನು ಇಲ್ಲ ಅನ್ನುವಂತ ವಿಷಯ ಎಲ್ರಿಗೂ ಗೊತ್ತು. അന്ത്രയോസ് കണ്ടു. ಆದ್ರೆ ಒಬ್ಬ ಅಂದ್ರೆಯನ್ನು ಒಂದನ್ನು ಕಂಡು. കൊച്ചിന്റെ കയ്യിൽ ಒಬ್ಬ ಹುಡುಗನ ಕೈಯಲ್ಲಿ 5 അപ്പോ 2 മീൻ, 5 ರೊಟ್ಟಿ 2 ಮೀನು ಇರೋದು. അന്ത്രയോസ് അവിടെ അങ്ങനെ എഴുതി അന്ത്രോസ് കണ്ടു. ಅಂದ್ರೆಯನ್ನು ಅದನ್ನ ಕಂಡನು ಅಂತ ಬರ್ತದೆ. അന്ത്രോസ് കാണുന്നതിന് മുമ്പ് ಆದ್ರೆ ಅಂದ್ರೆಯನ್ನು ಅದನ್ನ ಕಾಣಕ್ಕಿಂತ ಮುಂಚೆ 5 അപ്പോ 2 മീൻ യേശു കണ്ടു. ಈ ಬಾಲಕನ ಕೈಯಲ್ಲಿರುವಂತ 5 ರೊಟ್ಟಿ 2 ಮೀನು ಯೇಸು ಕಂಡನು. യേശു അല്ലല്ലേ അന്ത്രയോസ് കണ്ടത് ಅಂದ್ರೆಯನ್ನು ಕಂಡಿದ್ದು 5 അപ്പവും 2 മീനും. 5 ರೊಟ್ಟಿ 2 ಮೀನು. യേശു കണ്ടത് ಆದ್ರೆ ಯೇಸು ಕಂಡಿದ್ದು 5000 പേര് കഴിച്ചിട്ട് 5,000 ಜನರುಗಳು ತಿಂದು തൃപ്തരായി, ತೃಪ್ತರಾಗಿ 12 കൊട്ട അറിയുന്നത് 12 ಬುಟ್ಟಿ ಬಾಕಿ ಬರೋದನ್ನು ಸಹ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ಪ್ರಾರಂಭದಲ್ಲೇ ಇದನ್ನ ಕಂಡಾಗಿದೆ. യേശു ശിഷ്യന്മാരോട് പറഞ്ഞത് ಯೇಸು ಶಿಷ್ಯರಿಗೆ ಹೇಳಿದ್ದು നിങ്ങൾ അവർക്ക് ഭക്ഷിപ്പാൻ ನೀವು കൊടുക്കുക. ಇವ್ರಿಗೆ ಊಟ ಕೊಡ್ರಿ. ഇവിടെ അതെ സംഭവിക്കുന്നത്. ಇಲ್ಲೂ ಅದೇ ಆಗಿದೆ ಸಂಭವಿಸುವಂತದ್ದು. ഹല്ലേലൂയ. ಆಮೆನ್. ഹല്ലേലൂയ. ആമേൻ. ആമേൻ. ശ്രദ്ധിക്കുക, ശിഷ്യന്മാർ നോക്കുമ്പോൾ ಗಮನಿಸಿರಿ, ಶಿಷ್ಯರು ನೋಡುವಾಗ എവിടെയാ എന്തോ ഞങ്ങൾ ഊരുകളിൽ പോകാം, ಅವರು ಹೇಳ್ತಿದ್ದಾರೆ ಎಲ್ಲಿದೆ ಊಟಕ್ಕೆ ನಾವು ಊರಿಗೆ ಹಳ್ಳಿಗಳಿಗೆ ಹೋಗ್ತೀವಿ, പട്ടണങ്ങളിൽ പോകാം, ಪಟ್ಟಣಗಳಿಗೆ ಹೋಗ್ತೇವೆ. മാനുഷിക ചിന്ത, ಮಾನಸಿಕ ಚಿಂತೆ ಅದು. എന്നാൽ യേശുവിന്റെ ചിന്ത ಅದು ಯೇಸುವಿನ ಚಿಂತೆ. അവരൊന്നും വരാത്തതിന്റെ കാരണം, അവരിൽ അന്ന് വരാത്തതിന്റെ കാരണം ಅವ್ರಿಗೆ ಅವತ್ತು ಬರ್ತಿರಕ್ಕೆ ಕಾರಣ അത് പരിശുദ്ധാത്മാവ് വന്നിട്ടില്ല. ಅವತ್ತು ಶಿಷ್ಯರ ಮೇಲೆ ಪವಿತ್ರಾತ್ಮ ಇನ್ನೂ ಬಂದಿರಲಿಲ್ಲ. ഇന്ന് പരിശുദ്ധാത്മാവ് നമ്മുടെ മേലെ വന്നു. ಇವತ್ತು ಪವಿತ್ರಾತ್ಮ ನಮ್ಮ ಮೇಲೆ ಬಂದಿದ್ದಾನೆ. ഇന്ന് പരിശുദ്ധാത്മാവ് ഉള്ളവന് ಪವಿತ್ರಾತ್ಮ ಇವತ್ತಿರುವವನಿಗೆ കാണാൻ കഴിയും, ಕಾಣಕ್ಕಾಗುತ್ತೆ. വരാൻ പോകുന്ന കാര്യങ്ങളെ ಬರಲಿಕ್ಕಿರುವಂತ ವಿಷಯಗಳನ್ನ ಕಾಣ್ಲಿಕ್ಕೆ മനസ്സിലാക്കാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ಆಗುತ್ತಿರುವವರಿಗಾಗಿ ನಾನು ದೇವರಿಗೆ ಸ್ತೋತ್ರ ಮಾಡ್ತೇನೆ. ഹല്ലേലൂയ. ഇവിടെ ಇಲ್ಲಿ യേശു കാണുകയാണ്. ಯೇಸು ಕಾಣ್ತಿದ್ದಾರೆ. ഈ കൂട്ടം ശിമോന്റെ വലയ്ക്കകത്ത് നിറയുന്നത്. ಸಿಮೋನನ ಬಲೆ ಒಳಗಡೆ ಮೀನಿನ ಗುಂಪು ಬರುವುದನ್ನ ಯೇಸು ಕಾಣ್ತಿದ್ದಾರೆ. എത്ര ദിവസം ഈ പല ശൂന്യമായോ? ಎಷ್ಟು ದಿನದಿಂದ ಈ ದೋಣಿ ಶೂನ್ಯವಾಯಿತು? എത്ര ദിവസം ഇതിനകത്ത് ഇല്ലാതെ വന്നോ? ಎಷ್ಟು ದಿನ ಈ ದೋಣಿಯಲ್ಲಿ ಇಲ್ಲದಂತ? അതിനേക്കാൾ ഇരട്ടിയുള്ള ഒരു നിറവ് ഈ വലയ്ക്കകത്ത് മീൻ കയറി. ಅದಕ್ಕಿಂತ ಎರಡರಷ್ಟು ಮೀನು ಈ ಬಲೆ ಒಳಗಡೆ ಬಂತು. അതിനെ മുഴുവൻ വലിച്ചു കയറ്റി, ಅದನ್ನೆಲ್ಲ ಎಳೆಯಲಾಯಿತು. അതിനെ മുഴുവൻ വലിച്ചു കയറ്റി. ಆ ಎಲ್ಲ ಮೀನುಗಳೆಲ್ಲ ಎಳೆಯಲಾಯಿತು. ശിമോൻ അത്ഭുതം കണ്ടു, ಸಿಮೋನನ ಅದ್ಭುತ ಕಂಡನು. വലിച്ചു കയറ്റമുള്ള കണ്ടത്. ಎಳೆದು ತೆಗೆಯುವಾಗಿದೆ ಅದ್ಭುತ ಕಂಡಿತ್ತು. പക്ഷേ ಆದರೆ അന്നേരം ശിമോന് വിശ്വാസമുണ്ടായി. ಅವಾಗ ಸಿಮೋನನಿಗೆ ನಂಬಿಕೆ അവൻ ಉಂಟಾಯಿತು. പറഞ്ഞില്ലെങ്കിലും ಅವನು ಹೇಳಿಲ್ಲ ಅಂದ್ರು. യാത്ര ചെയ്ത് വരുമ്പോ ഞാൻ ചിന്തിച്ചത് പക്ഷെ മുഴുവൻ ചിലപ്പോ ഇവൻ ഇറങ്ങി കാണും. ನಾನ್ ಪ್ರಯಾಣ ಮಾಡ್ಕೊಂಡು ಬರುವಾಗ ನಾನು ಈ ನನ್ನೊಳಗಡೆ ಏನೇನು ಯೋಚನೆ ಮಾಡೋದು ಎಲ್ಲ ಈ ಯೇಸು ಗೊತ್ತಿರ್ಬೋದು. അല്ല, കാരണം ഇപ്പോൾ ശിമോന് മനസ്സിലായി, ಯಾಕಂದ್ರೆ ಈಗಾಗಿದೆ ಸಿಮೋನಿಗೆ ಗೊತ್ತಾಗಿದೆ ഇവൻ ദൈവപുത്രൻ തന്നെ, ಈತನು ದೇವಕುಮಾರನೇ. ഞാൻ ചിന്തിച്ചത് ഇവൻ ഇറങ്ങി കാണും. ನನ್ನ ಚಿಂತೆಗಳು ಕೂಡ ಈತನು ಗೊತ್ತಿರುತ್ತೆ. അതാണ് ശിമോൻ പറയുക, ഞാൻ നഗ്നാക മനുഷ്യനോട് നീ എന്നെ വിട്ടുപോകും. ಆದ ಕಾರಣ ಆಗಿದೆ ಸಿಮೋನನ್ ಹೇಳ್ತಾರೆ, ಓ ಜೀಸಸ್, നഗ്നൻ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം ನಾನು ಪಾಪಾತ್ಮನಾದ ಮನುಷ್ಯ ನನ್ನನ್ನು ಬಿಟ್ಟು ಹೋಗು ಅಂತ ಅವನು ಒಪ್ಕೊಳ್ತಿರೋಕೆ ಕಾರಣ ಇದೆಲ್ಲವೂ ನನ್ನ ಯೋಚನೆಗಳು, ನನ್ನ ಜೀವಿತ ಎಲ್ಲವೂ ಈತನಿಗೆ ಗೊತ್ತಿರೋದ್ರಿಂದ ಆಗಿದೆ. എല്ലാം അറിയുന്ന അതിന്റെ അർത്ഥം ಎಲ್ಲವೂ ಈತನಿಗೆ ಗೊತ್ತಾಗಿದೆ ಅಂತ ಅದರ ಅರ್ಥ. ನಾನು ಬೆತ್ತಲಾದ ಮನುಷ್ಯ, ನಾನು ಪಾಪಾತ್ಮನಾದ ಮನುಷ್ಯ ಅಂತ ಹೇಳ್ತಿರೋದು. ഹല്ലേലൂയ. ആമേ ശ്രദ്ധിക്കുക, ಗಮನಿಸ್ರಿ, ശിമോൻ കരയിൽ വന്നപ്പോഴാണ് കണ്ടത്. ಸಿಮೋನ್ ತನಕ್ ಬಂದಾಗಿದೆ ನೋಡ್ತಿರೋದು, ದೋಣಿ ಬಂದಾಗಿದೆ ನೋಡ್ತಿರೋದು. പ്രാർത്ഥിക്കുന്ന ദൈവമക്കളുടെ ദൈവാത്മ ദൂത് പറയുന്നു, ಪ್ರಾರ್ಥನೆ ಮಾಡೋ ದೇವ್ರ ಮಕ್ಕಳಿಗೆ ದೇವರಾತ್ಮ ಹೇಳ್ತಿದ್ದಾರೆ. യേശു പടകിൽ കയറിയ ഉടനെ അല്ല അത്ഭുതം കണ്ടത്. ಯೇಸು ದೋಣಿಗೆ ಹತ್ತಿದ ತಕ್ಷಣ ಅಲ್ಲ ಪೇತ್ರ ಅದ್ಭುತ ನೋಡಿದ್ದು. ഹല്ലേലൂയ. ചിലത് നമ്മളെ കണ്ടെന്ന് വരാം, ಕೆಲವೊಮ್ಮೆ ಆ ರೀತಿಯಲ್ಲಿ ನೋಡಬಹುದು. പക്ഷേ യേശു പറയുന്നതനുസരിച്ച് യാത്ര ചെയ്യുകയാണെങ്കിൽ, ಆದ್ರೆ ಯೇಸು ಹೇಳುವುದನ್ನ ಅನುಸರಿಸಿ ಪ್ರಯಾಣ ಮಾಡೋದಾದ್ರೆ, ആത്മാവ് നിർബന്ധിക്കുന്നതനുസരിച്ച് മുമ്പോട്ട് പോവുകയാണ്. ದೇವರ ಆತ್ಮ ಒತ್ತಾಯಪಡಿಸುವುದಕ್ಕೆ ತಕ್ಕಂತೆ ನಾವು ಮುಂದೆ ಹೋಗುವುದಾದ್ರೆ, തക്ക സമയത്ത് ತಕ್ಕ ಸಮಯದಲ್ಲಿ പരാജയം എവിടെയൊക്കെ പെട്ട കാര്യമോ, ಎಲ್ಲೆಲ್ಲಿ ನಾವು ಸೋತು ಕಣ್ಣೀರಿಟ್ಟವೋ അവിടെ തന്നെ ഒരു അത്ഭുതം ദൈവം നിന്റെ കയ്യിൽ തരും. ಅಲ್ಲೇ ಒಂದು ಅದ್ಭುತವನ್ನ ದೇವರು ನಿಮ್ಮ ಕೈಗೆ ಕೊಡುತ್ತಾರೆ. കാരണം ആത്മാവ് നിർബന്ധത അനുസരിച്ച് യാത്ര ചെയ്യുക. ಯಾಕಂದ್ರೆ ದೇವರ ಆತ್ಮನ ಒತ್ತಾಯಕ್ಕೆ ತಕ್ಕಂತೆ ನಾವು ಪ್ರಯಾಣ ಮಾಡಬೇಕು. ആത്മാവ് നിർബന്ധിക്കുന്നതനുസരിച്ച് യാത്ര ചെയ്ത പേര് മുഴുവനാണ് സാക്ഷികളുടെ വലിയൊരു കൂട്ടം. ದೇವರ ಆತ್ಮನ ಒತ್ತಾಯಪಡಿಸುವುದಕ್ಕೆ ತಕ್ಕಂತೆ ಪ್ರಯಾಣ ಮಾಡಿದವರ ಒಂದು ಲಿಸ್ಟ್ ಆಗಿದೆ. ಅಲ್ಲಿ ಸಾಕ್ಷಿಗಳ ದೊಡ್ಡ ಗುಂಪು ಎಂಬುದಾಗಿ ಅಲ್ಲಿ ಕರೀತಾ ಇದ್ದಾರೆ. എബ്രായ ലേഖനം 12-ാം അധ്യായം 1-ാമത്തെ വാക്യം, ಇಬ್ರಿಯ ಪತ್ರಿಕೆ 12-ನೇ ವಾಕ್ಯದಲ್ಲಿ ഈ ಬರ್ತಿದೆ, സാക്ഷികളുടെ വലിയൊരു കൂട്ടം ಆದ ಕಾರಣ ಸಾಕ್ಷಿಯವರ ಇಷ್ಟು ಗುಂಪು. ആത്മാവ് നിർബന്ധിച്ചനുസരിച്ച് യാത്ര ചെയ്തവരാണ്. ಅಲ್ಲಿ ಆ ಸಾಕ್ಷಿಯವರು ಯಾರು ಅಂತ ಹೇಳಿದ್ರೆ ದೇವರ ಆತ್ಮನ ಒತ್ತಾಯದಲ್ಲಿ ಜೀವಿಸಿದವರು. ഈ കാലഘട്ടത്തിൽ ಈ ಕಾಲದಲ್ಲಿ ഏറ്റവും കൂടുതൽ കുറഞ്ഞു പോയതും അത് തന്നെയാണ്. ಬಹಳ ಹೆಚ್ಚಾಗಿ ಕಡಿಮೆಯಾಗಿ ಹೋಗಿರುವಂತದ್ದು ಅದೇ ಆಗಿದೆ. വിശ്വാസം എന്ന് പറയുന്നത്, ನಂಬಿಕೆ ಅನ್ನೋದು, വിശ്വാസ യാത്ര എന്ന് പറയുന്നത് ನಂಬಿಕೆಯ ಪ್ರಯಾಣ ಅನ್ನೋದು ആത്മാവിന്റെ നിർബന്ധത്തിലുള്ള യാത്രയാണ്. ದೇವರ ಆತ್ಮನ ಒತ್ತಾಯದಲ್ಲಿರುವ ಜೀವಿತವಾಗಿದೆ. ആത്മാവ് നിർബന്ധിച്ച് യാത്ര ചെയ്യാൻ കൊണ്ടുപോകുന്ന
സ്ഥലം ದೇವರಾತ್ಮನು ಒತ್ತಾಯ ಮಾಡಿ ಕರ್ಕೊಂಡು ಹೋಗುವ ಸ್ಥಳ ചിലപ്പോ കടലിലൂടെ ആയിരിക്കാം, ಕೆಲವೊಮ್ಮೆ ಸಮುದ್ರದ ಕಡೆಗಾಗಿರ್ಬೋದು, ചിലപ്പോ മരുഭൂമിയിലൂടെ, ಕೆಲವೊಮ್ಮೆ ಮರುಭೂಮಿಗಾಗಿರ್ಬೋದು, ആമേ ചിലപ്പോ ഒന്നുമില്ലാത്ത സ്ഥലങ്ങളിലൂടെ ആയിരിക്കാം, ಕೆಲವೊಮ್ಮೆ ಏನು ಇಲ್ಲದೆ ಇರುವ ഒരു ಸ್ಥಳಗಳಿಗಾಗಿರ್ಬೋದು, സാഹചര്യമില്ലാത്ത സ്ഥലങ്ങളായിരിക്കാം. ಯಾವ ಸಾಧ್ಯತೆ ಇಲ್ಲದೆ ಇರುವ അവിടെ ಸ್ಥಳಗಳಾಗಿರ್ಬೋದು. ജ്ഞാനിയെ കൊണ്ടുവന്ന് കഴിക്കാം, ಅಲ್ಲಿ ಜ್ಞಾನಿಯನ್ನ ಕರ್ಕೊಂಡು ಬಂದ್ರೆ അവൻ ആമേ 100% എഴുതി സൈൻ ചെയ്ത് തരും, അതിലെ പോകണ്ട പരാജയപ്പെടും. ಅಲ್ಲಿ ಜ್ಞಾನಿಯಲ್ಲಿ ಏನಾದ್ರೂ ಕೇಳಿದ್ರೆ ಅಲ್ಲಿಗೆ ಹೋಗ್ಬೋದು ಅಂತ ಅವ್ನು 100% ಸೈನ್ ಮಾಡ್ಕೊಡ್ತಾನೆ, ಅಲ್ಲಿಗೆ ಹೋಗ್ಬೇಡ ಅಂತ ഡോക്ടർ എഴുതി തരും, ಡಾಕ್ಟರ್ ಬರ್ಕೊಡ್ತಾನೆ. ഈ രോഗത്തിന് ചികിത്സയില്ല, ಈ ರೋಗಕ್ಕೆ ಯಾವುದೇ ಟ್ರೀಟ್ಮೆಂಟ್ ಇಲ್ಲ, എല്ലാ ടെസ്റ്റിലും ഇത് മാറാത്ത രോഗമാണ്. ಯಾವುದೇ, ಯಾಕಂದ್ರೆ ಯಾವ ಟೆಸ್ಟ್ ಮಾಡಿದ್ರು ಯಾವ ಚಿಕಿತ್ಸೆ ಮಾಡಿದ್ರು ಮಾರ್ಪಡದೇ ಇರುವ ರೋಗವಾಗಿದೆ. ഈ ലോകത്തിലെ സകല ജ്ഞാനവും അറിവുകളും ಈ ಲೋಕದ ಎಲ್ಲಾ ಜ್ಞಾನವು ಎಲ್ಲಾ ತಿಳುವಳಿಕೆ അത് തിരഞ്ഞെടുക്കണ്ട, ಅದನ್ನ ಆಯ್ಕೆ ಮಾಡ್ಕೋಬೇಡ, അത് വിട്ടുകളയാൻ പറഞ്ഞാൽ ಅದನ್ನ ಬಿಟ್ಟು ಬಿಡು ಅಂತ ಹೇಳಿದ್ರೆ ആത്മാവ് നിർബന്ധിക്കുന്നുണ്ടെങ്കിൽ ದೇವರಾತ್ಮ ನಿನ್ನನ್ನು ಒತ್ತಾಯ ಮಾಡ್ತಿದ್ದಾರೆ. ആ സാഹചര്യത്തിൽ തന്നെ ಆ ಸನ್ನಿವೇಶದಲ್ಲಿ അവരുടെ മുമ്പിൽ വെച്ച് ಅವರ ಮುಂದೆನೆ നീ ഒരു അത്ഭുതമായിരിക്കും. ನೀನೊಂದು ಅದ್ಭುತವಾಗಿರುತ್ತಿ. കാരണം ആത്മാവിന്റെ നിർബന്ധം ಯಾಕಂದ್ರೆ ದೇವರಾತ್ಮನ ಒತ್ತಾಯ മാനുഷിക രീതിയിൽ ചിന്തിക്കാൻ കഴിയുന്നതല്ല. ಮಾನುಷಿಕ ರೀತಿಯಲ್ಲಿ ಯೋಚನೆ ಮಾಡ್ಲಿಕ್ಕೆ ಆಗುವಂತದಲ್ಲ. അതിലേക്ക് വരുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ಆ ಹಂತಕ್ಕೆ ಬರುವಂತ ಒಬ್ಬ ವ್ಯಕ್ತಿ ಮಾತ್ರನೇ ഒരു അസാധാരണ ഫലമായി പുറത്തു വരാൻ പറ്റൂ. ಅಸಾಧಾರಣ ಹಂತದೊಂದಿಗೆ ಹೊರಗಡೆ ಬರ್ಲಿಕ್ಕೆ ಆಗೋದು. ദൈവപ്രവൃത്തി അനുഭവിച്ചുകൊണ്ട് പുറത്തു വരാൻ കഴിയും. ದೇವರ ಕಾರ್ಯವನ್ನು ಅನುಭವಿಸಿ ಹೊರಗಡೆ ಬರ್ಲಿಕ್ಕೆ ಆಗೋದು. ഇന്ന് പകല് ദൈവ കരങ്ങളിലേക്ക് നമ്മളെ ഏൽപ്പിക്കാം. ಈ ಹಗಲು ವೇಳೆಯಲ್ಲಿ ನಮ್ಮನ್ನ ದೇವರ ಕರಗಳಲ್ಲಿ ಬಿಟ್ಟುಕೊಳ್ಳೋಣ. ഈ ശുശ്രൂഷയ്ക്ക് കത്ത് ദൈവാത്മാന്റെ അകത്ത് തന്നത് ಈ ಸೇವೆ ಒಳಗಡೆ ದೇವರನ್ನ ನಾನು ಒಳಗಡೆ ಕೊಟ್ಟಿದ್ದು എത്രയോ ലക്ഷക്കണക്കിന് ಎಷ್ಟೋ ಲಕ್ಷಗಟ್ಟಲೆ ദൈവമക്കൾ ഇന്ന് ഉണ്ട് ലോകത്ത്. ದೇವರ ಮಕ್ಕಳು ಇವತ್ತು ಲೋಕದಲ್ಲಿದ್ದಾರೆ. ഹല്ലേലൂയ അല്ലേ? അവിടെ എല്ലാം സഭകളുണ്ട്, ಎಷ್ಟು ಸಭೆಗಳಿವೆ, ഇഷ്ടംപോലെ ശുശ്രൂഷകരുണ്ട്, ಬೇಕಾದಷ್ಟು ಸೇವಕರಿದ್ದಾರೆ, ഇഷ്ടംപോലെ ദൈവമക്കളുണ്ട്. ಬೇಕಾದಷ್ಟು ದೇವರ ಮಕ್ಕಳಿದೆ. ആത്മാവ് നിർബന്ധിച്ച് യാത്ര ചെയ്യുന്നവർ എത്ര പേരുണ്ട്? ಆದ್ರೆ ದೇವರಾತ್ಮನ ಒತ್ತಾಯದ ಪ್ರಕಾರ ಪ್ರಯಾಣ ಮಾಡುವವರು ಎಷ್ಟು ಜನ ಇದ್ದಾರೆ? ഹല്ലേലൂയ. ദുഃഖകരമായ ഒരു വാർത്ത, ದುಃಖಕರವಾದ ಒಂದು ವಿಷಯ, പരിശുദ്ധാത്മ ദുഃഖിക്കുന്ന ഒരു ಪವಿತ್ರಾತ್ಮನಲ್ಲಿ ದುಃಖ ಪಡುವಂತ ಒಂದು ವಿಷಯ ಅದು. ഹല്ലേലൂയ. ആരൊക്കെ ഏതൊക്കെ ശുശ്രൂഷയ്ക്ക് വിലമതിക്കുന്നു എന്നുള്ളതല്ല, ಯಾರೆಲ್ಲ ಯಾವುದೆಲ್ಲ ಸೇವೆಗಳಿಗೆ ಹೆಮ್ಮೆ ಪಡ್ತಿದ್ದಾರೆ ಅನ್ನೋದಲ್ಲ, ആർക്കും ഏത് തീരുമാനവും ഈ ലോകത്തെടുക്കാൻ ദൈവം ആമെ കുറച്ച് സമയത്തേക്ക് അനുവാദം കൊടുത്തിട്ടുണ്ട്. ಯಾರು ಬೇಕಾದ್ರೆ ಯಾವ ತೀರ್ಮಾನ ಬೇಕಾದ್ರೆ ತಕೊಳ್ಳಿಕ್ಕಿರುವಂತ ಸ್ವಯಂ ಚಿತ್ತ ಸ್ವಯಂ ತೀರ್ಮಾನ ಅನ್ನುವಂತ ಸಮಯವನ್ನ ದೇವರು ಮನುಷ್ಯರಿಗೆ ಈ ಭೂಮಿಯಲ್ಲಿ ಸ್ವಲ್ಪ ಕಾಲ ಕೊಟ್ಟಿದ್ದಾರೆ. പക്ഷേ നിത്യത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ദൈവം ഇതിലെ ಆದ್ರೆ ನಿತ್ಯ ಜೀವಕ್ಕಾಗಿ ಹೋಗ್ಲಿಕ್ಕಾಗಿ ಬಯಸೋ ದೇವರ ಮಕ್ಕಳೇ, ആത്മാവ് നിന്നെ നിർബന്ധിക്കുന്നുണ്ട്. ದೇವರಾತ್ಮ ನಿನ್ನನ್ನು ಒತ್ತಾಯ ಮಾಡ್ತಿದ್ದಾರಾ? അത് നിനക്ക് അനുഭവിക്കാൻ കഴിയുന്നുണ്ടോ? ಅದನ್ನ ನಿಮಗೆ ಅನುಭವಿಸಲಿಕ್ಕೆ ಆಗ್ತಿದ್ಯಾ? ഹല്ലേലൂയ. കർത്താവിന്റെ ഇഷ്ടത്തിലൂടെയാണ് നീ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ಕರ್ತನ ಇಷ್ಟದ ಪ್ರಕಾರ ಈ ಪ್ರಯಾಣ ಮಾಡ್ತಿದ್ದೀಯೋ? ഇതിനകത്ത് എങ്ങനെയാ പറയുന്നത്? ನನ್ನೊಳಗಡೆ ಈ ರೀತಿಯಾಗಿ ಹೇಳ್ತಿರೋದು, ആത്മാവ് നിർബന്ധിക്കുന്നതിലേക്ക് ഞങ്ങൾ വന്നു കഴിഞ്ഞാൽ, ದೇವರಾತ್ಮನ ಒತ್ತಾಯ ಪಡಿಸುವಂತ ಹಂತಕ್ಕೆ ನಾವು ಬಂದ್ರೆ, ശീമോന്റെ വിഷയത്തിന് മേൽ പരിഹാരം ഉണ്ടായതുപോലെ ಸಿಮೋನನ ವಿಷಯದಲ್ಲಿ ಪರಿಹಾರ ಉಂಟಾದ ಹಾಗೆ, ആത്മാവ് നിർബന്ധിച്ച അനുസരിച്ച് യേശു പറയുകനുസരിച്ച് അവൻ പടക നയിക്കുന്നതുപോലെ, ದೇವರಾತ್ಮನ ಮೂಲಕ ಯೇಸು ಹೇಳಿದ್ದನ್ನ ಅನುಸರಿಸಿ ಅವನ ಮುಂದೆ ಹೋದಾಗ, കര വിട്ടതുപോലെ, ದಡ ಬಿಟ್ಟ ಹಾಗೆ, ആഴത്തിലേക്ക് ബലയിറക്കിയതുപോലെ, ಆಳಕ್ಕೆ ಬಲೆ ಹಾಕಿದ ಹಾಗೆ, ഞാൻ നിങ്ങൾ ഇറക്കാൻ തയ്യാറായ, ನಾವು ನೀವು ಬಲೆ ಹಾಕುವುದಕ್ಕೆ ಸಿದ್ಧವಾದರೆ, പോകാൻ തയ്യാറായ ಹೋಗುವುದಕ್ಕೆ ಸಿದ್ಧವಾದರೆ, എല്ലാരും പരാജയമെന്ന് പറഞ്ഞത്, ಎಲ್ಲರೂ ಸೋಲು ಎಂಬುದಾಗಿ ಹೇಳಿದ ಸ್ಥಳದಲ್ಲಿ, പരാജയപ്പെടുമെന്ന് പറഞ്ഞത്, ನೀನ್ ಸೋತು ಹೋಗುತ್ತೀಯಾ ಎಂಬುದಾಗಿ ಹೇಳಿದ ಸ್ಥಳದಲ್ಲಿ, നിന്നിലൂടെ ദൈവ പ്രവൃത്തി ദൈവം വെളിപ്പെടുത്തി. ನಿನ್ನ ಮೂಲಕ ದೇವರು ತನ್ನ ಕಾರ್ಯವನ್ನ ಪ್ರಕಟ ಮಾಡುತ್ತಾನೆ. ഈ ലോകത്തിൽ വെച്ച് അത്ഭുതം കാണും. ಈ ಲೋಕದಲ್ಲಿ ನೀನು ಅದ್ಭುತ ಕಾಣುತ್ತೆ. അതിനപ്പുറം ಅದರಿಂದ ಆಚೆಗೆ നിത്യതയിൽ എത്തണമെങ്കിൽ ನಿತ್ಯ ಜೀವನದಲ್ಲಿ ತಲುಪಬೇಕಾದ್ರೆ ആത്മാവ് നമ്മളെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുന്നു. ದೇವರಾತ್ಮನು ನಮ್ಮನ್ನ ಒತ್ತಾಯಪಡಿಸುತ್ತಲೇ ಇರಲಿ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. എന്നെ കേൾക്കുന്ന ദൈവം ഇതിലെ ನನ್ನ ಶಬ್ದ ಕೇಳೋ ದೇವ್ರ ಮಕ್ಕಳೇ, എവിടെയും കേൾക്കാത്ത ಎಲ್ಲಿಯೂ ಕೇಳದ ചില പ്രത്യേക ചില മെസ്സേജുകളെ പോലെ ಕೆಲವು ವಿಶೇಷ ಸಂದೇಶಗಳ ಹಾಗೆ ഇവിടെ കേൾക്കുന്നതിന്റെ കാരണം ಇಲ್ಲಿ ಕೇಳ್ತಿರಕ್ಕೆ ಕಾರಣ, നമ്മൾ ആരും ഒന്നും ബുദ്ധി ചെയ്യുന്നതല്ല, ನಾವ್ ಯಾರು ನಮ್ಮ ಬುದ್ಧಿಯಿಂದ ಮಾಡ್ತಿರೋದಲ್ಲ, കർത്താവിന് ഫുള്ള് കൺട്രോൾ വിട്ടുകൊടുക്കുകയാണ്. ಕರ್ತನಿಗೆ ಸಂಪೂರ್ಣ ನಿಯಂತ್ರಣಕ್ಕೆ ಬಿಟ್ಕೊಡ್ತಿರೋದಾಗಿದೆ. കർത്താവ് സഭയോട് സംസാരിക്കുന്നതാണ്. ಕರ್ತನ ಸಭೆಯೊಂದಿಗೆ ಮಾತಾಡ್ತಿರೋದಾಗಿದೆ. ഇരിക്കുന്നവരോട് മാത്രമല്ല, ಇಲ್ಲಿರುವವರೊಂದಿಗೆ ಮಾತ್ರ ಅಲ್ಲ, ലോകത്തുള്ള മുഴുവൻ പേരോട് ಭೂಲೋಕದಲ್ಲಿರುವ ಎಲ್ಲರೊಂದಿಗೂ നിങ്ങൾ ആത്മാവ് നിർബന്ധിക്കുന്നതനുസരിച്ച് ನಿಮ್ಮನ್ನ ದೇವರಾತ್ಮ ನಿಯಂತ್ರಿಸುವುದಕ್ಕೆ ಒತ್ತಾಯಪಡಿಸುವುದಕ್ಕೆ ആത്മാവ് ತಕ್ಕಂತೆ നിർബന്ധിക്കുന്നുണ്ടോ നിങ്ങൾ തന്നെ ഒന്ന് പരിശോധിക്കുക. ನಿಮ್ಮನ್ನ ದೇವರಾತ್ಮ ಒತ್ತಾಯಪಡಿಸಿದ್ದಾರಾ ಎಂಬುದಾಗಿ ನಿಮ್ಮನ್ನೇ ನೀವು ಪರೀಕ್ಷೆ ಮಾಡ್ಕೊಳ್ರಿ. ഹല്ലേലൂയ. അങ്ങനെ ആത്മാവ് നിർബന്ധിക്കുന്നതനുസരിച്ച്, ಹಾಗೆ ದೇವರಾತ್ಮನು ನಿಮ್ಮನ್ನ ಒತ್ತಾಯಪಡಿಸುವುದಕ್ಕೆ ತಕ್ಕಂತೆ, പരിശുദ്ധാത്മാവ് നിർബന്ധിക്കുന്നതനുസരിച്ച്, ಪವಿತ್ರಾತ್ಮನು ನಿಮ್ಮನ್ನ ನಿಯಂತ್ರಿಸುವುದಕ್ಕೆ ತಕ್ಕಂತೆ, ഒന്നാം നിർബന്ധിക്കുന്നില്ലെങ്കിൽ നിർബന്ധിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക. ನಿಮ್ಮನ್ನ ಒತ್ತಾಯಪಡಿಸ್ತಾ ಇಲ್ಲ ಅಂದ್ರೆ, ನಿಮ್ಮನ್ನ ಇದುವರೆಗೂ ದೇವರಾತ್ಮ ಒತ್ತಾಯಪಡಿಸ್ತಾ ಇಲ್ಲ ಅಂದ್ರೆ ಒತ್ತಾಯಪಡಿಸೋಕೋಸ್ಕರ ಪ್ರಾರ್ಥನೆ ಮಾಡಿ. കടഭാരം പ്രാർത്ഥിക്കുന്നതിന് കടഭാരം മാറുന്നതിനേക്കാൾ, ನನ್ ಸಾಲ ನೀಗಲಿಂತ ಪ್ರಾರ್ಥನೆ ಮಾಡೋದಕ್ಕಿಂತ ಹೆಚ್ಚಾಗಿ, വിടുതലിട്ടതിനേക്കാൾ, ಬೇರೆ ಯಾವುದೇ ವಿಷಯಕ್ಕೆ ಬಿಡುಗಡೆ ಸಿಗೋದಕ್ಕಿಂತ ಹೆಚ್ಚಾಗಿ, നിന്റെ ആത്മാവ് കർത്താവെ നിന്റെ ആത്മാവിനെ നിർബന്ധിക്കണമെന്ന് പറയുക. ದೇವರೇ ನಿನ್ನ ಆತ್ಮನು ನನ್ನನ್ನ ಒತ್ತಾಯಪಡಿಸಲಿ ಅಂತ ಪ್ರಾರ್ಥನೆ ಮಾಡಿ. അതിലേക്ക് ഞാൻ ഇഷ്ടപ്പെട്ട് പോട്ട് പോകാൻ താല്പര്യപ്പെടുക. ಕರ್ತನ
ಕರ್ತನೆ ಅದಕ್ಕಾಗಿ ನಾನು ಇಷ್ಟಪಟ್ಟು ಮುಂದೆ ಬರುತ್ತೇನೆ. അങ്ങനെ പോകുമ്പോൾ ಹಾಗೆ ಮುಂದೆ ಹೋಗುವಾಗ മുമ്പ് പ്രാർത്ഥിച്ച മുഴുവൻ വിഷയത്തിന് മേൽ വിടുതൽ ನೀವು കണ്ടു. ಮುಂಚೆ ಪ್ರಾರ್ಥನೆ ಮಾಡಿದಂತ ಎಲ್ಲ ವಿಷಯಗಳಿಗೂ ಕರ್ತನ ಉತ್ತರ ಕೊಡುತ್ತಾನೆ. കാരണം മുമ്പ് അവന്റെ രാജ്യവും നീതി അന്വേഷിപ്പീൻ അവരോട് കൂടെ ഇത് മുഴുവൻ. ಯಾಕಂದ್ರೆ ಮೊದಲು ನೀವು ರಾಜ್ಯಕ್ಕಾಗಿ ನೀತಿಗಾಗಿ ದೊಂಗ ಮಾಡಿದ್ರೆ ಅವುಗಳ ಕೂಡ ಇವೆಲ್ಲವೂ ನಿಮಗೆ ದೊರಕುತ್ತದೆ. കർത്താവിന്റെ ശബ്ദം ಕರ್ತನ ಶಬ್ದ ആത്മാവ് നിർബന്ധിക്കുന്നതിലേക്ക് ದೇವರ ಆತ್ಮನ ಒತ್ತಾಯಪಡಿಸುವುದು ಹಂತಕ್ಕೆ കർത്താവിന്റെ ശബ്ദമാണ് ಕರ್ತನ ಶಬ್ದವಾಗಿದೆ. ആത്മാവ് നിർബന്ധിക്കുന്നതനുസരിച്ച് യാത്ര ചെയ്യുമ്പോൾ കേൾക്കുന്നത്. ആത്മാവ് നിർബന്ധിച്ച് യാത്ര ചെയ്യുമ്പോൾ ದೇವರ ಆತ್ಮನ ಒತ್ತಾಯಪಡಿಸುವುದನ್ನ ಕೇಳಿ ನಾವು ಮುಂದೆ ಪ್ರಯಾಣ ಮಾಡುವಂತದ್ದು. ഹല്ലേലൂയ. ഇന്ന് രാത്രി നമ്മുടെ പകല് ಈ ಹಗಲು നമ്മെ തന്നെ ടെസ്റ്റ് ചെയ്യുക. ನಮ್ಮನ್ನ ನಾವು ಪರೀಕ್ಷೆ ಮಾಡೋಣ. എത്ര കാലമായി നമ്മൾ വിശ്വാസത്തിൽ ഇറങ്ങി? ಎಷ್ಟು ವರ್ಷವಾಯ್ತು ನಾವು ನಂಬಿಕೆ ಜೀವಿತಕ್ಕೆ ಬಂದು? ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് നമ്മളിലൂടെ നിർബന്ധിക്കുന്നുണ്ടോ? ಪವಿತ್ರಾತ್ಮನು ನಮ್ಮನ್ನ ಒತ್ತಾಯಪಡಿಸಿದ್ದಾರೆ. ഏതോ കാലങ്ങളിൽ നിർബന്ധിച്ചിട്ടുണ്ടായിരുന്നു. ಯಾವ್ದಾದ್ರು ಒಂದು ಕಾಲದಲ್ಲಿ ನಮ್ಮನ್ನ ನಿರ್ಬಂಧಪಡಿಸಿದ್ದಾರೆ. പലരുടെ വാക്കുകൾ കേട്ടിട്ട് ಆದ್ರೆ ಅನೇಕರ ಮಾತನ್ನ ಕೇಳಿ സ്വന്തം ബുദ്ധി ಸ್ವಂತ ಬುದ್ಧಿಯಲ್ಲಿ സ്വന്തം ചിന്തകളിലൂടെ ಸ್ವಂತ ಚಿಂತೆಗಳ ಮೂಲಕ ആ നിർബന്ധത്തിന് വഴങ്ങാതെ ಆ ಪವಿತ್ರಾತ್ಮನ ಒತ್ತಾಯಕ್ಕೆ ಬಿಟ್ಟುಕೊಡದೆ മറ്റുള്ളവരുടെ ഇഷ്ടത്തിന് ಬೇರೆಯವರ ಇಷ್ಟಕ್ಕೆ നമ്മുടെ ഇഷ്ടത്തിന് ನಮ್ಮ ಇಷ್ಟಕ್ಕೆ നമ്മൾ നീങ്ങിയ നിമിഷം മുതൽ ನಾವು ಸಾಗಿದ ನಿಮಿಷದಿಂದ പരിശുദ്ധാത്മാവ് നമ്മളെ നിർബന്ധിക്കാതെയാക്കി. ಪವಿತ್ರಾತ್ಮನು ನಮ್ಮನ್ನ ಒತ್ತಾಯಪಡಿಸದಂತೆ ನಾವು ಮಾಡಿದ್ದೇವೆ. ഇതെവിടേക്ക് ഈ വചനം എത്തുമോ? ಈ ವಾಕ್ಯ ಎಲ್ಲೆಲ್ಲಿ ತಲುಪುತ್ತದೋ ഹല്ലേലൂയ. അവിടെ എല്ലാം പരിശുദ്ധാത്മാവ് ദൂത് പറയുന്നു. ಅಲ್ಲೆಲ್ಲ ಆ ಎಲ್ಲಾ ಸ್ಥಳಗಳಿಗೂ ಪವಿತ್ರಾತ್ಮನ ದೈವೋಕ್ತಿ ಹೇಳ್ತಿದ್ದಾನೆ. എവിടെയൊക്കെ വിട്ട് മാറി നിൽക്കുന്നു. ಎಲ್ಲೆಲ್ಲೋ ನೀವು ದೇವರಾತ್ಮನನ್ನ ಬಿಟ್ಟು ಅಗಲಿರಬಹುದು. ഇന്ന് പകല് ಆದ್ರೆ ಇವತ್ತು ಹಗಲು വേറെ ആയിരക്കണക്കിന് വിഷയം പ്രാർത്ഥിക്കുമ്പോൾ ಸಾವಿರಾರು ವಿಷಯಗಳಿಗಾಗಿ ನೀವು ಪ್ರಾರ್ಥಿಸುವಾಗ അതിനേക്കാൾ കൂടുതൽ ಅದಕ್ಕಿಂತ ಹೆಚ್ಚಾಗಿ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ಪವಿತ್ರಾತ್ಮನಿಂದ ತುಂಬಿ ആത്മാവ് നിർബന്ധിക്കുന്നതനുസരിച്ച് ದೇವರಾತ್ಮನ ಒತ್ತಾಯಪಡಿಸುವುದಕ್ಕೆ ತಕ್ಕಂತೆ മുമ്പോട്ട് പോകാനാണ് പ്രാർത്ഥിക്കേണ്ടത്. ಮುಂದೆ ಹೋಗುವುದಕ್ಕಾಗಿದೆ ನೀವು ಪ್ರಾರ್ಥನೆ അങ്ങനെ ಮಾಡಬೇಕಾಗಿದೆ. പ്രാർത്ഥിച്ചു തുടങ്ങിയാൽ ಹಾಗೆ ನೀವು ಪ್ರಾರ್ಥನೆ ಮಾಡಿ ಆರಂಭಿಸಿದ್ರೆ അല്ലെങ്കിൽ നിന്റെ വിഷയത്തിന് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടും. ನಿಮ್ಮ ವಿಷಯದ ಮೇಲೆ ದೇವರ ಕಾರ್ಯ ಪ್ರಕಟವಾಗುತ್ತದೆ. ഒരു നിമിഷം എല്ലാവരും എണീച്ച് ಒಂದು ನಿಮಿಷ ನಾವಿರುವ ಸ್ಥಳಗಳಲ್ಲಿ ನಾವೆಲ್ಲರೂ ಎದ್ದು ನಿಂತುಕೊಳ್ಳೋಣ. കരങ്ങളിൽ നിന്ന് പകൽ നമ്മളെ വിട്ടു. ಕರ್ತನ ಕರಗಳಲ್ಲಿ ಈ ಹಗಲುಗಳೇ ನಮ್ಮನೆ ನಾವು ಬಿಟ್ಟುಕೊಡುವ. അല്ലെങ്കിൽ പഴയ നിയമത്തെ നമ്മൾ നോക്കിയാൽ ಹಳೆ ಒಡಂಬಡಿಕೆಯಲ್ಲಿ ನಾವು ನೋಡುವುದಾದ್ರೆ ആത്മാവിന്റെ പുറപ്പാട് ದೇವರ ಆತ್ಮನ ಹೊರಡುವಿಕೆ മേഘസ്തംഭവും അഗ്നിത്തൂണുമായി ಮೇಘ ಸ್ತಂಭವು ಮತ್ತು ಅಗ್ನಿ ആ ಸ್ತಂಭದೊಂದಿಗೆ നിർബന്ധത്തിലൂടെ പോയതുകൊണ്ട് ಆ ಒತ್ತಾಯದ ಮೇರೆಗೆ ಅವರು ಹೋಗಿದ್ರಿಂದ അവരെ ചെരുപ്പ് തേഞ്ഞില്ല, ಅವರ ಚಪ್ಪಲಿ ಸವಿಯಲಿಲ್ಲ, അവരെ വസ്ത്രം മുഷികില്ല, ಅವರ ವಸ್ತ್ರವು ಜೀರ್ಣವಾಗಲಿಲ್ಲ, അവര് മന്ന കഴിച്ച് തൃപ്തി പ്രാപിച്ചു. ಅವರು ಮನ್ನವನ್ನ ತಿಂದು ತೃಪ್ತಿಗೊಂಡರು. ഈ പുതിയ നിയമത്തിന് ಈ ಹೊಸ ಒಡಂಬಡಿಕೆಯಲ್ಲಿ ദൈവത്തിന്റെ ആത്മാവ് ದೇವರ ಆತ್ಮನು നിർബന്ധിച്ച് നടത്തുന്ന ഏവനും ಒತ್ತಾಯಪಡಿಸಿ ನಡೆಯುವಂತ ಯಾವುದೇ ವ್ಯಕ್ತಿ ദൈവ മകനാകുന്നു. ಅವನು ದೇವರ ಮಗನಾಗಿರ್ತಾನೆ. നന്മയ്ക്ക് കുറവ് വരത്തില്ല. ಅವನ ಜೀವಿತದಲ್ಲಿ ಯಾವ ಅನುಗ್ರಹಕ್ಕೂ ಕೊರತೆ ಇರೋದಿಲ್ಲ. യേശുവിന്റെ നാമത്തിൽ ಯೇಸುವಿನ ನಾಮದಲ್ಲಿ കർത്താവ് എനിക്ക് അത് ചെയ്യണം, ಕರ್ತನೆ ನನಗೆ ಅದು ಮಾಡಬೇಕು, കർത്താവ് എനിക്ക് ഇത് ചെയ്യണം ನನಗೆ ಇದು ಮಾಡಬೇಕು എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ಎಂಬುದಾಗಿ ನಾವು ಹೇಳ್ತಿದ್ದೇವೆ. നമ്മുടെ ഇഷ്ടം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ನಮ್ಮ ಇಷ್ಟವನ್ನ ನಾವು ಹೇಳ್ತಿದ್ದೇವೆ. കർത്താവ് പറയുന്നത് ആരും കേൾക്കുന്നില്ല. ಆದ್ರೆ ಕರ್ತನೆ ಹೇಳುವುದನ್ನ ಯಾರು ಕೇಳ್ತಾ ಇಲ್ಲ. ആത്മാവ് നിർബന്ധിക്കുന്നതനുസരിച്ച് ದೇವರಾತ್ಮನ ಒತ್ತಾಯಪಡಿಸುವುದಕ್ಕೆ ആരും ತಕ್ಕಂತೆ പോകാൻ തയ്യാറാകുന്നില്ല. ಯಾರು ಹೋಗುವುದಕ್ಕೆ ತಯಾರಾಗುತ್ತಾರೆ. തയ്യാറാകാതെ എനിക്ക് അത് ചെയ്യണം ഇത് ചെയ്യണം ദൈവത്തോട് പറയുമ്പോൾ ನನಗೆ ಅದು ಮಾಡ್ಬೇಕು ಇದು ಮಾಡ್ಬೇಕು ಎಂಬುದಾಗಿ ದೇವರ ಹತ್ರ ಹೇಳುವಾಗ പരിശുദ്ധാത്മ ദുഃഖിക്കുകയാണ്. ಪವಿತ್ರಾತ್ಮ ದುಃಖಪಡ್ತಿದ್ದಾರೆ. മകൻ കർത്താവേ, ಈ ಹಗಲುಗಳಲ್ಲಿ ಕರ್ತನೆ എന്റെ ഇഷ്ടമല്ല, ನನ್ನ ಇಷ್ಟವಲ್ಲ, അങ്ങയുടെ ഇഷ്ടമല്ലേ നിറവേറട്ടെ. ನಿನ್ನ ಇಷ್ಟ ನನ್ನಲ್ಲಿ ನೆರವೇರಲಿ. ഓ, ഒരു നിമിഷം എല്ലാവർക്കും വിട്ടു. ಒಂದು ನಿಮಿಷ ನಾವೆಲ್ಲರೂ ದೇವರ ಸಮ್ಮುಖದಲ್ಲಿ ಬಿಟ್ಟುಕೊಡೋಣ. ಓ ಶಕರ എന്നെ ആത്മാവ് നിർബന്ധിക്കുന്നില്ലെങ്കിൽ, ದೇವರ ಆತ್ಮನು ನಮ್ಮನ್ನು ಒತ್ತಾಯಪಡಿಸದೇ ಇದ್ರೆ എന്റെ ആത്മീയ ജീവിതം ഒരു ഗുണവുമില്ല. ನನ್ನ ಆತ್ಮಿಕ ಜೀವಿತದಿಂದ ಯಾವ ಪ್ರಯೋಜನವೂ ಇಲ್ಲ. ഞാൻ സഭയിൽ എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. ನಾನು ಸಭೆಯಲ್ಲಿದ್ದೇನೆ ಎಂಬುದಾಗಿ ಪ್ರಯೋಜನ ಇಲ್ಲ. പക്ഷേ എന്നെ ആത്മാവ് നിർബന്ധിക്കുകയാണെങ്കിൽ ಆದ್ರೆ ನನ್ನ ದೇವರಾತ್ಮ ಒತ್ತಾಯಪಡಿಸುತ್ತದೆ. എനിക്ക് നല്ല ഉറപ്പുണ്ട്, ನನಗೆ ಒಳ್ಳೆ ದೃಢತೆ ಇದೆ. നിത്യത്തിലേക്ക് പോകും. ನಿತ್ಯ ಜೀವಕ್ಕೆ ನಾನು ತಲುಪುತ್ತೇನೆ. പലർക്കും അറിയത്തില്ല ಅನೇಕರಿಗೆ ಗೊತ್ತಿಲ್ಲ ആര് സ്വർഗത്തിൽ പോകുമെന്ന്. ಯಾರು ಪರಲೋಕಕ್ಕೆ ಹೋಗ್ತಾರೆ ಎಂಬುದಾಗಿ. ഹല്ലേലൂയ. ചില ഉന്നതന്മാര് വരെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ಕೆಲವು ಉನ್ನತರು ಕೂಡ ಹೇಳಿರುವುದನ್ನ ನಾನು ಕೇಳಿದೆ. ഹല്ലേലൂയ. പക്ഷേ ಆದ್ರೆ എനിക്ക് പിടികിട്ടാത്ത ഒരു വിഷയം എനിക്ക് ഇപ്പോൾ പിടികിട്ടി. ಆದ್ರೆ ನನಗೆ ಇದುವರೆಗೆ ಅರ್ಥವಾಗದೇ ಇರುವಂತಹ ಒಂದು ವಿಷಯ ಈಗ ನನಗೆ ಅರ್ಥವಾಯಿತು. ആത്മാവ് നിങ്ങളെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ, ದೇವರ ಆತ್ಮ ನಿಮ್ಮನ್ನ ಒತ್ತಾಯಪಡಿಸುತ್ತಾ ಇರುವುದಾದ್ರೆ നിങ്ങൾ സംശയിക്കേണ്ട, നിങ്ങൾ പോകും. ನೀವು ಸಂದೇಹ ಪಡಬೇಡಿ, ನೀವು ಪರಲೋಕಕ್ಕೆ ಹೋಗುತ್ತೀರಿ. ഹല്ലേലൂയ. നമ്മൾ കേട്ടിട്ടില്ലേ? ನಾವು ಸಹ ಕೇಳಿಲ್ವಾ? ഹല്ലേലൂയ. ആരൊക്കെ പോകുമോ ആരൊക്കെ പോകാതിരിക്കുമോ നമ്മൾ വായി കൊണ്ട് പറഞ്ഞിട്ടില്ലേ? ನಾವೇ ಹೇಳ್ತೀವಲ್ಲ, ಯಾರು ಪರಲೋಕಕ್ಕೆ ಹೋಗ್ತಾರೋ ಬಿಡ್ತಾರೋ. ദൈവമക്കൾ കൂടിയിരിക്കും അങ്ങനെ പറഞ്ഞിട്ടില്ലേ? ನಾವು ದೇವರ ಮಕ್ಕಳು ಸೇರುವಾಗ ನಾವು ಹೇಳಲ್ವಾ? അല്ലെ, നമുക്ക് സംശയം വരുന്നില്ലേ? ನಮಗೂ ಸಂದೇಹ ಇರಲಿಲ್ಲ. ആരൊക്കെ പോകുന്നുള്ള ഉറപ്പില്ല. ಯಾರೆಲ್ಲ ಹೋಗ್ತೀವಿ ಅನ್ನುವಂತ ದೃಢತೆ ನಮಗಿಲ್ಲ. പരിശുദ്ധ ബന്ധുവാൻ ഉറപ്പ് പറയും. ಆದ್ರೆ ಪವಿತ್ರ ಆತ್ಮ ಈ ಹಗಲುಗಳಲ್ಲಿ ಹೇಳ್ತಿದ್ದಾರೆ, ആത്മാവ് നിർബന്ധിക്കുന്ന അനുസരിച്ച് ജീവിക്കുന്നവൻ നിത്യത്തിൽ പോകും. ದೇವರ ಆತ್ಮನ ಒತ್ತಾಯದ ಮೇರೆಗೆ ಜೀವಿಸುವ
ಅವರು ನಿತ್ಯತೆಗೆ ಹೋಗುತ್ತಾರೆ. Hallelujah. ಅವನ ಬಿಡುಗಡೆ ಕಾಣುകയും ചെയ്യും. ಅವರು ಬಿಡುಗಡೆಯನ್ನು ಕಂಡೇ ಕಾಣುತ್ತಾರೆ. ವಾಗ್ದಾನ ಪ್ರಾಪಿക്കുകയും ചെയ്യും. ಅವರು ವಾಗ್ದಾನವನ್ನು ಹೊಂದೇ ಹೊಂದುತ್ತಾರೆ. അവൻ ജയശാലിയായി. ಅವರು ಜಯಶಾಲಿಯಾಗುತ್ತಾರೆ. ക്രിസ്തുവിൽ ഞങ്ങളെ എല്ലായിടത്തും ಕ್ರಿಸ್ತ ಯೇಸುವಿನಲ್ಲಿ ನಮ್ಮನ್ನ ಎಲ್ಲ ಸ್ಥಳದಲ್ಲೂ എല്ലായ്പ്പോഴും ಎಲ್ಲ ಸಮಯದಲ್ಲೂ ജയോത്സവമായി. ಜಯೋತ್ಸವದೊಡನೆ കടലിൽ കടിച്ചാലും ಸರ್ಪ ಕಚ್ಚಿದ್ರು, കപ്പൽ തകർന്നാലും ಹಡಗು ಒಡೆದರು, ജയിലറയാണെങ്കിലും ಸೆರೆಮನೆಯಾದರು, പട്ടിണിയാണെങ്കിലും ಹಸಿವೆಯಾದರು, അടികൊണ്ടാലും ಪೆಟ್ಟು ತಿಂದರು, കാല് ഏതെല്ലാം നിന്ദ സഹിച്ചാലും ಯಾವುದೆಲ್ಲ ನಿಂದೆಗಳನ್ನ ಸಹಿಸಿದ್ರು ഞങ്ങൾ ആത്മപ്രകാരം ನಮ್ಮ ಆತ್ಮಿಕ ಪ್ರಕಾರ, ಆತ್ಮದ ಪ್ರಕಾರ, ആത്മാവിന്റെ നിർബന്ധമനുസരിച്ച് ಆತ್ಮದ ಒತ್ತಾಯದ ಮೇರೆಗೆ നടക്കുന്നത് കൊണ്ട് ನಾವು ನಡೆಯೋದ್ರಿಂದ അതിന്റെ മധ്യേ ಅದರ ಮಧ್ಯದಲ್ಲಿ അതിന്റെ മേലെ ಅದರ ಮೇಲೆ ഞങ്ങൾ ನಾವು ക്രിസ്തുവിൽ ಕ್ರಿಸ್ತನಲ್ಲಿ എല്ലായിടത്തും ಎಲ್ಲ ಸಮಯದಲ್ಲಿ എല്ലായ്പ്പോഴും ಎಲ್ಲ ಸಮಯದಲ್ಲಿ ജയോത്സവമായി ಜಯೋತ್ಸವದೊಡನೆ ನಡೆಯುತ್ತೇವೆ. യേശുവിന്റെ നാമത്തിൽ ಯೇಸುವಿನ ನಾಮದಲ್ಲಿ രോഗമുണ്ടാകട്ടെ. ರೋಗ ಇರಲಿ. ഇന്ന് പകല് ಈ ಹಗಲು ആത്മാവ് നിർബന്ധിക്കുകയാണെങ്കിൽ ದೇವರಾತ್ಮನ ആ ಒತ್ತಾಯಪಡಿಸಿದ രോഗത്തിന്റെ മുകളിലൂടെ ಆ ರೋಗದ ಮೇಲೆ ക്രിസ്തുവിൽ ಕ್ರಿಸ್ತನಲ್ಲಿ എല്ലായിടത്തും ಎಲ್ಲ ಸ್ಥಳದಲ್ಲಿ എല്ലായ്പ്പോഴും ಎಲ್ಲ ಸಮಯದಲ್ಲಿ ജയോത്സവമായി ಜಯೋತ್ಸವದೊಡನೆ ദൈവം നിന്നെ നടത്തും. ದೇವರು ನಿಮ್ಮನ್ನು ನಡೆಸ್ತಾರೆ. ഏത് പ്രശ്നവുമാകട്ടെ നിന്റെ ಯಾವುದೇ ജീവിതത്തിൽ, ಸಮಸ್ಯೆ ನಿನ್ನ ಮುಂದೆ ಇರಲಿ, ഏത് പ്രശ്നമാകട്ടെ നിന്റെ വീട് ಯಾವುದೇ ಸಮಸ್ಯೆ ಇರಲಿ ನಿನ್ನ ಮನೆಯಲ್ಲಿ, എന്ന ആത്മാവ് നിർബന്ധിക്കുന്നതനുസരിച്ച് ಆದ್ರೆ ದೇವರಾತ್ಮನ ಒತ್ತಾಯದ ಮೇರೆಗೆ നീ ജീവിക്കാൻ തുടങ്ങിയ ನೀ ಜೀವಿಸುವುದಕ್ಕೆ ആ ಆರಂಭಿಸು. പ്രശ്നത്തിന്റെ മധ്യേ ಆ ಸಮಸ್ಯೆ ಮಧ್ಯದಲ್ಲಿ ആ ദേശത്തെ വെച്ച് ಆ ದೇಶದಲ್ಲಿ ക്രിസ്തുവിൽ ಕ್ರಿಸ್ತನಲ್ಲಿ എല്ലായിടത്തും ಎಲ್ಲಾ ಸ್ಥಳದಲ್ಲಿ എല്ലായ്പ്പോഴും ಎಲ್ಲ ಸಮಯದಲ್ಲಿ ജയോത്സവമായി എന്നെ നടത്തും. ಜಯೋತ್ಸವದೊಡನೆ ನಾನು ನಡೆಸ್ತಾರೆ. യേശുവിന്റെ നാമത്തിൽ ಯೇಸುವಿನ ನಾಮದಲ್ಲಿ മുഴുവൻ പേരും പറയും, ಎಲ್ಲರೂ ಹೇಳ್ತಾರೆ, അയ്യോ ഇതെന്നെ എന്തൊരു പ്രശ്നങ്ങൾ എങ്ങനെ, ಅಯ್ಯೋ ಎಷ್ಟೊಂದು ಸಮಸ್ಯೆ, എന്തെല്ലാം പ്രശ്നങ്ങളാ ಏನೆಲ್ಲ ಸಮಸ್ಯೆ ആയിക്കോട്ടെ. ಇರಲಿ, പക്ഷെ ആത്മാവ് നിർബന്ധിച്ച് യാത്ര ചെയ്താൽ ಅದೇ ದೇವರಾತ್ಮನ ಒತ್ತಾಯದ ಮೇರೆಗೆ ಪ್ರಯಾಣ ಮಾಡಿ അവരുടെ മുമ്പിൽ ಅವರ ಮುಂದೆ അതിന്റെ മുകളിൽ ಅವರ ಮೇಲೆ ക്രിസ്തുവിൽ ಕ್ರಿಸ್ತನಲ್ಲಿ എല്ലായിടത്തും ಎಲ್ಲರೂ എല്ലായ്പ്പോഴും ಎಲ್ಲ ಸ್ಥಳದಲ್ಲಿ ಎಲ್ಲ ಸಮಯದಲ್ಲೂ ಜಯೋತ್ಸವದೊಡನೆ ഞങ്ങളെ നടത്തുന്നു. ನಮ್ಮ ನಡೆಸ್ತಾನೆ. യേശുവിന്റെ കരങ്ങളിൽ ಯೇಸುವಿನ ಕರದಲ್ಲಿ ഇന്ന് പകൽ നമ്മളെ ഏൽപ്പിച്ചു ಈ കൊടുക്കുക. ಹಗಲುಗಳಲ್ಲಿ ನಮ್ಮನ್ನು ಒಪ್ಪಿಸಿಕೊಡೋಣ. എന്റെ ജീവിതത്തിലെ പരാജയം ನನ್ನ ಜೀವಿತದ ಸೋಲು ഞാൻ എനിക്ക് എന്റെ അറിവനുസരിച്ച് ഞാൻ കാര്യങ്ങൾ ചെയ്യുന്നു. ನನ್ನ ತಿಳುವಳಿಕೆಗೆ ತಕ್ಕಂತೆ ನನ್ನ ಕೆಲಸವನ್ನು ಮಾಡ್ತಿದ್ದೇನೆ. മറ്റുള്ളവര് പറയുന്നത് ഞാൻ ചെയ്യുന്നു. ಬೇರೆಯವರು ಹೇಳೋದನ್ನ ಕೇಳಿಯೂ ನಾನು ಮಾಡ್ತಿದ್ದೇನೆ. ആത്മാവ് നിർബന്ധിക്കുന്നില്ല. ಆದ್ರೆ ದೇವರಾತ್ಮ ನನ್ನನ್ನು ಒತ್ತಾಯ ಮಾಡ್ತಿಲ್ಲ. നിർബന്ധിക്കണമേ. ನನ್ನನ್ನು ಒತ್ತಾಯ ಮಾಡು. നിർബന്ധിക്കുന്നതനുസരിച്ച് ಒತ್ತಾಯ ಮಾಡೋದು എനിക്ക് ತಕ್ಕಂತೆ മുമ്പോട്ട് പോകാൻ വഴി തുറക്കണമേ. ನಾನು ಮುಂದೆ ಹೋಗ್ಲಿಕ್ಕೆ ದಾರಿ ತೆರೆ. അങ്ങനെ ഏൽപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ ಆ ರೀತಿಯಲ್ಲಿ ಒಪ್ಪಿಸ್ಕೊಡೋದ ആ ഒരു തലത്തിലേക്ക് നിങ്ങൾ വരികയാണെങ്കിൽ ಆ ಒಂದು ಹಂತಕ್ಕೆ ನೀವು ಬರುವುದಾದ್ರೆ ആദ്യ സ്നേഹം ദൈവം മടക്കി തരും. ಮೊದಲ ಪ್ರೀತಿಯನ್ನು ದೇವರು ആദ്യ സ്നേഹം മടക്കി വരും. ಮೊದಲ ಪ್ರೀತಿಯನ್ನು ದೇವರು ദൈവത്തോട് ആദ്യമുള്ള സ്നേഹം, ದೇವರ ಮೇಲೆ ನಿಮಗಿದ್ದ ಮೊದಲ ಪ್ರೀತಿ, ദൈവമായിട്ടുള്ള ബന്ധം, ದೇವರೊಂದಿಗಿನ ಸಂಬಂಧ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ಯೇಸುವಿನ ಅಧಿಕಾರಗಳ ನಾಮದಲ್ಲಿ ഏതെല്ലാം ഹല്ലേലൂയ പുസ്തകങ്ങളിൽ പേരുണ്ടെങ്കിലും, ಯಾವುದೆಲ್ಲ ಪುಸ್ತಕದಲ್ಲಿ ನಮ್ಮ ಹೆಸರು, ഏതെല്ലാം നാട്ടിൽ അംഗീകാരമുണ്ടെങ്കിലും, ಯಾವುದೆಲ್ಲ ಊರಲ್ಲಿ ನಮ್ಮ ಕುರಿತಾಗಿ ಅಂಗೀಕಾರವಿದ್ರು, ആരൊക്കെ എത്ര നല്ലതെന്ന് പറഞ്ഞാൽ ಯಾರೆಲ್ಲ ನಮ್ಮ ಬಗ್ಗೆ ಎಷ್ಟು ಒಳ್ಳೆಯದು ಹೇಳಿದ್ರು, ആത്മാവ് നിർബന്ധിച്ച് നീ നടക്കുന്നില്ലെങ്കിൽ, ದೇವರಾತ್ಮನ ಒತ್ತಾಯದ ಮೇರೆಗೆ ನೀವು ನಡೆಯದೇ ಇದ್ರೆ ദൈവസന്നിധി നമ്മൾ ഒന്നുമില്ലതായി പോകും. ದೇವರ ಸನ್ನಿಧಾನದಲ್ಲಿ ನಾವು ಏನು ಇಲ್ಲದಂತಾಗುತ್ತೇವೆ. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ಯೇಸುವಿನ ನಾಮದಲ್ಲಿ നിങ്ങൾ ആരും ഹല്ലേലൂയ ഭയപ്പെടണ്ട. ನೀವು ಯಾರು ಭಯಪಡಬೇಡಿ. ആരുടെയൊക്കെ ചില ഭാരങ്ങൾ ഇന്ന് പകൽ വിട്ടുമാറുന്നു. ಯಾರ್ದೋ ಜೀವಿತದ ಭಾರಗಳು ಈ ಹಗಲುಗಳಲ್ಲಿ ನೀಗಲ್ಪಡುತ್ತಾರೆ. ആരുടെയൊക്കെ സംശയങ്ങൾ ഇന്ന് വിട്ടുമാറാൻ പോകുന്നു. ಯಾರ್ದೋ ಸಂಶಯ ಸಂದೇಹಗಳು ನೀಗಲ್ಪಡ್ತಾ എന്റെ ಇದೆ. ജീവിതത്തിൽ നിന്ന് ഒരു വിടുതലില്ലാത്ത, ನನ್ನ ಜೀವಿತದಲ್ಲಿ ಯಾಕೆ ಬಿಡುಗಡೆ ಇಲ್ಲ, എന്റെ കുടുംബത്തിൽ ഒരു സന്തോഷമില്ലാത്ത, ನನ್ನ ಕುಟುಂಬದಲ್ಲಿ ಯಾಕೆ ಸಂತೋಷ ಇಲ್ಲ, പിശാചികൾ സംശയിച്ച നാളുകളായിട്ട് ಸೈತಾನನು ತಂದಾಕಿದ ಸಂದೇಹಗಳು ವರ್ಷಗಳಿಂದ, ചില വിടുതലില്ലാത്തത്, ಕೆಲವು ಬಿಡುಗಡೆ ಇಲ್ಲದೆ ചില ಇರುವುದು, വിഷയങ്ങളെ ಕೆಲವು ವಿಷಯಗಳನ್ನು ഇന്ന് ആത്മാവ് തൊടുന്നു. ಈ ಹಗಲುಗಳ ದೇವರಾತ್ಮ ಮುಟ್ಟಿದ್ದಾರೆ. ആത്മാവ് നിർബന്ധിക്കുന്നതനുസരിച്ച് ದೇವರಾತ್ಮ ಒತ್ತಾಯ ಪಡಿಸೋದಕ್ಕೆ ತಕ್ಕಂತೆ വേറെ ആരും പറയുന്നതല്ല അതിന്റെ വിഷയം. ಬೇರೆ ಯಾರು ಹೇಳುವಂತದಲ್ಲ ನಿನ್ನ ವಿಷಯ. ആത്മാവ് നിർബന്ധിക്കുന്നതനുസരിച്ച് ದೇವರಾತ್ಮನು ನಿನ್ನನ್ನು ಒತ್ತಾಯ ಪಡಿಸೋದಕ್ಕೆ ತಕ್ಕಂತೆ വിട്ടുകൊടുക്കുകയാണ്. ನಿನ್ನ ಜೀವಿತ ಬಿಟ್ಕೊಡುವುದಾದ್ರೆ നിന്റെ സകല ചോദ്യങ്ങൾക്ക് ഉത്തരമുണ്ട്. ನಿನ್ನ ಎಲ್ಲ ಪ್ರಶ್ನೆಗಳಿಗೂ ಉತ್ತರವಿದೆ. ഇന്ന് പകല് കർത്താവേ, ಈ ಹಗಲುಗಳಲ್ಲಿ ಕರ್ತನೆ അതിനെ കേൾക്കുന്ന എല്ലാവരുടെ മേലും ಈ ವಾಕ್ಯವನ್ನು ಕೇಳುವ ಎಲ್ಲರ ಮೇಲೆ എന്റെ ആത്മാവ് ದೇವರ ಆತ್ಮನು അവരുടെ മേൽ ക്രിയയാണപ്പ. ಅವರ ಮೇಲೆ ಕ್ರಿಯೆ ಮಾಡಲಿ. ഇപ്പോൾ തന്നെ കർത്താവേ, ಈಗಲೇ ಕರ್ತನೆ എല്ലാ സംശയങ്ങളും പൊട്ടട്ടെ. ಎಲ್ಲ ಸಂದೇಹಗಳು ಒಡೆಯಲ್ಪಡಲಿ. ടെൻഷൻ പൊട്ടി മാറട്ടെ. ಎಲ್ಲ ಟೆನ್ಷನ್ಗಳು ಒಡೆಯಲ್ಪಡಲಿ. വിശ്വാസങ്ങൾ പൊട്ടി ಎಲ್ಲ മാറട്ടെ. ಅಪನಂಬಿಕೆಗಳು ನೀಗಲ್ಪಡಲಿ. യേശുവിന്റെ നാമത്തിൽ ಯೇಸುವಿನ ನಾಮದಲ್ಲಿ ഞങ്ങൾ കരവിടാൻ പോകുന്നു. ನಾವು ದಡವನ್ನು ಬಿಡ್ಲಿಕ್ಕೆ ಹೋಗ್ತಿದ್ದೇವೆ. യേശു നിർബന്ധിക്കുന്ന പോലെ ಯೇಸುವೆ ನೀನು ಒತ್ತಾಯ ಪಡಿಸುವ ಹಾಗೆ കരയിലുള്ള ದಡದಲ್ಲಿರುವ സകല ജ്ഞാനവും വിട്ടുകളയാൻ ಎಲ್ಲ ಜ್ಞಾನವನ್ನು ನಾವು ಬಿಡುವುದಕ್ಕೆ ಹೋಗುತ್ತಿದ್ದೇವೆ. കരയിലെ സകല അറിവ് വിട്ടുന്നു. ದಡದಲ್ಲಿರುವಂತಹ ಎಲ್ಲ ತಿಳುವಳಿಕೆಯನ್ನು ಬಿಡ್ಲಿಕ್ಕೆ ಹೋಗ್ತಿದ್ದೇವೆ. കരയിലുള്ള സകല കഴിവുകളും വിടുന്നു. ದಡದಲ್ಲಿರುವಂತಹ ಎಲ್ಲ ಸಾಮರ್ಥ್ಯವನ್ನು ಬಿಡ್ಲಿಕ್ಕೆ ಹೋಗ್ತಿದ್ದೇವೆ. കരയിലുള്ള ഞങ്ങളുടെ എല്ലാ പദ്ധതി പ്ലാനും വിട്ടുകളയുന്നു. ದಡದಲ್ಲಿರುವ ನಮ್ಮ ಎಲ್ಲ ಪ್ಲಾನ್ಗಳನ್ನ ಪದ್ಧತಿಗಳನ್ನ ಬಿಡ್ಲಿಕ್ಕೆ ಹೋಗ್ತಿದ್ದೇವೆ. ചിന്തകൾ വിട്ടുകളയുന്നു. ಎಲ್ಲ ಚಿಂತೆಗಳನ್ನ ಬಿಡ್ಲಿಕ್ಕೆ ಹೋಗ್ತಿದ್ದೇವೆ. മോഹങ്ങൾ വിട്ടുകളയുന്നു. ಎಲ್ಲ ಮೋಹವನ್ನು ಬಿಡುತ್ತೇವೆ. ആത്മാവ് നിർബന്ധിക്കുന്നതനുസരിച്ച് ದೇವರಾತ್ಮನು ಒತ್ತಾಯ ಪಡಿಸುವುದಕ್ಕೆ ತಕ್ಕಂತೆ
ಬರುತ್ತೆ. യേശുവിന്റെ ശബ്ദത്തിലേക്ക് വരുന്നു. ಯೇಸುವಿನ ಶಬ್ದದೆಡೆಗೆ ನಾವು ಬರ್ತೇವೆ. അങ്ങനെ മുമ്പോട്ടേക്ക് വരികയാണ്. ಹಾಗೆ ನಾವು ಮುಂದೆ ಬರ್ತೇವೆ. അങ്ങനെ വരുന്നവരെ ಹಾಗೆ ಬರುವವರನ್ನ ദൈവത്തിൽ അത്ഭുത വിടുതലായിരിക്കും. ಆ ರೀತಿಯಲ್ಲಿ ಬರುವವರಿಗೆ ದೇವರ ಅದ್ಭುತ ಬಿಡುಗಡೆ അവരുടെ ಕೊಡ್ತಾರೆ. മൈൻഡ് ഫ്രീ ആവും. ಅವರ ಮನಸ್ಸು ಫ್ರೀ ಆಗ್ತದೆ. ഇപ്പോൾ കർത്താവ് യേശുവിന്റെ നാമത്തിൽ ಈಗಲೇ ಯೇಸುವಿನ ನಾಮದಲ್ಲಿ സകല മൈൻഡുകൾ ഫ്രീ ആവും. ಎಲ್ಲ ಮನಸ್ಸುಗಳು ಫ್ರೀ ಆಗಲಿ. സകല ദൈവമക്കളുടെ വീട് വിടുവിക്കപ്പെടട്ടെ. ಎಲ್ಲ ದೇವರ ಮಕ್ಕಳ ಮನೆಗಳು ಬಿಡುಗಡೆ ಆಗಲಿ. ഇപ്പോൾ തന്നെ കർത്താവേ ಈಗಲೇ ಕರ್ತನೆ ആന്തരിക സൗഖ്യങ്ങൾ ഇറങ്ങി വരട്ടെ. ಆಂತರ್ಯದಲ್ಲಿ ಸೌಖ್ಯ ಉಂಟಾಗಲಿ. ശാരീരിക സൗഖ്യങ്ങൾ ಶಾರೀರಿಕ ಸೌಖ್ಯಗಳು ಉಂಟಾಗಲಿ. യേശുവിന്റെ നാമത്തിൽ ಯೇಸುವಿನ ನಾಮದಲ್ಲಿ പാപത്തിന്റെ ചങ്ങലകൾ പൊട്ടട്ടെ. ಪಾಪದ ಸರಪಳಿಗಳು ಬಿಚ್ಚಲ್ಪಡಲಿ. എല്ലാ ആളുകളും ഈ ലോകത്തിലെ ബുദ്ധികൾ മരിക്കട്ടെ. ಎಲ್ಲ ಈ ಲೋಕದ ಎಲ್ಲ ಬುದ್ಧಿಗಳು ಸಾಯಲಿ. ദൈവാത്മന്റെ ജ്ഞാനം കൊണ്ട് നിറയട്ടെ. ದೇವರಾತ್ಮನ ಜ್ಞಾನದಿಂದ ತುಂಬಲ್ಪಡಲಿ. ഈ ലോകത്തിലുള്ള അവിശ്വാസം വിട്ടുപോകട്ടെ. ಈ ಲೋಕದ ಅಪನಂಬಿಕೆಗಳು ನೀಗಲ್ಪಡಲಿ. ദൈവത്തിലെ വിശ്വാസങ്ങളെ വർദ്ധിപ്പിക്കട്ടെ. ಉನ್ನತದ ನಂಬಿಕೆ ನಮ್ಮಲ್ಲಿ ಹೆಚ್ಚಲಿ. ഈ ലോകത്തിലെ എല്ലാ തന്ത്രങ്ങളും പൊളിക്കട്ടെ. ಈ ಲೋಕದ ಎಲ್ಲ ತಂತ್ರಗಳು ಒಡೆಯಲ್ಪಡಲಿ. ദൈവത്തിലെ സത്യസന്ധത വെളിപ്പെടട്ടെ. ಉನ್ನತ ಲೋಕದ ಯಥಾರ್ಥವಾದ ಸತ್ಯ ಪ್ರಕಟವಾಗಲಿ. യേശുവിന്റെ നാമത്തിൽ ಯೇಸುವಿನ ನಾಮದಲ್ಲಿ യേശുവിന്റെ നാമത്തിൽ ಯೇಸುವಿನ ನಾಮದಲ್ಲಿ എല്ലാവരുടെ മേലും കർത്താവേ ಎಲ್ಲರ ಮೇಲೂ ಕರ್ತನೆ ಈಗಲೇ ആഴമൊരു സ്പർശനം ಆಳವಾದ ಒಂದು ಸ್ಪರ್ಶನೆ ಉಂಟಾಗಲಿ.